കാണാൻ പറ്റില്ല. അവരൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണുണ്ടായിരിക്കും. മഴ ഉണ്ടാകും. താങ്ക് യു. സംഗതി ശരിയാണോ? എല്ലാവരെയും സോളാർ സെഷനിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നടന്ന ക്ലാസ്സിനെ പറ്റി വളരെ നല്ല അഭിപ്രായങ്ങളായിരുന്നു. അത് മാത്രമല്ല, ഇന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വളരെ കൂടുതൽ ആളുകൾ ക്ലാസ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച കിട്ടിയ കമന്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും പറഞ്ഞത് ഇത്രയും മെച്ചമായ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണങ്ങൾ മറ്റൊരിടത്തു നിന്നും കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത്. അവരെല്ലാവരും നമുക്ക് ക്ലാസ് എടുത്ത് അവരെല്ലാവരും വളരെ പ്രഗത്ഭരാണ്. കൃത്യമായ വിവരങ്ങളൊക്കെയാണ് കഴിഞ്ഞ തവണയും നമുക്ക് ലഭിച്ചത്. ശരി, ഇന്നും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഫാക്കൽറ്റി തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇന്ന് കുറച്ച് പേര് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഒന്ന് ടിൻഷു ആണ്. അത് എൽസോൾ പവർ സൊല്യൂഷൻ ആണ്. അത് ചങ്ങനാശ്ശേരിയിൽ. ടിൻഷുവിനെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം.
ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ടിൻഷു. ടിൻഷു വെൽക്കം. ടിൻഷു കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിനെ പറ്റി നല്ലൊരു കമന്റ് ആയിരുന്നു എല്ലാവരും പറഞ്ഞത്. ഓരോന്ന് ക്ലിയർ ആയിട്ട് അവർക്ക് വ്യക്തമായി. ഈ ആഴ്ചയിൽ നല്ലൊരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് മിസ്റ്റർ അരുണാണ്. അരുൺ ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അരുൺ ഇലക്ട്രിക് എനർജി സൊല്യൂഷൻ ആണ്, അത് തിരുവല്ല. ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അരുണിനുള്ളത്. പലവിധ കാര്യങ്ങളിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. നെക്സ്റ്റ് നമുക്ക് രാഹുലിനെ ഇവിടെയുള്ള മിക്ക ആളുകൾക്കും അറിയാം. രാഹുലിന് ഒരു സോളാർ ഫീൽഡിൽ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. റിം സോളാർ സ്ഥാപനം നടത്തുന്നു. എല്ലാവിധ ഷോപ്പിംഗ് സോളാർ ഐറ്റത്തിന് രാഹുലിന്റെ അവിടെ എല്ലാ ടൈപ്പ് മെറ്റീരിയലും അവിടെ അവൈലബിൾ ആണ്. ഇനി ബെന്നി റീക്കോ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നു. 15 വർഷത്തെ ഇലക്ട്രോണിക്സിലെ പരിചയവും അതുപോലെ 5 വർഷത്തെ സോളാറിലുള്ള എക്സ്പീരിയൻസും ഉണ്ട്. അവരെല്ലാം അവരുടെ തങ്ങളുടെ അനുഭവ പരിചയത്തിൽ നിന്ന് തന്നെ വളരെ വിദഗ്ധമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭാവന ചെയ്യും. തീർച്ചയായും ഇവരെല്ലാവരും വളരെ പ്രധാനപ്പെട്ട ഫാക്കൽറ്റിയാണ്. അതെല്ലാം നന്നായി യൂട്ടിലൈസ് ചെയ്യുക. നമുക്കിന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ കുറെ ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ ഞാൻ ഏകദേശം ഒന്ന് പറയാം. അവരെല്ലാവരും തന്നിരുന്ന ചോദ്യങ്ങളും അല്ലാതെയുള്ളതാണ്. പിന്നെ അത് കൂടാതെ ഇത് സദസ്സിൽ നിന്ന് ചോദിക്കാനുള്ളവർക്ക് ചോദിക്കുകയും ചെയ്യാം. ചില ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. മാർക്കറ്റിൽ ലഭ്യമായ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഏതൊക്കെയാണ്? അതിന്റെ വാറണ്ടി, ഇനി ഒപ്റ്റിമൈസറിന്റെ പ്രത്യേകതകൾ, ആന്റി അയലൻ സിസ്റ്റം വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, ഈ സോളാർ എഡ്ജ് ഇൻവെർട്ടറിന്റെ ചില പ്രത്യേകതകൾ. സൗണ്ട് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഉള്ളത് ഒരു പഴയ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തെ ഓൺ ഗ്രിഡ് സിസ്റ്റം ആക്കാൻ പറ്റുമോ? ഈ ഡാറ്റ ലോഗർ എല്ലാ ഇൻവെർട്ടറിനും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമോ? ഇനി ഇടയ്ക്കൊക്കെ ഇൻവെർട്ടർ റീസ്റ്റാർട്ട് ആകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സർജ് പ്രൊട്ടക്ഷന്റെ ക്രമീകരണങ്ങൾ, അത് നമ്മൾ അടുത്ത ആഴ്ച എർത്തിങ്ങിൽ നമ്മൾ അത് വേണമെങ്കിൽ ഒന്നുകൂടെ കൂടുതലായിട്ട് നോക്കാം. ജനറേഷൻ ഡ്രോപ്പ് എങ്ങനെ പരിഹരിക്കാം? 2 ഓൺ ഗ്രിഡ് സിസ്റ്റം തമ്മിൽ സിങ്കണൈസ് ചെയ്യാൻ സാധിക്കുമോ? അതേപോലെ ഓൺ ഗ്രിഡ് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യേണ്ട വിധങ്ങൾ, അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇനിയും ഫ്രീക്വൻസി സ്റ്റഡി ആകാതെ വരുന്നതിന്റെ കുറച്ച് കാരണങ്ങൾ. ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ് അവര് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് കൂടാതെയുള്ള കുറെ ചോദ്യങ്ങൾ കൂടെ ഉണ്ട്, അതും നിങ്ങൾക്ക് ചോദിക്കാം. ശരി, ഇപ്പം ഇവര് നേരത്തെ തന്നെ ചോദ്യം ചോദിച്ചിരുന്നത് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് എത്ര യൂണിറ്റ് ലഭിക്കും, എങ്ങനെയാണ് മഴക്കാലത്തും വേനൽക്കാലത്തും അല്ലെങ്കിൽ വാർഷിക ശരാശരി ഒരു ദിവസം എത്ര കിട്ടുമെന്നൊക്കെ അവര് സാധാരണ ചോദിക്കാറുണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ ടിൻഷു? കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്യാം. ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ജനറലായിട്ട് ഈ 2 രീതിയിലുള്ള സിസ്റ്റംസ് ആണല്ലോ ഉള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഒരു 3 വർഷം 5 വർഷം പഴക്കമുള്ള സിസ്റ്റംസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന് ആവറേജ് പ്രൊഡക്ഷൻ പഴയ അനേട്ട് സബ്സിഡി സ്കീമിലൊക്കെ 1 കിലോ വാട്ട് റൂഫ് ടോപ്പ് 1000 റൂഫ് ടോപ്പ് സോളാർ എന്ന് പറയുന്ന ഒരു സ്കീമില്ലേ, ആ സ്കീമിലൊക്കെ ചെയ്തിട്ടുള്ള സിസ്റ്റംസിൽ ഒരു എനർജി മീറ്റർ വെച്ചിട്ടുണ്ട്, ടോട്ടൽ ജനറേഷൻ എത്ര ഉണ്ടെന്ന് അറിയാൻ. അതുപോലെ എല്ലാ കമ്പനികളും അവരുടെ കമ്പനിയുടെ പേരും അവർ ഇൻസ്റ്റാൾ ചെയ്ത ഡേറ്റ് ഒരു നെയിം പ്ലേറ്റ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ ആ വെച്ച ഡേറ്റ് തൊട്ട് ഒരു 3 വർഷം 5 വർഷം പഴക്കമുള്ള സിസ്റ്റത്തിന്റെ ഒക്കെ ഒരു ആവറേജ് പ്രൊഡക്ഷൻ ഇപ്പൊ 500 ദിവസം ഉണ്ടെങ്കിൽ 500 ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രൊഡക്ഷൻ 1 കിലോവാട്ട് ആണ് ഡിവൈഡ് ബൈ 1, 3 കിലോവാട്ട് ആണ് ഡിവൈഡ് ബൈ 3 കൊണ്ട് ഹരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന് ഞാൻ കണ്ടിട്ടുള്ളത് ആവറേജ് ജനറേഷൻ പെർ കിലോവാട്ടിൽ 1 മുതൽ 2 യൂണിറ്റ് വരെയാണ്. 2 യൂണിറ്റിന് മുകളിലൊന്നും എങ്ങും കണ്ടിട്ടില്ല. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതായത് എന്നാൽ ഇപ്പം ചില ഷോപ്പുകൾ പകല് മുഴുവൻ വർക്ക് ചെയ്യുന്ന ഷോപ്പുകൾ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ
നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണെങ്കിലും ജനറേഷൻ കുറേ കൂടെ കൂടുതൽ കാണും. ഉൽപാദനം ഒരു നല്ല ഭാഗം പകൽ തന്നെ ഉപയോഗിച്ച് തീരുന്ന രീതിയിലുള്ള സ്റ്റേജുകളിൽ. പക്ഷെ ഡൊമസ്റ്റിക് സെഗ്മെന്റിലൊക്കെ നോക്കിയാൽ ഉപയോഗം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പം ഭയങ്കര കൂടുതൽ ഉപയോഗമുള്ള ദിവസങ്ങൾ കാണും. ചിലപ്പം 1 വീക്കിൽ വീട്ടിൽ ആരും ഇല്ലായിരിക്കും. അപ്പൊ ഒരു ദിവസം കൊണ്ട് തന്നെ ബാറ്ററി ഫുൾ ആവും. പിന്നുള്ള എല്ലാ ദിവസത്തെയും പ്രൊഡക്ഷൻ വേസ്റ്റ് ആവുന്നുണ്ടായിരിക്കും. അതുപോലെ മിക്ക ഓഫ് ഗ്രിഡ് സിസ്റ്റംസും ഉൽപാദനത്തിന്റെ പകുതി ബാറ്ററിയിലോട്ടും ബാക്കി പകുതി ലൈവ് ഉപയോഗിക്കാനായിട്ടായിരിക്കും തരുന്നത്. അപ്പൊ ലൈവ് ഉപയോഗം ഇല്ലെങ്കിൽ അവിടെ വേസ്റ്റേജ് വരും. നമ്മള് ബാറ്ററി ഫുൾ ആണെങ്കിൽ അവിടെ വേസ്റ്റേജ് വരും. അതുകൊണ്ടൊക്കെയാണ് അതിന്റെ ആവറേജ് 1 യൂണിറ്റ് 2 യൂണിറ്റ് റേഞ്ചിലൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ ഓൺ ഗ്രിഡിൽ അങ്ങനല്ല. നമുക്കൊരു 5000 വാട്ട് സിസ്റ്റം 5 കിലോ വാട്ട് വെച്ചാൽ നല്ല വെയിലുള്ള ഒരു സമയത്ത് 4000 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ പ്രൊഡക്ഷന്റെ നമുക്ക് വീട്ടിലെ ഉപയോഗം വെച്ച സ്ഥലത്തെ ഉപയോഗത്തിന് എത്ര വേണോ അത് നേരിട്ട് അങ്ങോട്ട് ഫ്ലോ ചെയ്യും. ബാലൻസ് ഉള്ളത് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് നടക്കും. അപ്പൊ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റ് എത്രയാണോ അതിന് നമുക്ക് തിരിച്ചെടുക്കാം അത്രയും യൂണിറ്റ്. ഒരു വർഷമാണ്, ഒക്ടോബർ 1 തൊട്ട് സെപ്റ്റംബർ 31 വരെയുള്ള പീരീഡ് ആണ്. അപ്പം ആ പീരീഡിനുള്ളിൽ നമ്മൾ അങ്ങോട്ട് കൊടുത്ത യൂണിറ്റ് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് തിരിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇപ്പം ഒരു സെൻട്രലൈസ്ഡ് AC ഉള്ള ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഗൾഫ് കസ്റ്റമർ ആണെന്ന് ഇരിക്കട്ടെ. ആളുടെ AC-യുടെ ഒക്കെ ഉപയോഗം വെച്ച് 30 കിലോ വാട്ട് വേണമെന്നിരിക്കട്ടെ. പക്ഷേ വർഷത്തിൽ 1 മാസം അല്ലെ 2 മാസം ആള് നാട്ടിലുണ്ടെന്നിരിക്കട്ടെ. ബാക്കി സമയം ഒന്നും നാട്ടിലില്ലെങ്കിൽ ശരിക്കും ബാക്കി എല്ലാ സമയത്തെയും പ്രൊഡക്ഷൻ എക്സ്പോർട്ട് നടക്കുന്നത് ഒരുമിച്ച് തിരിച്ചെടുത്ത് ഉപയോഗിക്കാം. അപ്പൊ ആ 30 കിലോ വാട്ട് വേണ്ട ആൾക്ക് വർഷത്തിൽ 30 ദിവസം വീട്ടിലുണ്ടെങ്കിൽ 3 കിലോ വാട്ട് ഓൺ ഗ്രിഡ് വെച്ചാൽ മതി ആളുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ. അതാണ് ഓൺ ഗ്രിഡിന് നമുക്കൊരു അഡ്വാൻറ്റേജ്. ഒരു ശരിക്കും ബാറ്ററി സ്റ്റോറേജ് ഇല്ലെങ്കിൽ ഒരു വെർച്വൽ സ്റ്റോറേജ് ആയിട്ട് ആക്റ്റീവാണ് നമ്മുടെ ഗ്രിഡ്. നമുക്ക് മിച്ചമുള്ളപ്പോൾ ഗ്രിഡിലോട്ട് കൊടുക്കുന്നു, അതവിടെ സ്റ്റോർ ആകുന്നു, തിരിച്ചു തരുന്നു. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെ വെച്ച ഡേറ്റ് തൊട്ടുള്ള ഇയർലി ആവറേജ് നോക്കിയാൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്റ്റലേഷനും അത്യാവശ്യം സൺലൈറ്റ് അവൈലബിലിറ്റി, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഇത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ 4 യൂണിറ്റ് ഇയർലി ആവറേജ് നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പൊ ഞങ്ങള് ഒരു 1 ഇയർ മുമ്പ് കമ്മീഷൻ ചെയ്ത ഒരു 100 കിലോ വാട്ടിന്റെ ജനറേഷന്റെ ആവറേജ് നോക്കിയാൽ ഇപ്പോഴും കഴിഞ്ഞ സീസണിലൊക്കെ മഴ ഇച്ചിരി കൂടുതലുള്ള സമയമായിരുന്നു. എന്നിട്ടും ഇപ്പോഴും 4.2 യൂണിറ്റ് നമുക്ക് ആ വെച്ച ഡേറ്റ് തൊട്ട് 1 കിലോ വാട്ടിൽ ആവറേജ് കിട്ടുന്നുണ്ട്. ഡൊമസ്റ്റിക്കിലൊക്കെ ചിലപ്പോൾ അത്രയും കിട്ടത്തില്ല, കാരണം ഗ്രാമപ്രദേശങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. കറണ്ട് കട്ട് കൂടുതലുള്ളപ്പം ഓൺ ഗ്രിഡ് കറണ്ട് പോകുമ്പോൾ വർക്ക് ചെയ്യത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു പവർ ഫെയിലിയറിന്റെ ഒക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ആണെങ്കിലും ഒരു 4 യൂണിറ്റ് 3.25 യൂണിറ്റ് ആ റേഞ്ച് ഒക്കെ ഉണ്ട്. ഒരു 3.5 യൂണിറ്റ് താഴെയൊക്കെ വരാൻ സാധ്യത തീരെ കുറവാണ്. എപ്പോഴും ഒരു 3.5 to 4 യൂണിറ്റ് ഇയർലി ആവറേജ് ഓൺ ഗ്രിഡ് നമുക്ക് 1 കിലോ വാട്ടിൽ കാണും. അത് ഏറ്റവും നല്ല വെയിലുള്ളപ്പം 1 കിലോ വാട്ടിൽ 5.5 യൂണിറ്റ് 5.8 യൂണിറ്റ് വരെ കാണാറുണ്ട്. കണ്ണച്ചേട്ടാ മ്യൂട്ടാ. ഞാനൊന്നും പറഞ്ഞില്ല, കണ്ടിന്യൂ ചെയ്തു. ഒന്നും പറഞ്ഞില്ല, കണ്ടിന്യൂ ചെയ്തു. ജനറേഷൻ ആവറേജിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി അതിന്റെ ബാക്കി അടുത്ത ക്വസ്റ്റ്യൻസ് പറയുവാണോ അതോ? അവർക്ക് അതിന്റെ ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഓഡിയൻസിന് ചോദിക്കാം. അവർക്ക് മൈക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, പറഞ്ഞോളൂ. അതെ, നമ്മൾ സാധാരണ ഇപ്പൊ പറയുന്നുണ്ട് ടെമ്പറേച്ചർ ഇൻവേഴ്സ് എഫക്റ്റ് ആണ് പ്രൊഡക്ഷന് വരുന്നതെന്ന് പറയുന്നത്. അത് ഇപ്പോഴത്തെ പുതിയ പാനലിൽ അത് ബാധകമാണോ? അത് എല്ലാ പാനലുകൾക്കും ബാധകമാണ്. അതായത് നമ്മൾ ഈ പാനലുകളെല്ലാം ഡിസൈൻ ചെയ്ത് വരുന്നത് ലബോറട്ടറി കണ്ടീഷനിലെ ടെസ്റ്റിങ്ങിലെ പവറാണ്. ഇപ്പൊ ഉദാഹരണം, ഒരു 380 വാട്ടിന്റെ ഒരു വാരിയുടെ പാനൽ എന്നിരിക്കട്ടെ. ആ പാനല് 380 വാട്ട് നമുക്ക് തരുന്നത് 1000 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ഇറാഡിയൻസ്. ഇറാഡിയൻസ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ അളവ്. ഒരു മീറ്റർ സ്ക്വയറിൽ 1000 വാട്ട് സൂര്യപ്രകാശത്തിന്റെ ഇറാഡിയൻസ് ഉണ്ടായിരിക്കണം. ആ പാനലിന്റെ സെല്ലിന്, ആ പ്രകൃതിക്കല്ല, ആ ക്ലൈമറ്റിലല്ല, ആ പാനലിന്റെ സെല്ലില് 25 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരിക്കണം. അതുപോലെ ആ അറ്റ്മോസ്ഫിയറിലെ എയർ പ്രഷർ 1 ബാർ ആയിരിക്കണം.
ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പാനൽ കമ്പനി പറയുന്ന ആ വാട്ടേജ് കിട്ടുന്നത്. അപ്പൊ 1000 വാട്ട്സ് ഇറാഡിയൻസ് നമ്മൾ കണ്ണും കൊണ്ട് നോക്കുമ്പോൾ സൂര്യൻ നല്ല പ്രകാശം കാണും. പക്ഷെ ഇറാഡിയൻസ് ചിലപ്പോൾ 1000 വാട്ട് കാണത്തില്ല, 700 വാട്ടോ 800 വാട്ടേ കാണത്തുള്ളൂ. അപ്പം ഇറാഡിയൻസ് സൂര്യപ്രകാശത്തിന്റെ തോത് 1000 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയറും 25 ഡിഗ്രി ടെമ്പറേച്ചർ സെല്ലിനും. സെല്ലിന് 25 ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ നല്ല വെയിലുള്ള ഒരു ദിവസം ചിലപ്പോൾ ഒരു 33-35 ഡിഗ്രി ആയിരിക്കും ചൂട്. അപ്പം 35 ഡിഗ്രി നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂടുണ്ടെങ്കിൽ ഈ സോളാർ പാനലുകളുടെ ഗ്ലാസും അലൂമിനിയം ഫ്രെയിമും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു മെറ്റൽ ബോഡി ഉള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് ആ പാനലിലെ സെല്ലില് അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറിനേക്കാൾ ഒരു 20 ഡിഗ്രിയും കൂടെ എങ്കിലും മിനിമം കൂടുതലായിരിക്കും. അപ്പം പാനലിലെ സെല്ലിന്റെ ടെമ്പറേച്ചർ ഒരു 55-60 ആയിരിക്കും ആ സമയത്ത്. അപ്പം 55 ആണെന്നിരിക്കട്ടെ. അപ്പം 25 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രി കൂടുതലാണ്. അപ്പം അത്രയും പ്രൊഡക്ഷൻ കുറവായിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ പാനലുകളുടെയും ഡേറ്റ ഷീറ്റ് എടുത്തിട്ട് ടെമ്പറേച്ചർ കോ എഫിഷ്യൻസി ഓഫ് പവർ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. അത് പല ബ്രാൻഡുകൾക്കും പല റേഞ്ചാണ്. അത് ഒരു ആവറേജ് -0.4 ആണ് മിക്ക ബ്രാൻഡുകൾക്കും. ചില കൂടിയ ബ്രാൻഡുകൾക്കൊക്കെ -0.36, -2.27 പല ഉണ്ട്. ഒരു ആവറേജ് കണക്ക് -0.4 എന്ന് കൺസിഡർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി താപനില 25-ൽ നിന്ന് കൂടിയാൽ നമുക്ക് 0.5%, 0.5 എന്ന് പറഞ്ഞാൽ അരയല്ലേ, ഇപ്പൊ 0.4 എന്ന് പറയുമ്പോൾ 0.5% അടുത്ത് പ്രൊഡക്ഷൻ കുറയുമെന്ന്. അപ്പം 30 ഡിഗ്രി കൂടിയ മുമ്പത്തെ ഒരു പ്രാക്ടിക്കൽ കേസ് ഞാൻ പറഞ്ഞില്ലേ, 30 ഡിഗ്രി പാനൽ ടെമ്പറേച്ചറിൽ കൂടുതലാണെങ്കിൽ 0.5 ഗുണം 30 എന്ന് പറയുമ്പോൾ 15 ഡിഗ്രി വരും, 15%. അപ്പം 55 ഡിഗ്രി ടെമ്പറേച്ചർ സെല്ലിലുള്ളപ്പോൾ നമ്മുടെ പാനലിന്റെ പ്രൊഡക്ഷന്റെ 15% കുറഞ്ഞ പ്രൊഡക്ഷനെ നമുക്ക് കിട്ടുള്ളൂ 1000 വാട്ട് ഇറാഡിയൻസ് ഉണ്ടെങ്കിൽ പോലും. അപ്പൊ 400 വാട്ടിന്റെ പാനലാണ് 15%, 10% എന്ന് പറഞ്ഞാൽ 40 വാട്ട്, 15% എന്ന് പറയുമ്പോൾ 60 വാട്ട്. അപ്പം 1000 വാട്ട് ഇറാഡിയൻസ് ഉണ്ടെങ്കിലും ഒരു നോർമൽ ക്ലൈമറ്റിൽ ഇരിക്കുന്ന പാനല് 400 വാട്ട് നമുക്ക് 340 വാട്ടേ തരത്തുള്ളൂ. ഇനി ഇറാഡിയൻസും കൂടെ കുറച്ച് കുറവുണ്ടെങ്കിൽ അതിനും കൂടെ അനുസരിച്ചിട്ട് കുറവ് വരും. സാർ ഒരു ഡൗട്ട് ഉണ്ട്, നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം എഫിഷ്യൻസി എങ്ങനെയായിരിക്കും സാർ? അപ്പൊ ഔട്ട്പുട്ട് ഹൈബ്രിഡ് സിസ്റ്റം വരുമ്പോൾ ശരിക്കും ഓൺ ഗ്രിഡിന്റെ ഓഫ് ഗ്രിഡിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു ആവറേജ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു കേസില്ലേ, അത് വലിയ കുഴപ്പം ഉണ്ടാവില്ല ഹൈബ്രിഡ് സിസ്റ്റത്തിൽ. കാരണം പ്രൊഡക്ഷൻ നമ്മൾക്ക് ഉപയോഗം ഇല്ലെങ്കിൽ ബാറ്ററി ഫുൾ ആണെങ്കിൽ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എക്സസ് ഉള്ള പവർ എക്സ്പോർട്ട് നടക്കും. അതുകൊണ്ട് നമുക്ക് ജനറേഷൻ ഈ പറഞ്ഞ ഒരു 4 യൂണിറ്റ് അടുത്ത ആവറേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഓഫ് ഗ്രിഡിനും ഹൈബ്രിഡിനും ഒക്കെ ഉള്ള വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ആ സിസ്റ്റം ഇറ്റ്സെൽഫ്. അതായത് നമ്മുടെ ആ മെഷീന് വേണ്ടി ഒരു പവർ വേണം, നോ ലോഡ് പവർ എന്ന് പറയും. നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും ഈ ബാറ്ററി സ്റ്റോർ ചെയ്ത് തിരിച്ചെടുക്കുമ്പോൾ ഒരു കൺവേർഷൻ ലോസ് ഉണ്ടാകുന്നുണ്ടല്ലോ. അതുപോലെ ആ ഹൈബ്രിഡ് മിക്ക സിസ്റ്റവും ഒരു AC കപ്ലിംഗ് ഡിവൈസും അതുപോലെ ഒരു ഓഫ് ഗ്രിഡ് മെഷീനും രണ്ടും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു ഓൺ ഗ്രിഡ് മെഷീൻ രണ്ടും ഉണ്ടാവും. അപ്പൊ ഈ മെഷീനും എൻ്റയർ ഡിവൈസസും വർക്ക് ചെയ്യാനായിട്ട് ഒരു പവർ വേണം. അത് 24 hours ആ സിസ്റ്റം വർക്കിംഗ് ആയിരിക്കണം. അപ്പൊ ആ വർക്ക് ചെയ്യാനായിട്ടുള്ള നോ ലോഡ് പവർ എടുക്കുന്നത് കൊണ്ട് അങ്ങനെ കുറച്ച് ലോസ് നമുക്കുണ്ടാവും, ചെറിയൊരു ലോസ്. ഓൺ ഗ്രിഡ് ഡേ ടൈം മാത്രം വർക്കിങ്ങും നൈറ്റ് ആവേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ സ്ലീപ്പ് ആകുന്നതുകൊണ്ട് അങ്ങനെ ഒരു നോ ലോഡ് പവറും ഓൺ ഗ്രിഡിൽ അധികം വരാറില്ല. എന്നാലും പ്രൊഡക്ഷൻ വലിയ വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു സാർ. ഒരു കാര്യം സംശയം, സാർ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് നോർത്ത് സൗത്ത് ഡയറക്ഷൻ, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, വെസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷൻ, ഇങ്ങനെ പല ഡയറക്ഷൻസിൽ സോളാർ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ഇപ്പോൾ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഈ ഏത് ഡയറക്ഷനിലാണെങ്കിലും ആപ്ലിക്കബിൾ ആണോ? അതിനകത്ത് എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പറയാം. ഞങ്ങള് സൈറ്റ് സഹിതം ഞാൻ പറയാം. കൂത്താട്ടുകുളത്ത് പൈറ്റക്കുളം മാർബിൾസ് എന്ന് പറയുന്ന ഒരു വലിയ ടൈൽ ഷോപ്പ് ഉണ്ട്. അവിടെ നമ്മളൊരു 30 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കസ്റ്റമറുടെ ബിൽഡിങ്ങും അതിന്റെ എലിവേഷനും അവിടുത്തെ സൺലൈറ്റ് അവൈലബിലിറ്റി ഒക്കെ വെച്ചിട്ട്
കസ്റ്റമർക്ക് റൂഫിന്റെ മുകളിൽ ഒത്തിരി സ്ട്രക്ചർ വർക്ക് ചെയ്ത് സൗത്ത് ആക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം കറക്റ്റ് പടിഞ്ഞാറോട്ട് ഫേസിംഗ് ആയിട്ടാണ് റൂഫ് കിടക്കുന്നത്, വെസ്റ്റ് ഡയറക്ഷൻ ഫേസിങ്. പക്ഷെ സ്ലോപ്പ് കുറവാണ്, ജസ്റ്റ് ഷീറ്റേ കൂടെ വെള്ളം ഒഴുകാനുള്ള ഒരു സ്ലോപ്പ്, ഒരു മാക്സിമം 5 ഡിഗ്രി സ്ലോപ്പേ ഉള്ളൂ. അപ്പൊ ആ വെസ്റ്റ് ഡയറക്ഷനിൽ ഞാൻ ഇട്ടിരിക്കുന്ന ആ പാനലിൽ ഇപ്പോഴും ഇയർലി ആവറേജ് നോക്കിയാൽ നമുക്ക് 4 യൂണിറ്റ് ജനറേഷൻ ഉണ്ട്. നല്ല വെയിലുള്ള ഒരു ദിവസം ആദ്യം അവിടെ 20 കിലോവാട്ട് ആയിരുന്നു. അപ്പൊ നല്ല വെയിലുള്ള ദിവസം നമുക്ക് 98 യൂണിറ്റ് 100 യൂണിറ്റ് വരെ വരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതായത് ഒരു കിലോവാട്ടിൽ 5 യൂണിറ്റ് വരെ. അത് ചില സീസൺ വരുമ്പം ഈ സൗത്ത് ഫേസിംഗ് കിടക്കുന്ന പാനലുകളിൽ 1 കിലോവാട്ടില് 4.5 യൂണിറ്റ് ഉള്ളപ്പം വെസ്റ്റ് ഫേസിംഗ് കിടക്കുന്ന പാനലിൽ ചില സീസണിൽ 5ഉം 5.25 വരും. അപ്പം ഒരു വർഷത്തെ മൊത്തം ആവറേജ് നോക്കുമ്പോൾ 5% താഴെയൊക്കെ പ്രൊഡക്ഷൻ ഡ്രോപ്പ് വേറെ ഡയറക്ഷനിൽ ഇട്ടാലും കാണാറുള്ളൂ. പക്ഷെ പ്രൊവൈഡഡ് ആ സൈറ്റിൽ ത്രൂ ഔട്ട് സൺലൈറ്റ്, അവിടെ ഇപ്പൊ ഞങ്ങളുടെ പാനൽ കിടക്കുന്നത് രാവിലെ 7:30-8 മണി തൊട്ട് വൈകിട്ട് ഒരു 5 മണി വരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു നിഴലും ഇല്ലാതെ പാനലിൽ വെയിൽ വീഴുന്ന സ്ഥലമാണ്. അപ്പം 10 ഡിഗ്രിയിൽ താഴെ ഇൻക്ലിനേഷനിൽ നമ്മൾ ഈസ്റ്റോ വെസ്റ്റോ സൗത്തോ ഈ 3, അതായത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്, ഈ 3 ഡയറക്ഷനിൽ 10 ഡിഗ്രിയിൽ താഴെ സ്ലോപ്പിൽ നമ്മൾ പാനലുകൾ ഇട്ടാല് നമുക്ക് ജനറേഷനിൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഡിഫറൻസ് ഒന്നും കാണില്ല. ഭയങ്കരമായിട്ട് കീനായിട്ട് വാച്ച് ചെയ്താൽ ഒരു 3%, 4% ചിലപ്പോൾ കുറവ് കാണും. എന്നാൽ നോർത്ത്, അതായത് നമ്മൾ നോർമലി ഇടുന്ന സൗത്ത് അല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോർത്ത് ഡയറക്ഷനിൽ പാനലുകൾ ഇട്ടാൽ ഒരല്പം കൂടെ പ്രൊഡക്ഷൻ ഡ്രോപ്പ് വരും. ഒരു 5 തൊട്ട് 7%, 8% വരെയൊക്കെ പ്രൊഡക്ഷൻ ഡ്രോപ്പ് കാണാറുണ്ട്. അതും നോർത്ത് ടിൽറ്റ്, ഇപ്പം ജൂൺ ജൂലൈ ആ സമയത്തൊക്കെ നോർത്ത് ടിൽറ്റാ സൂര്യൻ പോകുന്നത്. ആ സമയത്ത് സൗത്ത് കിടക്കുന്ന പാനലിനേക്കാളും കൂടുതൽ പ്രൊഡക്ഷൻ നോർത്ത് കിടക്കുന്നതിന് കാണും. അപ്പം നോർത്ത് ഡയറക്ഷൻ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ സൗത്ത് അല്ലാത്ത ഏത് ഡയറക്ഷൻ ആണെങ്കിലും നമ്മൾ എപ്പോഴും 10 ഡിഗ്രി താഴെ മെയിൻറ്റെയിൻ ചെയ്താൽ കൂടുതലും നല്ലതായിരിക്കും. താങ്ക് യു സർ. ഹലോ, പറഞ്ഞോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. സാറ് നമ്മളൊരു വെർച്വൽ ബാങ്കിനെ കുറിച്ച് പറഞ്ഞില്ലേ, നമ്മുടെ എക്സ്പോർട്ട് ചെയ്യണത് നമുക്ക് 1 ഇയർ വരെ സേവ് ചെയ്ത് വെക്കാന്നുള്ള ഒരു ഇതില് എനിക്കൊരു അനുഭവം. ഇപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുമ്പോ ഇപ്പൊ എന്റെ ഒരു വീട്ടില് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഈ പ്രാവശ്യം എക്സ്പോർട്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 300 രൂപ അല്ലെങ്കിൽ 350 രൂപ എനിക്ക് ബില്ല് അടയ്ക്കണം, KCBക്ക് അടയ്ക്കേണ്ട ഒരു ഇതാണ്. അങ്ങനെയാണ് ബില്ല് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് എനിക്ക് എക്സ്പോർട്ട് കൂടുതലാണ്. അതായത് എന്റെ ഏകദേശം ഒരു 200-250 യൂണിറ്റ് എനിക്ക് എക്സ്പോർട്ട് ഉണ്ട്. അപ്പൊ ആ ബില്ലിൽ അപ്പൊ കഴിഞ്ഞ മാസത്തെ ഈ 300 അല്ലെങ്കിൽ 350 എന്നുള്ള എമൗണ്ട് കുറച്ചിട്ടാണോ ബില്ല് തരിക, അതോ ആ 350 നമ്മൾ അടയ്ക്കണം, അങ്ങനെയാണോ? അതായത് KCB മനസ്സിലായി. അതായത് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഈ മാസം സോളാർ വെച്ച് കമ്മീഷൻ ചെയ്തു എന്നിരിക്കട്ടെ, അടുത്ത മാസം എനിക്ക് ഉപയോഗം ഉൽപാദനത്തിലും കൂടുതലുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് ബില്ല് വന്നാൽ ആ തുക നമ്മൾ ആ മാസം തന്നെ അടയ്ക്കണം. അതിന് KCB നമുക്ക് നിങ്ങൾക്ക് അടുത്ത മാസം കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇപ്പൊ അടയ്ക്കാതെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് KCB പറയത്തില്ല. അതിപ്പം ഫിക്സഡ് ചാർജ് നമ്മൾ ചിലപ്പം 50 കിലോവാട്ട് വെച്ച സൈറ്റിലെ ഫിക്സഡ് ചാർജ് 500 രൂപ വരുന്നുണ്ടായിരിക്കും. അത് അടച്ചില്ലെങ്കിൽ പോലും KCB ഫ്യൂസ് വരും. അപ്പം അവര് നമുക്ക് ക്രെഡിറ്റ് തരത്തില്ല, നമുക്ക് അവർക്ക് അടയ്ക്കാനുണ്ടെങ്കിൽ അത് അടച്ച് ക്ലിയർ ചെയ്ത് പോകണം. പക്ഷെ നമ്മൾ എക്സ്പോർട്ട് ഇപ്പം വെച്ച് ഈ മാസം 300 യൂണിറ്റ് മിച്ചം ഉണ്ടെന്നിരിക്കട്ടെ, അടുത്ത മാസം 300 യൂണിറ്റ് മിച്ചമുണ്ട്. അങ്ങനെ 600 യൂണിറ്റ് എന്റെ ബാങ്കിൽ കിടക്കുക എന്ന് വെച്ചാൽ KCBയുടെ അക്കൗണ്ടിലെ ബാങ്കിൽ 600 യൂണിറ്റ് കിടപ്പുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ മാസം ഞാനൊരു 500 യൂണിറ്റ് ആ മാസത്തെ ഉൽപാദനത്തിലും കൂടുതൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ അഡ്വാൻസിൽ 600 ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് 500 എടുത്തിട്ട് ബാക്കി 100 നമ്മുടെ ബാങ്കിൽ തന്നെ കാണും. നേരെ തിരിച്ച് പറ്റില്ല, ക്രെഡിറ്റ് എന്ന് പറഞ്ഞ പരിപാടി പറ്റില്ല. ഇല്ലില്ല, KCB നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തരത്തില്ല. നമ്മൾ എല്ലാ മാസവും സെറ്റിൽ ചെയ്ത് പോകണം. നമ്മുടെ നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ചോദ്യം? സാർ, നമുക്ക് TOD മീറ്റർ ആണ് വരുന്നതെങ്കിൽ അന്നത്തെ എങ്ങനെയായിരിക്കും കാൽക്കുലേഷൻ വരിക? TOD മീറ്ററിന് ഇപ്പോഴത്തെ സാഹചര്യത്തില് നോർമൽ രീതിയിൽ തന്നെയാണ് ബില്ലിങ്. ഇപ്പൊ നമ്മൾ കണക്ക് കൂട്ടുന്ന അനുസരിച്ചിട്ട് നോർമൽ ടൈമിൽ ആദ്യം എക്സസ് ഉള്ള യൂണിറ്റ്
നോർമൽ ടൈമിൽ നിന്ന് കുറയ്ക്കും. അതായത് രാവിലെ 8 മണി മുതൽ 6 മണി വരെയുള്ള സമയം, ആ സമയത്തിൽ നിന്ന് കുറയ്ക്കും. വീണ്ടും യൂണിറ്റ് മിച്ചം ഉണ്ടെങ്കിൽ പീക്ക് ടൈമിൽ നിന്ന്, അതായത് വൈകിട്ട് 6 മുതൽ 11 മണി വരെ ഉപയോഗിച്ചതിലെ യൂണിറ്റിൽ നിന്ന് കുറയ്ക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കൊടുത്തത് മിച്ചം ഉണ്ടെങ്കിൽ ഓഫ് പീക്ക് ടൈമിലെ യൂണിറ്റിൽ നിന്ന് കുറയ്ക്കും. അതാണ് ഇപ്പം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയ KSEB ഡ്രാഫ്റ്റ് സർക്കുലർ ഗസറ്റ് പുറത്തിറങ്ങിയായിരുന്നു, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. ആ സർക്കുലർ പ്രകാരം TOD മീറ്ററിംഗ് ഉള്ള കസ്റ്റമർക്ക് ഒരു ടൈം സോണിൽ നിന്ന് വേറൊരു ടൈം സോണിലേക്ക് വൈദ്യുതി എടുത്ത് ഉപയോഗിച്ചാൽ, എന്ന് പറഞ്ഞാൽ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമുക്ക് വൈകിട്ട് ഉള്ള സോണിലേക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നാൽ അവരൊരു, എനിക്ക് തോന്നുന്നു 5% ആണെന്ന് തോന്നുന്നു, ബാങ്കിങ് ചാർജ് നിന്ന് പറഞ്ഞ് ഒരു പെർസെൻറ്റേജ് അവർ കട്ട് ചെയ്യുന്നുണ്ട്. അത് കട്ട് 100 യൂണിറ്റ് കൊടുത്താൽ 95 നമുക്ക് കുറച്ച് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു പെർസെൻറ്റേജ് കട്ട് ചെയ്തിട്ടാണ് മറ്റിടത്ത് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ വേറൊരു ഫാക്ടർ കൂടെ ഉണ്ട്. TODയിൽ വരുമ്പോൾ ഇതിനെ നോർമലൈസ് ചെയ്യും. അതായത് റേറ്റ് വെച്ചിട്ട് TOD ബില്ലിങ്ങിലെ റേറ്റ് വ്യത്യാസം ഉണ്ടല്ലോ. നോർമൽ ടൈമിൽ ഏതാണ്ട് 5 രൂപ 75 പൈസയും അതിന്റെ 25% കൂടുതൽ പീക്ക് ടൈമിലും അതിന്റെ 25% കുറവ് ഓഫ് പീക്ക് ടൈമിലും ആണല്ലോ. അപ്പൊ നോർമൽ ടൈമിൽ 125 യൂണിറ്റ് നമ്മൾ ലൈനിലേക്ക് കൊടുത്താൽ അത് പീക്ക് ടൈമിലെ യൂണിറ്റിൽ നിന്നാണ് കുറയ്ക്കുന്നതെങ്കിൽ 100 എണ്ണേ കുറയ്ക്കത്തുള്ളൂ. ഓഫ് പീക്കിലെ യൂണിറ്റിൽ നിന്നാണ് കുറയ്ക്കുന്നതെങ്കിൽ 100 യൂണിറ്റ് കൊടുത്താൽ മതി, 125 കുറയ്ക്കും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പുതിയ വരാൻ പോകുന്ന ഡ്രാഫ്റ്റിൽ ഉണ്ടെന്ന് കേൾക്കുന്നു. അത് വരുന്ന അനുസരിച്ചിട്ടേ നമുക്ക് അറിയാൻ പറ്റൂ. കിട്ടുന്നത് കറക്റ്റ് വോയിസ് ബ്രേക്ക് ആയി പോയി, ഒന്നുകൂടെ ചോദിക്കാമോ? എക്സ്പോർട്ടിന് KSEB പെർ യൂണിറ്റ് എത്ര രൂപയാണ് തരുന്നത്? അത് ഓരോ വർഷവും കേരളത്തിന് വെളിയിൽ നിന്ന് KSEB വാങ്ങുന്ന വൈദ്യുതിയുടെ ആവറേജ് തുകയാണ് അവർ തരുന്നത്. കഴിഞ്ഞ വർഷം 2 രൂപ 85 പൈസയായിരുന്നു കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഇന്നലെയോ മിനിങ്ങാന്നോ KSEB അവരുടെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം 2 രൂപ 94 പൈസയോ മറ്റാണ് ഒരു യൂണിറ്റിന് അവർ കൊടുക്കുന്നത്. ഹലോ ഹലോ ചോദിച്ചോ. ഹലോ, ഈ മോണോപാർക്ക് പാനൽ ഏതാണ് നല്ലത് ഇപ്പൊ കേരളത്തിൽ കിട്ടുന്നതിൽ? കണ്ണൻ സാറെ, ബ്രാൻഡുകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സോളാർ ഇൻവേർട്ടറുകളെ പാനലുകളെ പറ്റി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങട്ടെ. മാർക്കറ്റില് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നല്ലോ, ക്വസ്റ്റ്യനകത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻവേർട്ടറുകളെ പറ്റി. ഇപ്പൊ പാനലിനെ പറ്റി ചോദിച്ചതുകൊണ്ട് ഞാൻ പാനലും ഇൻവേർട്ടറും അടക്കം പറയാം. ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് 2-3 സെഗ്മെന്റ് ആയിട്ട് ഞാൻ തിരിച്ചു പറയാം. ഒരു വോയിസ് വരുന്നുണ്ടല്ലോ. ഓക്കെ, ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കേട്ട് പരിചയമുള്ള ഒത്തിരി പേരുകളുള്ള പാനലുകളുണ്ട്. അതായത് ലുമിനസ്, സുകാമ്, വി-ഗാർഡ്, ഹാവൽസ്, അല്ലെങ്കിൽ കിർലോസ്കർ, ഇങ്ങനെ നമ്മൾ കേട്ട് പരിചയമുള്ള കുറെ ബ്രാൻഡുകളുടെ പാനലുകളുണ്ട്. പക്ഷെ അതിന്റെ ഒരു കണക്ക് നമ്മൾ നോക്കിയാൽ ഇതിലൊരു 90% കമ്പനികളും അവർക്ക് മാനുഫാക്ചറിങ് ഇല്ല പാനലുകളുടെ. അവര് വേറെ ഏതെങ്കിലും ഒരു നല്ല പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് പാനൽ ഇത്ര ക്വാണ്ടിറ്റി വീതം പർച്ചേസ് ചെയ്തിട്ട് അവരുടെ പേരിൽ ബ്രാൻഡ് ചെയ്ത് സ്റ്റിക്കർ ലേബിൾ ചെയ്ത് വരുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പം അങ്ങനെയുള്ള നമ്മൾ കേട്ടുകേൾവിയുള്ള മിക്ക ബ്രാൻഡുകൾ എടുത്താലും അവർ ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട് 2-3 വർഷമേ ആയുള്ളൂ. സോളാർ ഇൻഡസ്ട്രിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് കണ്ടിട്ട് അതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് അവരൊക്കെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിരിക്കുന്നതാണ്. സക്സസ് ആണെന്ന് കണ്ടാൽ അവർ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ ആ സെഗ്മെന്റ് അവർക്ക് അത്ര സക്സസ് അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നാളെ വൈൻഡപ്പ് ചെയ്തിട്ട് പോകും. അപ്പം ഇനി രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് യഥാർത്ഥ സോളാർ പാനൽ മാനുഫാക്ചേഴ്സ്. ഇപ്പം ടോപ്പ് 10 സോളാർ പാനൽ മാനുഫാക്ചേഴ്സ് ഇൻ ഇന്ത്യ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ കൃത്യമായ മാനുഫാക്ചേഴ്സിനെ കിട്ടും. അതിലെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാനുഫാക്ചറിങ് കപ്പാസിറ്റിയിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് എനിക്ക് തോന്നുന്നു വാരിയാണെന്ന് തോന്നുന്നു, വാരി സോളാർ. അതുപോലെ വാരി കഴിഞ്ഞാൽ അദാനി ഉണ്ട്, അതുപോലെ വിക്രം സോളാർ ഉണ്ട്. അദാനി 2-3 വർഷം ആയുള്ളൂ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട്, പക്ഷെ എന്നാലും അവര് നല്ലൊരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി അവർക്കുണ്ട്. അതുപോലെ ടാറ്റ സോളാർ ഉണ്ട്, മൈക്രോസൺ ഉണ്ട്, MV ഉണ്ട്, ഗോൾഡി ഗ്രീൻ ഉണ്ട്, അതുപോലെ HHV ഉണ്ട്, റിനേസിസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്.
അപ്പം ഇതൊക്കെയാണ് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ബ്രാൻഡുകൾ, പ്രധാനപ്പെട്ട ഇന്ത്യൻ കമ്പനികളുടെ പാനലുകൾ. ഇവയ്ക്കെല്ലാം പോളിക്രിസ്റ്റലൈൻ പാനലുകളും മോണോക്രിസ്റ്റലൈൻ പാനലുകളും ഉണ്ട്. ഇതിനകത്തൊരു അത്ഭുതം എന്തെന്ന് പറഞ്ഞാൽ, അറിയാമല്ലോ പാനലുകളുടെ മിക്കത് ഒരു 90% പാനലുകളുടെയും സ്റ്റാൻഡേർഡ് വാറണ്ടി 10 ഇയർ പ്രൊഡക്റ്റ് വാറണ്ടി, 25 ഇയർ പെർഫോമൻസ് വാറണ്ടിയുമാണ്. നമ്മൾ പറയുമ്പോൾ എല്ലാവരോടും സാറേ ഇത് 25 വർഷം വാറണ്ടിയാണെന്നും പറഞ്ഞ് ഓർഡർ എടുക്കുന്നു. പക്ഷേ അതിനകത്ത് തന്നെ ഒരു ട്രിക്ക് കിടപ്പുണ്ട്. അതായത് പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ഡിഫക്റ്റിന് ഈ കമ്പനി 10 ഇയറെ വാറണ്ടി തരുന്നുള്ളൂ. അപ്പം 11ാം വർഷമോ 15ാം വർഷമോ ഒരു കംപ്ലൈന്റ് വന്നാല് നമ്മൾ പെർഫോമൻസ് കുറവാണെന്ന് പറഞ്ഞ് വാറണ്ടി ക്ലെയിമിന് പോയാൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. മാനുഫാക്ചറിങ് ഡിഫക്റ്റിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് കമ്പനി ചിലപ്പോൾ അങ്ങ് പറയും. അവിടെ തീരാനുള്ളതേ ഉള്ളൂ. മാനുഫാക്ചറിങ് വാറണ്ടി 10 ഇയറേ ഉള്ളായിരുന്നു. അപ്പം അത് അങ്ങനെ ഒരു സംഭവം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ പാനലുകൾ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ക്രെഡിബിലിറ്റി എത്ര വർഷമായിട്ട് ഈ പ്രൊഡക്ഷൻ ലൈനപ്പിൽ ഉണ്ടെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇന്ത്യൻ ബ്രാൻഡുകൾ ഒരു നല്ല അഗ്രസീവ് കപ്പാസിറ്റിയില് മാനുഫാക്ചറിങ് തുടങ്ങിയ ബ്രാൻഡുകൾ എടുത്ത് നോക്കിയാൽ വിരലെണ്ണാവുന്ന കമ്പനികളേ ഉള്ളൂ. അവരൊക്കെയും അഗ്രസീവായിട്ട് ഒരു 1 ജിഗാവാട്ട് ഇയർലി വെച്ചിട്ടൊക്കെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് 4-5 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ 12 വർഷവും മാക്സിമം 12 വർഷം 15 വർഷമൊക്കെ അഗ്രസീവ് എക്സ്പീരിയൻസ് കാണും അവരുടെ ടോട്ടൽ കോർപ്പറേറ്റ് കമ്പനിക്ക്. എന്നാലും ഈ 20-25 വർഷമൊന്നും എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളൊന്നും ഇന്ത്യയിൽ സോളാർ സെഗ്മെന്റിൽ നല്ല കമ്പനികളില്ല. ടാറ്റ പക്ഷെ കുറെ പണ്ട് തൊട്ടൊക്കെ ഈ സോളാർ മാനുഫാക്ചറിങ്ങിലും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ പ്രോഡക്റ്റുകൾ. അപ്പം അതാണ് ഒരു ഇന്ത്യൻ ബ്രാൻഡുകളുടെ ഒരു സെഗ്മെന്റ് പറഞ്ഞാൽ. ഇനി ഇന്ത്യൻ ബ്രാൻഡുകളുടെ വേറൊരു കുഴപ്പം കൂടെ ഞാൻ പറയാം. നമ്മൾ ഇന്ത്യക്കാരാണ്, സാധിക്കുന്നിടത്തോളം ഇന്ത്യനെ വളർത്തുകയും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മിക്ക ഇന്ത്യൻ ബ്രാൻഡുകളും ഒരു 3-4 കൊല്ലം ഒക്കെ കഴിയുമ്പോൾ, നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ വിവരം ചിലപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ. അവിടെ ഒരു ബ്രാൻഡിന്റെ പാനൽ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരു പാനല് അവര് 4 വർഷം 5 വർഷം ആയപ്പം 40% ഉൽപാദനം കുറഞ്ഞു, ഡീഗ്രഡേഷൻ ആയിപ്പോയി. കമ്പനിയുടെ വാറണ്ടി പ്രകാരം 24ാം വർഷവും 80% പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ടാവും. 4 വർഷം ആയപ്പോഴേ 60% പ്രൊഡക്ഷനേ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വേറൊരു ഫാക്ടർ, നമ്മുടെ ഇൻസ്റ്റലേഷനിലെ ക്വാളിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇൻസ്റ്റലേഷൻ, സോളാർ ഇൻസ്റ്റലേഷനിൽ ഒരു 80-90% ആളുകളും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക്, അത് വളരെ ശ്രദ്ധിച്ച് എല്ലാവരും കേട്ടോണം. സോളാർ പാനലിനുള്ളിലിരിക്കുന്ന സെല്ലുകൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ പപ്പടം പോലത്തെ സാധനമാണ്. നമ്മൾ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഞെക്കിയാൽ പൊടിഞ്ഞു പോകുന്ന സാധനമാണ്. അപ്പം സോളാർ പാനലുകളുടെ ഹാൻഡിലിങ്, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ വളരെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യണം. നമ്മൾ പാനൽ കാണുമ്പോഴും തട്ടുമ്പോഴും മുട്ടുമ്പോഴും കുഴപ്പമില്ലെന്നും പറഞ്ഞ് അങ്ങനെ ഹാൻഡിൽ ചെയ്യരുത്. പാനലിൽ നമ്മൾ ശക്തിയായി ഒന്ന് കൈ അമർത്തുവോ, പാനലിൽ എന്തെങ്കിലും ഒന്ന് ഇടിക്കുവോ, അല്ലെങ്കിൽ നമ്മൾ നട്ടോ ബോൾട്ടോ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ ഫാബ്രിക്കേറ്റർ പാനലിൽ ചവിട്ടുവോ, പാനലിൽ കൂടെ നടക്കുകയോ ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ടും ആ പാനലിന് ഡാമേജ് ഉണ്ടാവും. നമുക്ക് അന്നേരം അറിയാൻ പറ്റില്ല. 3 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോൾ സെല്ലുകൾ വിണ്ട് വൈറ്റ് കളറിൽ ഇങ്ങനെ വരും. മൈക്രോ ക്രാക്ക് എന്ന് പറയും. ആ പാനലില് മൈക്രോ ക്രാക്ക് ഉണ്ടാവും. അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒരു പാനൽ ഒരാൾ തന്നെ എടുക്കുന്ന പോലും തെറ്റാന്നാ പറയുന്നത്. കൃത്യമായിട്ട് 2 സൈഡിലും പിടിച്ച് 2 പേരെ എടുക്കാവുള്ളൂ. കാരണം സ്ട്രെങ്ത് കുറവുള്ള ബ്രാൻഡുകളുടെ കുഴപ്പം, ചില പാനലുകളുടെ ഫ്രെയിമിന് സ്ട്രെങ്ത് കുറവാണ്. അത് നമ്മൾ ഒരാൾ പൊക്കിയാൽ ഒരു സൈഡ് ഇങ്ങനെ വളഞ്ഞു വരും. അപ്പൊ അങ്ങനെ പാനൽ ബെൻഡ് ആയാൽ പോലും ആ പാനലിനകത്ത് സെല്ലിന് മൈക്രോ ക്രാക്കിന് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് 2 പേരെ എപ്പോഴും എടുക്കാവുള്ളതെന്നാണ് പറയുന്നത്, 2 സൈഡിൽ പിടിച്ച്. അതുപോലെ അതിൽ ചവിട്ടാതെ സൂക്ഷിക്കണം, അതിൽ പ്രഷർ ഒന്നും കൊടുക്കാതെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഒരു മൂന്നാമതൊരു പാനലിന്റെ സെഗ്മെന്റ് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ബ്രാൻഡുകളാണ്, ഇന്റർനാഷണൽ ബ്രാൻഡ്സ്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വേൾഡ്സ് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് സോളാർ പാനൽ മാനുഫാക്ചേഴ്സ് ഇൻ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാനൽ മാനുഫാക്ചേഴ്സ് അല്ലെ ടോപ്പ് 10 മാനുഫാക്ചേഴ്സ് എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ കാണുന്നത് JA സോളാർ, കനേഡിയൻ സോളാർ, ട്രിന, ഹാൻവ, ക്യൂസെല്, യിങ്ലി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്രാൻഡുകളാണ്. മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഒരു 90% കമ്പനികളും ചൈനീസ് ആണ്. മാനുഫാക്ചറിങ് കപ്പാസിറ്റിയിൽ വേൾഡിലെ ടോപ്പായിട്ടുള്ള കമ്പനികൾ ഇതൊക്കെയാണ്. ഇനി ഇതിനകത്ത് തന്നെ ഇന്റർനാഷണൽ മൊഡ്യൂൾസിലെ കുറച്ച് പ്രീമിയം സെഗ്മെന്റ് എന്നറിയപ്പെടുന്ന ചില ബ്രാൻഡുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ
സോളാർ പാനൽ സെഗ്മെന്റിൽ കുറച്ച് ക്വാളിറ്റി കൊണ്ടും അവരുടെ വാറന്റി ടേംസ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും അല്ലെങ്കിൽ ഫീൽഡിലെ എക്സ്പീരിയൻസ് കൊണ്ടും ഒക്കെ കുറച്ച് പ്രീമിയം എന്നറിയപ്പെടുന്ന ചില ബ്രാൻഡുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ REC സിംഗപ്പൂരാണ്, അതുപോലെ സൺ പവർ US ബ്രാൻഡാണ്, അതുപോലെ LGയുടെ പാനലുണ്ട്, അതുപോലെ മിസ്തുബിഷി ഇപ്പം പ്രൊഡക്ഷൻ അത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല, അതുപോലെ പാനാസോണിക്കിന്റെ H80 എന്ന് പറയുന്ന ഒരു സീരീസ്, അതൊരു പ്രീമിയം സെഗ്മെന്റ് മൊഡ്യൂളാണ്. പാനാസോണിക്കും ഇപ്പൊ ഇന്ത്യൻ മാനുഫാക്ചേർഡ് പാനലുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് പക്ഷേ ഞാൻ കണ്ടിട്ട് ഒരു ഇന്റർനാഷണൽ പ്രോഡക്റ്റുകളുടെ ഒരു ക്വാളിറ്റി അങ്ങോട്ട് അത്ര തോന്നുന്നില്ല. പക്ഷെ എന്നാൽ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ നല്ലതാണെന്ന് മാർക്കറ്റിൽ നിന്ന് കേൾക്കുന്നു. അപ്പം ഈ പറഞ്ഞ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞൊക്കെയാണ്. അപ്പൊ ആ പ്രീമിയം സെഗ്മെന്റിലുള്ള ബ്രാൻഡുകൾ, ചില ബ്രാൻഡുകൾക്ക് പ്രൊഡക്റ്റ് വാറണ്ടിയും പെർഫോമൻസ് വാറണ്ടിയും രണ്ടും 25 വർഷമുണ്ട്. ഉദാഹരണം സൺ പവറും LGയുടെ പാനലും രണ്ടിനും പ്രൊഡക്റ്റ് വാറണ്ടിയും പെർഫോമൻസ് വാറണ്ടിയും 25 ഇയർ ഉണ്ട്. എന്നാൽ അതുപോലെ RECയുടെ പാനലുകൾക്ക് പ്രൊഡക്റ്റ് വാറണ്ടിയും പെർഫോമൻസ് വാറണ്ടിയും രണ്ടും 20 വർഷം. REC സർട്ടിഫൈഡ് ഇൻസ്റ്റാളർ ആണ് ചെയ്യുന്നതെങ്കിൽ 25 വർഷം രണ്ടിനും പ്രൊഡക്റ്റ് വാറണ്ടിയും പെർഫോമൻസ് വാറണ്ടിയും ഉണ്ട്. ആ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങളൊന്ന് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഏതെങ്കിലും ഒരു ബ്രാൻഡുമായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ട് അതിന്റെ ഫ്രെയിമിന്റെ തിക്നെസ്, അതിന്റെ ഒരു മൊഡ്യൂളിന്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഒരു പടി മുന്നിലാണ്. വളരെ ഡിഫറൻസ് നമുക്ക് ആ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലുണ്ട്. നമ്മൾ ചൈനീസ് എന്ന് പറയുമ്പം ജനറലായിട്ട് നമുക്കൊരു തോട്ടുണ്ട് അഴുക്ക് അല്ലെ ക്വാളിറ്റി ഇല്ലാതെ. ഒരു നല്ല ചൈനീസ് മൊഡ്യൂള് എടുത്തു വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഈ പറഞ്ഞ ട്രിനെ ആട്ടെ, കനേഡിയൻ ആട്ടെ, പാനാസോണിക് ആട്ടെ, സൺപവർ ആട്ടെ, ഇതെല്ലാം ചൈനയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിലേതെങ്കിലും ഒരു ബ്രാൻഡ് ഒരു ഇന്ത്യൻ മൊഡ്യൂളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ക്വാളിറ്റിയിൽ നമുക്ക് നല്ല ഡിഫറൻസ് കാണുവാൻ സാധിക്കും. എന്നാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ബ്രാൻഡുകളൊക്കെ 2-3 ജിഗാവാട്ട് വരെയൊക്കെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്തിയത് കൊണ്ട് ക്വാളിറ്റിയിൽ അവരൊക്കെ കടപിടിക്കുന്നുണ്ട്. ഈ ബ്ലൂംബർഗിന്റെ റേറ്റിംഗ് അല്ലെങ്കിൽ മറ്റേ GNVDL എന്ന് പറയുന്ന ഒരു സോളാർ ഇതുണ്ട്, സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ സർട്ടിഫിക്കേഷനിൽ ഒക്കെ ഇന്ത്യയിൽ നിന്നും 4-5 ബ്രാൻഡുകളൊക്കെ കയറി പറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ ക്വാളിറ്റി ആയി വരുന്നു. ഇന്ത്യൻ മൊഡ്യൂളുകളും ബെറ്റർ ആയി ക്വാളിറ്റി ആയി വരുന്നുണ്ട്. ഇനി ഒരു നമ്മൾ ഇൻവേർട്ടേഴ്സ്, ഗ്രിഡ് ഇൻവേർട്ടറുകളെ പറ്റി കൂടി പറഞ്ഞു പോകും. ഈ ഗ്രിഡ് ഇൻവേർട്ടറുകൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. ഗ്രിഡ് ഇൻവേർട്ടറുകൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് ഒന്നും തന്നെ ഇല്ല. വളരെ വിരലെണ്ണാവുന്ന 1-2 ബ്രാൻഡുകൾ അസംബ്ലിങ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു 90 അല്ലെ 99% ചൈനയിൽ നിന്നും അല്ലെ ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും വരുന്ന പ്രോഡക്റ്റുകളാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഗ്രിഡ് ഇൻവേർട്ടേഴ്സ്. അതിന്റെ ബ്രാൻഡുകളെ പറ്റി പറഞ്ഞാൽ അതിനകത്തും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കിർലോസ്കർ, ഹാവൽസ്, ലുമിനസ്, ഇങ്ങനെ നമ്മൾ കേട്ടുകേൾവിയുള്ള ബ്രാൻഡുകളുണ്ട്. പക്ഷെ അതൊന്നും അവരുടെ പ്രൊഡക്റ്റ് അല്ല. അവര് ഓരോ ബ്രാൻഡുകൾ, ഇപ്പം ഹാവൽസ് ആണെങ്കിൽ സോഫാറിന്റെ ഇൻവേർട്ടർ അല്ല, ഹാവൽസ് സോഫാറിന്റെ ഇൻവേർട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കിർലോസ്കർ ഗ്രോവാട്ടിന്റെ ഇൻവേർട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പോളിക്യാബ്, ലുമിനസ്, ഇവർ രണ്ടുപേരും സോളിസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഇൻവേർട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ അവര് പേരിൽ നെയിം ചെയ്ത് OEM ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് വരുന്നത് മാത്രം. അപ്പം നമ്മള് കേൾവി വെച്ചിട്ട് ആ പ്രൊഡക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ബ്രാൻഡ്, ഇവർ യൂസ് ചെയ്യാൻ പോകുന്ന ബ്രാൻഡ് അത് ഏതിന്റെ പ്രൊഡക്റ്റ് ആണ് എന്നാണ്. എന്തോ ഹലോ ABB അവരുടെ ഓൺ മാനുഫാക്ചർഡ് ഇൻവേർട്ടേഴ്സിന്റെ സെഗ്മെന്റ് ഞാൻ രണ്ടാമോ പറയാം. ഞാൻ അത് പറഞ്ഞു വരുവാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കേട്ടുകേൾവിയുള്ള നമ്മുടെ ഒരു നോർമൽ ഇന്ത്യൻ ബ്രാൻഡുകൾ പലതും ഇങ്ങനെയുള്ള ബ്രാൻഡുകളാണ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതൊന്നും അഴുക്കാണെന്നല്ല കേട്ടോ. ഈ പറഞ്ഞ സോഫാർ ആകട്ടെ, ഗുഡ്ബി ആകട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻവേർട്ടേഴ്സ്, അല്ലെങ്കിൽ ഈ ലുമിനസോ പോളിക്യാബൊക്കെ ഉപയോഗിക്കുന്ന നല്ല ഇൻവേർട്ടേഴ്സ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ്. ഇവരുടെ നെയിമിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇനി രണ്ടാമതൊരു സെഗ്മെന്റ്, അത് ഒരു 90% ചൈനീസ് മെയ്ഡ് തന്നെയാണ്. ഇനി രണ്ടാമതൊരു സെഗ്മെന്റ് ഓൺ ബ്രാൻഡിൽ തന്നെ വരുന്ന ഇൻവേർട്ടേഴ്സ് ആണ്. ഈ കമ്പനിയുടെ പേരിൽ തന്നെ നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ഇൻവേർട്ടേഴ്സ്. അതില് നമ്മള് പ്രീമിയം സെഗ്മെന്റ് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ഒരു
ഇച്ചിരി വില കൂടി നിൽക്കുന്ന ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള ഇൻവെർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഫ്രോണിയസും SMAയും ആണുള്ളത്. ഫ്രോണിയസ് ഓസ്ട്രിയ മെയ്ഡാണ്. അതുപോലെ ഇതൊക്കെ എൻ്റെ അറിവുകളും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. അല്പസ്വല്പം ചില വ്യത്യാസങ്ങൾ കാണും. ഒരിക്കലും ഞാനൊരു ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനോ ആ രീതിയിൽ ഞാൻ ശ്രമിക്കുന്നില്ല കേട്ടോ. മാക്സിമം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുവാണ്. ABBനെ പറ്റി പറയാം. അപ്പം ഫ്രോണിയസ്, അതുപോലെ SMA. ഫ്രോണിയസ് ഓസ്ട്രിയ മെയ്ഡാണ്, യൂറോപ്യൻ ബ്രാൻഡാണ്. അതുപോലെ SMA ജർമ്മൻ മെയ്ഡാണ്. SMAയുടെ സോളിഡ് ക്യൂ എന്ന് പറയുന്ന ഒരു 50 കിലോവാട്ടിന്റെ ഇൻവെർട്ടർ ഉണ്ട്, അത് ചൈനീസ് മെയ്ഡാണ്. ബാക്കി SMAയുടെ മിക്ക ഇൻവെർട്ടേഴ്സും ജർമ്മൻ മെയ്ഡാണ്. അതുപോലെ ABBയുടെ ഇൻവെർട്ടറുകൾ ഇറ്റലിയാണ്, മെയ്ഡ് ഇൻ ഇറ്റലിയാണ് ABBയുടെ മിക്ക ഇൻവെർട്ടേഴ്സും. എന്നാൽ ABBയുടെ ഗ്രിഡ് സ്ട്രിങ് ഇൻവെർട്ടർ മാനുഫാക്ചറിങ് അവർ ശരിക്ക് ഫിമർ എന്ന് പറയുന്ന ഒരു കമ്പനി, ഈ പറഞ്ഞ ഫിമർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ടേക്ക് ഓവർ ചെയ്തു മുഴുവനായിട്ട്. അപ്പം പക്ഷെ ഇപ്പോഴും ABBയുടെ നെയിമിൽ തന്നെയാണ് വരുന്നത്. ഇനി മുന്നോട്ട് വരുമ്പോൾ ബ്രാൻഡിന്റെ പേര് മാറുമോ എന്ന് അറിയാൻ മേല. ABB കമ്പനി എൻറ്റയർലി ഗ്രിഡ് ഇൻവെർട്ടർ സെഗ്മെന്റ് വിട്ടിട്ട് അത് ഫിമറിന് ഏൽപ്പിച്ചു. അപ്പം ആ പേരിലാണ് ABBയുടെ ഇൻവെർട്ടേഴ്സ് ഉള്ളത്. അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കാറുള്ള ഇൻവെർട്ടേഴ്സ്, ഇപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഏറ്റവും റീസെന്റ് 20 മെഗാവാട്ട് ചെയ്ത ഗുഡ്ബിയുടെ ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട്. അപ്പം ഗുഡ്ബി എന്ന് പറയുന്നത് ചൈനീസ് മെയ്ഡാണ്. അതുപോലെ സോളിസ്, ഈ സോളിസിന്റെ ഇൻവെർട്ടർ ആണ് പോളിക്യാബിൾ ലുമിനസും ഒക്കെ ഉപയോഗിക്കുന്നത്. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഞങ്ങളുടെ പ്രൊജക്ടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻവെർട്ടർ ആണത്. പെർഫോമൻസും കംപ്ലൈന്റ് കുറവാണ്. അതുപോലെ സെവർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, സെവർ ഈ പറഞ്ഞ ജർമ്മൻ കമ്പനിയായ SMAയുടെ പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം അവര് SMA ഈ പറഞ്ഞ പോലെ സെവറിന്റെ ഷെയർ വിട്ടു. ഇപ്പൊ സെവർ എന്ന് പറയുന്ന ബ്രാൻഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ സോഫാർ ഞാൻ പറഞ്ഞല്ലേ. പിന്നെ ഗ്രോവാട്ട്, K-Star, UTL. അങ്ങനെ UTLും അവരുടെ മാനുഫാക്ചർഡ് ഇൻവെർട്ടർ ആണെന്ന് തോന്നുന്നില്ല കേട്ടോ, OEM ചെയ്ത് വരുന്ന ഒരു സെഗ്മെന്റ് ആണ്. അരുണും വന്നിട്ടുണ്ട്, നമുക്ക് അവരെ കൂടെ ഒന്ന് വെൽക്കം ചെയ്തേക്കാം. ഓക്കെ, ഞാനിപ്പം സോളാർ എഡ്ജിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു. സോളാർ എഡ്ജിനെ പറ്റി പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞില്ല. കുഴപ്പമില്ല, രാഹുലിനും അവർക്കറിയാം, അവർ പറഞ്ഞോട്ടെ. ഓക്കെ, അരുൺ, രാഹുൽ ഓക്കെ ആണോ? ടിൻസു കണ്ടിന്യൂ ചെയ്യട്ടെ, ആ ഫ്ലോയിൽ അങ്ങ് പോട്ടെ. അല്ല, ഞാനത് നിങ്ങളൊന്ന് വന്ന് വെൽക്കം ചെയ്തിട്ട് ഇത് ചെയ്തേക്കാം. ഒന്ന് വീഡിയോ ഓൺ ചെയ്തേക്കാവോ? ഓക്കെ, കാണാം രാഹുൽ. അപ്പം നമ്മുടെ ഈ സെഷനിലേക്ക് രാഹുലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. രാഹുലിന് പുതിയ കുറച്ച് പേരോട് വന്നിട്ടുണ്ട്, അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തേക്കാം. രാഹുൽ റിം സോളാറിന്റെ പ്രൊപ്പറേറ്റർ ആണ്. നിങ്ങൾക്ക് സോളാറിന്റെ എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും രാഹുലിന്റെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ലാസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് രാഹുൽ ഒന്ന് കൊടുത്താൽ മതി പ്രൊഡക്റ്റിനെ സംബന്ധിച്ച്. ഓക്കെ, ഞാൻ പിന്നീട് അത് വരുമ്പോ അതിനകത്തേക്ക് നമുക്ക് കിടക്കാം. അരുൺ, താങ്ക് യു രാഹുൽ. അരുൺ ഒന്ന് വീഡിയോ ഞാൻ ആക്ച്വലി സൈറ്റിലാണ്. ഓക്കെ, ഞാനൊന്ന് സ്പോട്ടിൽ എഡിറ്റ് ചെയ്തോട്ടെ. ഇവിടെ ഒരു അർജന്റ് വർക്ക് ഉണ്ടായിരുന്നു, അപ്പൊ അതിനു വേണ്ടിയാണെങ്കിൽ ഇന്ന് വന്നേ. അപ്പം നമ്മുടെ സെഷനിലേക്ക് അരുണിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അരുൺ ഇലക്ട്രിക് എനർജി സൊല്യൂഷന്റെ ഒരു സ്ഥാപനം നടത്തുന്നു, തിരുവല്ലയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോളാർ ഫീൽഡിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടറാണ്. ഏതൊരു പ്രോഡക്റ്റും അത് സർവീസ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ അരുണിന് നല്ല ബിഹേവിയർ ആണ്. ഓക്കെ അരുൺ, ടിൻഷു കണ്ടിന്യൂ ചെയ്തോളൂ. അരുണ്, രാവിലെ നമ്മളിപ്പോ ഇത്ര നേരം സോളാർ പാനലുകളുടെ ജനറേഷനെ പറ്റി സംസാരിച്ചു. സോളാർ പാനൽ മാർക്കറ്റിൽ അവൈലബിൾ മെയിൻ ബ്രാൻഡുകളെ പറ്റി, അതുപോലെ ഗ്രിഡ് ഇൻവെർട്ടറുകളെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറെയൊക്കെ കേൾക്കണ്ടായി, ഞാനൊന്ന് നെറ്റ് ഒന്ന് സ്റ്റേബിൾ ഓക്കെ, മെയിൻ ആയിട്ടുള്ള ബ്രാൻഡുകളെല്ലാം നമ്മളിപ്പോ ഏകദേശം പറഞ്ഞു. ഇനി സോളാർ എഡ്ജ് എന്ന് പറയുന്ന ഒരു ഇൻവെർട്ടറിനെ പറ്റി പ്രത്യേക ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും സ്ട്രിങ് ഇൻവെർട്ടർ അല്ല. ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് 3-4 രീതിയിൽ തിരിക്കുന്നുണ്ട്. ഒന്ന് മൈക്രോ ഇൻവെർട്ടർ എന്ന് പറയും.
ഒന്ന് എനിക്ക് ഫോണിലെ സോറി കേട്ടോ കോൾ വരുന്നത് ഇടയ്ക്ക് കട്ടായി പോകും. മൈക്രോ ഇൻവേർട്ടർ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. അത് ഒരു പാനലിന് ഒരു ഇൻവേർട്ടർ വെച്ചിട്ട് ആ DC-നെ AC ആക്കി നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. അതാണ് മൈക്രോ ഇൻവേർട്ടേഴ്സ്. പിന്നെ സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ ESMA, പോളിക്യാബ്, ഹാവൽസ് അല്ലെങ്കിൽ ഫ്രോണിയസ്, ABB പോലുള്ള ബ്രാൻഡുകൾ. ഇതെല്ലാം സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് ആണ്. ഇനി ഒരു സ്ട്രിങ് ഇൻവേർട്ടറിൽ തന്നെ സെൻട്രൽ ഇൻവേർട്ടർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അത് സ്ട്രിങ് ഇൻവേർട്ടർ അല്ല, വലിയ കപ്പാസിറ്റി, ഒരു 1 മെഗാവാട്ടിന്റെ പ്രൊജക്ട്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സിംഗിൾ ഇൻവേർട്ടേഴ്സ് ഉണ്ട്. 1 മെഗാവാട്ട്, 2 മെഗാവാട്ട്, 500 കിലോവാട്ട്, അത്തരത്തിൻ്റെയൊക്കെ സിംഗിൾ ഇൻവേർട്ടേഴ്സ് ഉണ്ട്. അതിനെ സെൻട്രൽ ഇൻവേർട്ടർ എന്ന് പറയും. അതുപോലെ ഈ പവർ ഒപ്റ്റിമൈസർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവേർട്ടറുകളുണ്ട്. അതായത് ഒരു പാനലിൽ ഒരു ചാർജ് കൺട്രോളർ വെച്ചിട്ട് ആ ചാർജ് കൺട്രോളറിൽ നിന്നുള്ള കണക്ഷൻ അടുത്ത പാനലിൽ കൊടുത്തിട്ട് അത് കണക്ട് ചെയ്ത് ചെയ്യുന്ന ഒരു രീതി. ഇത് പവർ ഒപ്റ്റിമൈസർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജിയിൽ ഉള്ള ഒരു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഒരു ബ്രാൻഡാണ് സോളാർ എഡ്ജ് എന്ന് പറയും. അത് ഇസ്രായേലി മെയ്ഡ് ഇൻവേർട്ടർ ആണ്. ആ ഇൻവേർട്ടർ വോയിസ് വരുന്നുണ്ട്, സംസാരിക്കുന്നവരൊന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. അപ്പം ആ ഇൻവേർട്ടറുകള് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, ചെറിയ കപ്പാസിറ്റികളിൽ ഒരു പാനലിന് ഒരു ചാർജ് കൺട്രോളർ വെച്ചിട്ടുള്ള രീതിയുണ്ട്. എന്നാൽ വലിയ കപ്പാസിറ്റികളിൽ 2 പാനലിന് ഒരു ചാർജ് കൺട്രോളർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ ഈ പാനലിലെ കണക്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് ഈ ചാർജ് കൺട്രോളറിലേക്കാണ് കൊടുക്കുന്നത്. അതിൽ നിന്ന് അടുത്ത പാനലിലേക്ക് കൊടുക്കും. എന്നിട്ട് ഈ ചാർജ് കൺട്രോളറിൽ നിന്ന് അടുത്തതിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെ സീരീസ് ചെയ്തിട്ടാണ് കണക്ഷൻ ചെയ്യുന്നത്. അപ്പം 2 പാനലിന് ഒരു ചെറിയ ചാർജ് കൺട്രോളർ വെച്ചിട്ട് അത് നമ്മൾ പാനലിന്റെ അടിയിൽ പ്ലേസ് ചെയ്യും, ഈ പവർ ഒപ്റ്റിമൈസർ എന്ന് പറയുന്ന ഡിവൈസ്. അപ്പം അതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ MPPT ചെയ്യുന്ന ഒരു ഫങ്ഷനിങ് ഇല്ലേ, അതുപോലെ തന്നെ ആ പാനലിന്റെ ടെമ്പറേച്ചറും ആ പാനലിലെ സൺലൈറ്റും ആ പാനലിന്റെ കണ്ടീഷനും അനുസരിച്ചിട്ട് മാക്സിമം എത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ആ പോയിന്റ് ട്രാക്ക് ചെയ്തിട്ട് അതനുസരിച്ച് ഔട്ട്പുട്ട് നമുക്ക് അതിൽ നിന്ന് തരുന്നു. അതാണ് ഈ പവർ ഒപ്റ്റിമൈസേഴ്സ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു നോർമൽ സ്ട്രിങ് ഇൻവേർട്ടറുകളിൽ 10 പാനൽ കണക്ട് ചെയ്ത് 300 വാട്ടിന്റെ 10 പാനൽ കണക്ട് ചെയ്ത് ഒരു സ്ട്രിങ്ങും 300 വാട്ടിന്റെ വേറൊരു 10 വാട്ടിനോട് കണക്ട് ചെയ്ത് വേറൊരു സ്ട്രിങ്ങും, അങ്ങനെ 6 കിലോ വാട്ടിന്റെ ഒരു ഇൻവേർട്ടറിൽ 2 സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ 10 പാനലിൽ ഒരു പാനലില് ഒരു 30% പോർഷന് ഷെയ്ഡ് വീണാല് ആ ഷെയ്ഡ് മൂലമുള്ള പ്രൊഡക്ഷനിലെ കുറവ് അത് ബാക്കി മുഴുവൻ പാനലുകളിലും വരും. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആ 10 പാനലിലുള്ള സ്ട്രിങ്ങിലെ 9 പാനലിന്റെ ഔട്ട്പുട്ട്, ഇപ്പൊ കുറച്ച് ഷെയ്ഡ് വീണിട്ട് ഒരു പാനലിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഒരു 70% കുറഞ്ഞു. അതായത് 300 വാട്ടിന്റെ പാനലാണെന്ന് ഇരിക്കട്ടെ, 250 വാട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു പാനലിൽ നല്ലൊരു നിഴല് വീണു, നിഴല് വന്നിട്ട് ഒരു പക്ഷി വന്നിരുന്നു, അല്ലെ ഒരു മരത്തിന്റെ നിഴല് വീണിട്ട് നമുക്ക് ഈ 300 വാട്ടിന്റെ സ്ഥാനത്ത് 50 വാട്ടേ പ്രൊഡക്ഷൻ ഉള്ളതിരിക്കട്ടെ. അപ്പം ബാക്കി എല്ലാ പാനലുകളുടെയും പ്രൊഡക്ഷൻ അത്രയുമായിട്ട് കുറയും. എന്നാൽ പാനലിന്റെ മുഴുവൻ ഷെയ്ഡ് വീണാല് പാനലിന്റെ ബൈപ്പാസ് ഡയോഡ് ആക്ട് ചെയ്യും. അപ്പം ആ പാനല് ബൈപ്പാസ് ആയിട്ട് ബാക്കി പാനലിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഒരു പാനലിലെ 100% ഷെയ്ഡ് വീണാൽ. അപ്പം സോളാർ എഡ്ജ് ഇൻവേർട്ടേഴ്സിന്റെ ഗുണമെന്ന് പറയുന്നത് അങ്ങനെയുള്ള കണ്ടീഷൻ, ആ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷനിൽ ആ ഷെയ്ഡ് വീഴുന്ന പാനലിലെ പ്രൊഡക്ഷന്റെ കുറവ് ആ പാനലിനെ മാത്രമേ അഫക്ട് ചെയ്യത്തുള്ളൂ, ആ സ്ട്രിങ്ങിനെ അഫക്ട് ചെയ്യത്തില്ല. ബാക്കി പാനലുകളിലെ പ്രൊഡക്ഷൻ നമുക്ക് നഷ്ടം വരാതെ അതനുസരിച്ചിട്ട് കിട്ടും. അതുപോലെ കമ്പനിയിൽ നിന്ന് ഡിസൈൻ ചെയ്ത് വരുമ്പം ഈ പാനലുകൾ 350 വാട്ടിന്റെ പാനൽ എന്ന് പറയുമ്പോൾ ചിലത് 358 കാണും, ചിലത് 351 കാണത്തുള്ളൂ. ചെറിയ വാട്ടേജ്, മൈനർ വാട്ടേജ് ഡിഫറൻസ് കാണും. ആ ഡിഫറൻസ് ഒക്കെ മൂലമുള്ള പ്രൊഡക്ഷൻ കുറവും നമുക്ക് അതിനകത്ത് വരത്തില്ല. എന്നാലും ഇത് നമുക്കൊരു സാധാരണ രാവിലെ ഒരു 8-9 മണി തൊട്ട് വൈകുന്നേരം 5-6 മണി വരെ സൺലൈറ്റ് ഉള്ള ഒരു സൈറ്റ് ആണെന്നിരിക്കട്ടെ, വേറെ നിഴലുകളോ ഷെയ്ഡോ ഒന്നും ഇല്ലാത്തൊരു സൈറ്റ്, അങ്ങനെ ഉള്ളിടത്ത് വലിയൊരു അഡ്വാൻറ്റേജ് അതിനുണ്ടെന്ന് തോന്നുന്നില്ല. ഷെയ്ഡിങ് എഫക്റ്റ് കൂടുതലുള്ള സാഹചര്യങ്ങളിലാണ് സോളാർ എഡ്ജ് ഇൻവേർട്ടേഴ്സിന്റെ പ്രാധാന്യം കൂടുന്നത്. കാരണം ആ സിസ്റ്റം കുറച്ചുകൂടെ കോംപ്ലക്സ് ആവുകയാണ്. വലിയ പ്രൊജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് എക്സ്ട്രാ വരുന്നില്ല, പക്ഷെ ചെറിയ പ്രൊജക്റ്റുകളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റും കൂടുതൽ വരുന്നുണ്ട്. പിന്നെ ഓരോ പാനലുകൾക്കും ഓരോ ചാർജ് കൺട്രോളർ വരുമ്പോൾ കുറച്ച് സിസ്റ്റം കുറച്ചും കൂടെ കോംപ്ലക്സ്, ഇലക്ട്രോണിക്സ് കൂട്ടാതിരിക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത്. നമ്മുടെ ഓൺ ഗ്രിഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കംപ്ലൈന്റ് ഏറ്റവും മിനിമൽ ആയിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ഏറ്റവും മിനിമം ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ പ്രൊഡക്ഷൻ നമുക്ക് അതനുസരിച്ചിട്ട് വരും. അപ്പം
അങ്ങനെ ഷെയ്ഡിങ് ഒക്കെ ഒത്തിരി ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് അത് കൂടുതൽ ഉപകാരപ്രദമാണ്. ഒത്തിരി മരങ്ങളും ഷെയ്ഡും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾ ആ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ യൂറോപ്യൻ കൺട്രികളിൽ കൂടുതലായിട്ട് വൈഡ്ലി ഇത് യൂസ് ചെയ്യാറുണ്ട്. കാരണം യൂറോപ്യൻ കൺട്രികൾ ഇപ്പൊ UK ഒക്കെ പോലുള്ള രാജ്യങ്ങൾ എടുത്താൽ ചില സീസണിൽ അവിടെ രാത്രി 10 മണിക്കും സൂര്യപ്രകാശമുണ്ട് അന്തരീക്ഷത്തിൽ, രാത്രി 10 മണിക്കും. അപ്പം നമ്മുടെ തലയുടെ ഒരു സൂര്യന്റെ പൊസിഷൻ വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് ഇമാജിൻ ചെയ്യാമല്ലോ 10 മണിക്ക് എന്ന് പറയുമ്പോൾ സൂര്യൻ എത്ര മാറിയായിരിക്കും. അതുപോലെ ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ചിട്ട് നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ സൂര്യൻ എപ്പോഴും പോകുന്നത്. തെക്കൻ ചായ പോകുമ്പോൾ ഒരു 10-15 ഡിഗ്രി വരെ ഈ തലയിൽ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നുണ്ട്. വടക്കൻ ചായ പോകുമ്പോൾ ഒരു 5 ഡിഗ്രി ഇങ്ങോട്ടും ചെരിവ് വരുന്നുണ്ട്. അപ്പം ഏകദേശം നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയാണ് സൂര്യൻ പാസ് ചെയ്യുന്നത്. പക്ഷെ ചില ലാറ്റിറ്റ്യൂഡ് കൂടുതലുള്ളത് സൂര്യൻ ഒരു 45 ഡിഗ്രി 50 ഡിഗ്രി ചെരിഞ്ഞായിരിക്കും നമ്മുടെ കാലം കാണുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അടുത്തുള്ള ബിൽഡിങ്ങുകളിലെ മരങ്ങളുടെ ഒക്കെ നിഴല് പാനലുകളിൽ വീഴാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ 2 ഓറിയന്റേഷൻ പാനൽ ഇടുന്ന കേസ്, ഒരേ സൈറ്റിൽ തന്നെ കുറെ പാനൽ ഈസ്റ്റിലോട്ടും കുറെ പാനൽ വെസ്റ്റിലോട്ടും ഇട്ടെന്നിരിക്കട്ടെ. അപ്പൊ 2 MPPT ഉള്ള ഇൻവേർട്ടർ ആണ് ഈസ്റ്റിലോട്ട് ഇട്ട പാനലിനെ മൊത്തം ഒരു MPPT, വെസ്റ്റിലോട്ടുള്ള പാനലിനെ മറ്റേ MPPT ഇട്ടാൽ മതി. പക്ഷെ 3-4 ഓറിയന്റേഷനിൽ ഇടുന്നു, അത്ര MPPT ഇല്ലാതെ വരുന്ന സാഹചര്യം ആണെങ്കിൽ ഈ സോളാർ എഡ്ജ് ഇൻവേർട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്താൽ ആ ഓരോ ഏരിയയിലും കിട്ടുന്ന മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. എന്നാൽ നോർമലായിട്ടുള്ള സൈറ്റുകൾ എടുത്ത് നോക്കിയാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല വേൾഡ് ദിവസം 5.5 5.8 വരെ ജനറേഷൻ കിട്ടുന്നത് അതിപ്പോ സ്ട്രിംഗ് ഇൻവേർട്ടർ ആണെങ്കിലും മറ്റേതാണെങ്കിലും ഒരുപോലെ കിട്ടത്തുള്ളൂ, കൂടുതലൊന്നുമില്ല. ഷെയ്ഡ് ഉള്ള സാഹചര്യങ്ങളിലാണ് പ്രൊഡക്ഷനിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. സാറേ പിന്നെ അന്നത്തെ നമ്മൾ 3 ഫേസ് ആയിട്ടുള്ള ഇൻവെർട്ടർ ഉപയോഗിക്കുമ്പോഴും സിംഗിൾ ഫേസ് ആയിട്ടുള്ള ഇൻവെർട്ടർ ഉപയോഗിക്കുമ്പോഴും എഫിഷ്യൻസിയിൽ വ്യത്യാസം വരുന്നുണ്ടോ? അങ്ങനെ എഫിഷ്യൻസിയിൽ വ്യത്യാസമില്ല. അത് KSEBയുടെ റൂൾ പ്രകാരം 5 കിലോവാട്ട് വരെ നമുക്ക് സിംഗിൾ ഫേസ് ഉപയോഗിക്കാം, 5 കിലോവാട്ടിന് മുകളിൽ 3 ഫേസ് ഉപയോഗിക്കണമെന്നാണ് റൂള്. അപ്പം ഈ 5 കിലോവാട്ട് എന്ന് പറയുന്ന കപ്പാസിറ്റിക്കകത്ത് നമുക്ക് രണ്ടും ചെയ്യാം, സിംഗിൾ ഫേസും വെക്കാം 3 ഫേസും വെക്കാം, ഇഷ്ടമുള്ളത് വെക്കാം. എഫിഷ്യൻസിയിൽ വലിയ ഡിഫറൻസ് വരത്തില്ല. പക്ഷേ ഒരു ഏരിയയിൽ ഡിമാൻഡ് കുറവാണെന്നിരിക്കട്ടെ, ലൈനിൽ ഡിമാൻഡ് കുറവാണ്, സിംഗിൾ ഫേസ് ഇൻവേർട്ടർ നമ്മൾ വെച്ചാൽ ഓവർ വോൾട്ടേജ് ആയി ട്രിപ്പ് ആകുന്ന കംപ്ലൈന്റുകൾ കാണിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ തിരിച്ച് ഒരു ഏരിയയിൽ ഒരു ഫേസിൽ എപ്പോഴും വോൾട്ടേജ് കുറവാണെന്നിരിക്കട്ടെ, അണ്ടർ വോൾട്ടേജ് പ്രശ്നം, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എപ്പോഴും ഒരു ഫേസിൽ ഉണ്ടെന്നിരിക്കട്ടെ, ആ സാഹചര്യത്തില് നമുക്ക് 3 ഫേസ് ഇൻവേർട്ടർ ആണെങ്കിൽ ഒരു ഫേസിലെ വോൾട്ടേജ് കുറഞ്ഞാൽ സിസ്റ്റം ഓഫ് ആയി പോകും. പക്ഷെ സിംഗിൾ ഫേസ് ഇൻവേർട്ടർ ആണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫേസ് ഏതാണ് ആ ഫേസിൽ കൊടുത്താൽ സിസ്റ്റം വർക്ക് ചെയ്യും. അങ്ങനെയാണ് 3 ഫേസ് ലൈൻ ഉണ്ട്, നമ്മൾ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ യൂസ് ചെയ്യണല്ലോ വെച്ചാൽ അപ്പൊ നമുക്കത് ഒരു സപ്ലൈ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അത് ചേഞ്ച് ഓവർ വെച്ചിട്ട്? ശരിക്ക് നമുക്ക് ഈ നമ്മുടെ കട്ട് ഔട്ട് ഫ്യൂസ് ജസ്റ്റ് ഇറങ്ങുന്നിടത്ത് ഒരു ചേഞ്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഓരോ ഫേസുകളിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് വോൾട്ടേജ് പ്രശ്നം അനുസരിച്ചിട്ട് ചേഞ്ച് ഓവർ വെച്ച് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ അത് വീണ്ടും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനിലേക്ക് പോവല്ലേ. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫേസിൽ നമ്മൾ പെർമനന്റ് ആയിട്ട് കൊടുത്ത് പ്രോപ്പർ ആയിട്ട് കണക്ഷൻ കൊടുത്തിട്ടേക്കുക. എന്നിട്ട് ആ ഫേസ് നമുക്ക് പിന്നീട് എവിടെ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫേസ് മാറ്റി മറ്റതിലേക്ക് കൊടുത്താലും മതി. ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ, അങ്ങനെ ഒരു ചേഞ്ച് ഓവർ വെക്കുമ്പോൾ നമ്മൾ കസ്റ്റമറിനെ പഠിപ്പിച്ചില്ലെങ്കിൽ ഇവരേതെങ്കിലും ഒരു ഫേസിലിട്ട് പിന്നെ പ്രൊഡക്ഷൻ കുറഞ്ഞു അങ്ങനെയുള്ള കംപ്ലൈന്റ്സ് വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത്ര എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആയിരിക്കണം. അതെ അതെ അതെ. ഹലോ, പറഞ്ഞു കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. ഒരു നമ്മളിപ്പോ ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലത്ത് ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന കപ്പാസിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എത്ര ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുടെ എത്ര നമുക്ക് ഇൻസ്റ്റാളേഷൻ കൊടുക്കാൻ പറ്റും? അത് KSEBയുടെ പഴയ റൂള് പ്രകാരം ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുടെ 15% വരെ യാതൊരു യാതൊരു ടെസ്റ്റിങ്ങും ഇല്ലാതെ ഫീസിബിലിറ്റി കൊടുക്കാം. 15% മുകളിലാണെങ്കിൽ ആ ട്രാൻസ്ഫോമറിന്റെ പകൽ സമയത്തെ ലോഡിന്റെ ആവറേജ് 7 ദിവസം നോക്കുക.
ആ ആവറേജ് എത്ര വരെ ഉണ്ടോ അത്രയും വരെ ആ ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്യാം എന്നായിരുന്നു പഴയ റൂള്. എന്നാൽ പുതിയ സർക്കുലർ പ്രകാരം ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുടെ 75% വരെ നമുക്ക് സോളാർ അതിൽ ഫീഡ് ചെയ്യാൻ അവസരം ഉണ്ടെന്നാണ് ഒരൊറ്റ വേർഡിൽ ഒതുക്കിയിരിക്കുകയാണ്. ഇപ്പൊ അതുകൊണ്ട് ഫീസിബിലിറ്റി നമുക്ക് അത്രയും വരെയൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പൊ പ്രൊഡക്ഷൻ കുറവാണെങ്കിലും അത് 11 kV ചാർജ് ആയിക്കോളുന്നാണോ? അതെ, സ്റ്റെപ്പ് അപ്പ് ആയിക്കോളും 11 kV. ഇപ്പൊ ഉദാഹരണം ഞങ്ങള് 100 കിലോവാട്ട് കുരിശുമൂട് സെന്റ് ജോസഫ്സ് കോളേജ് മീഡിയ വില്ലേജ് എന്ന് പറയുന്ന ഒരു റേഡിയോ ഒക്കെ ഉള്ള ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ടുണ്ട്. 100 കിലോവാട്ടിന്റെ 50 കിലോവാട്ടിന്റെ 2 ഇൻവേർട്ടർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഇട ദിവസങ്ങളിൽ വർക്കിംഗ് ആയിട്ടുള്ളപ്പോൾ അവരവിടെ ലൈവായിട്ട് അവിടെ ഉപയോഗിക്കും. കുറച്ച് എക്സസ് ഉള്ളപ്പോൾ എക്സ്പോർട്ട് നടക്കും 11 kV. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം കോളേജ് അവധിയാണ്, ഫുൾ അടവായിരിക്കും. ആ സമയത്ത് അന്നത്തെ മുഴുവൻ ഉൽപാദനവും 11 kV പോവാണ്. സ്റ്റെപ്പ് ആയിട്ട് ട്രാൻസ്ഫോമറിലൂടെ സ്റ്റെപ്പ് ആയിട്ട് 11 kV പോയിട്ട് ആ ഏരിയയിലുള്ള മറ്റു സ്ഥലങ്ങളിൽ ഉപയോഗിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. സാറേ ഒരു സംശയം. സാറേ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ട്രാൻസ്ഫോമറിന് ആ ഡേ ടൈമിൽ അത്ര കണ്ട് യൂസേജ് ഇല്ല എങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതിക്ക് പേയ്മെന്റ് കിട്ടാതെ വരും? ഇല്ല, അങ്ങനെ വരത്തില്ല. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതി ഡേ ടൈമിൽ ആ ട്രാൻസ്ഫോർ, ഇപ്പൊ ഉദാഹരണം എന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പം ഈ ഏരിയയിലെ ട്രാൻസ്ഫോമറിലെ ഓരോ ടൈമിലും എത്രയാണ് ഡിമാൻഡ് ഉള്ളതെന്ന് KSEB മോണിറ്റർ ചെയ്യാൻ ഡിവൈസ് ഒന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പം എക്സസ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഇത് എക്സ്പോർട്ട് നടക്കും ട്രാൻസ്ഫോമറിൽ കൂടെ. അപ്പൊ പിന്നെ ഡിമാൻഡ് ഇല്ലെങ്കിൽ സാർ നമ്മുടെ മീറ്ററിൽ കാണിക്കുന്ന റീഡിങ്ങിനനുസരിച്ച് പേയ്മെന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നിശ്ചയിക്കും. അത് തീർച്ചയായിട്ടും കിട്ടും. KSEB മറ്റു കാര്യങ്ങൾ ബന്ധപ്പെടുന്നില്ല. ഇല്ല, ബന്ധപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് ഈ പറഞ്ഞ ട്രാൻസ്ഫോമറിലെ ഉപയോഗവും ഡിമാൻഡും ഒന്നും മോണിറ്റർ ചെയ്യാൻ ഡിവൈസസും ഇല്ല. ചില ഏരിയാസിൽ അവര് പുതിയ ട്രാൻസ്ഫോമറുകൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്, അല്ലാതെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഒന്നും ഇല്ല, അങ്ങനെ നോക്കുന്നില്ല. നമ്മുടെ KSEBയുടെ നെറ്റ് മീറ്ററിൽ ബൈ ഡയറക്ഷൻ മീറ്റർ അതിൽ കാണിക്കുന്ന യൂണിറ്റ് എക്സസ് എത്രയാണോ അത്ര നമുക്ക് കിട്ടും. താങ്ക് യു സാർ. ഒരു സംശയം ചോദിച്ചോട്ടെ? നമുക്ക് ഇപ്പോ 230 ഒക്കെയാണല്ലോ നോർമൽ യൂട്ടിലിറ്റി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മള് സോളാറിൽ നിന്ന് ഓൺ ഗ്രിഡില് നമുക്കിപ്പോ പകൽ ലോഡ് ഉണ്ടെങ്കിൽ നമ്മൾ ലോഡ് വലിക്കണം. അപ്പോ എക്സസ് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രിഡിലേക്ക് പോകണം. അപ്പോ ഇൻവെർട്ടറിൽ നിന്ന് ഔട്ട്പുട്ട് തന്നെ വോൾട്ടേജ് എത്ര 230 ആണോ, അതോ ഇപ്പൊ ഹയർ വോൾട്ടേജ് ഉണ്ടെങ്കിലല്ലേ ഗ്രിഡിലേക്ക് പോവുള്ളൂ? ഇപ്പൊ ഗ്രിഡിലെ വോൾട്ടേജ് ഏകദേശം 240 അല്ലെങ്കിൽ 230 ആണെങ്കിൽ പോവില്ലല്ലോ. അതായത് അത് എങ്ങനെയാണ് ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ യൂട്ടിലിറ്റി ഗ്രിഡിന്റെ സ്റ്റാൻഡേർഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 3 ഫേസിൽ 415 വോൾട്ടും സിംഗിൾ ഫേസിൽ 230 അല്ല 240 വോൾട്ടുമാണ് സ്റ്റാൻഡേർഡ് വോൾട്ടേജ് ഇന്ത്യയുടെ. അത് എല്ലാ സമയത്തും ഒരിക്കലും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചില സമയത്ത് 200 കാണും, ചില സമയത്ത് 250 കാണും. അതങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. അപ്പൊ ഈ ഗ്രിഡ് ഇൻവേർട്ടർ നമ്മൾ ഈ KSEB ലൈനുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവര് ഈ ഗ്രിഡ് ഇൻവേർട്ടർ എപ്പോഴും നമ്മുടെ യൂട്ടിലിറ്റി ഗ്രിഡിലെ KSEBയുടെ വോൾട്ടേജ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വോൾട്ടേജ് കൂടിയാൽ ഈ മെഷീൻ ഓട്ടോമാറ്റിക്കലി ഇവിടെ വോൾട്ടേജ് റേസ് ചെയ്യും. അവിടെ വോൾട്ടേജ് കുറഞ്ഞാൽ അതിന് ഈക്വലന്റ് ആയിട്ട് മെഷീൻ ഇവിടെയും വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യും. അത് ഈ 192നും 264നും ആ റേഞ്ചിനിടയ്ക്ക് ആയിരിക്കും മാത്രം. 192 താഴെ പോയാൽ സിസ്റ്റം ഓഫ് ആവും, 264 മേളിൽ പോയാലും സിസ്റ്റം ഓഫ് ആവും. എന്നിട്ട് ഇത് അങ്ങനെ മോണിറ്റർ ചെയ്തിട്ട് ഇത് എക്സ്പോർട്ട് നടക്കണമല്ലോ. അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെയുള്ള വോൾട്ടേജിലും 1-2 വോൾട്ടേജ് മെഷീനിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് അങ്ങോട്ട് എക്സ്പോർട്ട് നടക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി എപ്പോഴും ഗ്രിഡിലെ വോൾട്ടേജിനേക്കാളും ചെറിയൊരു അളവ് കൂട്ടിയാണ് ഗ്രിഡ് ഇൻവെർട്ടറുകൾ ഔട്ട്പുട്ട് കൊടുക്കുന്നത്. ഹലോ, നേരത്തെ പറഞ്ഞൊരു 100 കിലോ വാട്ട് ഒരു സിസ്റ്റം. അപ്പൊ ഈ 250 ഇൻവെർട്ടർ വെക്കുമ്പോ സിംഗ്രണൈസേഷൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? പിന്നെ ഈ 2 ഇൻവെർട്ടറും സെയിം ബ്രാൻഡ് ആണോ, അത് വേറെ ബ്രാൻഡ് ആയതുകൊണ്ട് ഇഷ്യൂ ഉണ്ടോ? അത് നമ്മുടെ ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു, ഗ്രിഡ് ഇൻവെർട്ടറുകളുടെ സിംഗ്രണൈസേഷനെ പറ്റി ഒരു ചോദ്യം. ശരിക്ക് നമ്മളൊരു 3 ഫേസ് വീട് നിങ്ങൾ കൺസിഡർ ചെയ്യുക.
ആ വീട് ഇപ്പം ഒരു വീട് 3 ഫേസ് വീട്, ആ വീട്ടിൽ ഒരു 10 കിലോവാട്ട് സോളാർ ചെയ്യുന്നു. ഈ 10 കിലോവാട്ട് സോളാറിന്റെ RYB 3 ഫേസ് ന്യൂട്രലും നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ KSEBയുടെ കട്ടൗട്ട് ഫ്യൂസിന്റെ അങ്ങോട്ട്. ആ ഫ്യൂസിൽ നിന്ന് നമ്മുടെ മീറ്ററിലൂടെ കയറി നമ്മുടെ വാതിൽ കൂടെ പോകുന്ന ലൈൻ കമ്പിയിലോട്ടാണല്ലോ അത് കണക്ട് ചെയ്തിരിക്കുന്നത്, ആ സർവീസ് വയറിലൂടെ. ഇനി ആ വീടിനോട് ചേർന്ന് തൊട്ടടുത്തൊരു വീടുണ്ടെന്നിരിക്കട്ടെ, ആ വീട്ടിൽ ഒരു 10 കിലോവാട്ട് സോളാർ ചെയ്യുക. അപ്പൊ ആ വീട്ടിലും എന്താ ചെയ്യുന്നത്? ഇതേ RYB തന്നെ അതേ ലൈനിലേക്ക് തന്നെ കണക്ട് ചെയ്യുകയാണ്. അതായത് ആ സെയിം RYB ഫേസുകളിലേക്ക് തന്നെയാണ് ഈ 2 വീട്ടിലും 10 കിലോവാട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 10 കിലോവാട്ട് സിസ്റ്റം ഈ 2 വീട്ടിൽ ഇരിക്കുന്നത് ചിലപ്പോൾ ഒരിടത്ത് ABBയുടെ ഇൻവെർട്ടർ ആയിരിക്കും, മറ്റിടത്ത് SMAയുടെ ഇൻവെർട്ടർ ആയിരിക്കും ഇരിക്കുന്നത്. അത് കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ചാണല്ലോ കസ്റ്റമർ വെക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി സിങ്ക്രണൈസ്ഡ് ആണ് ആ സെൻട്രൽ ഗ്രിഡിലേക്ക്, അല്ലെങ്കിൽ ആ KSEBയുടെ ആ ഗ്രിഡിലേക്ക് ഓട്ടോമാറ്റിക്കലി സിങ്ക്രണൈസ്ഡ് ആണ്. അപ്പം ഒരു സൈറ്റിൽ 2 ഇൻവെർട്ടർ വെക്കുന്നതും അടുത്തടുത്ത 2 വീടുകളിൽ 2 ഇൻവെർട്ടർ വെക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഒരു സൈറ്റിൽ വേണമെങ്കിൽ 25 കമ്പനികളുടെ ഇൻവെർട്ടറുകൾ ഒരുമിച്ച് വേണമെങ്കിൽ കൊണ്ടുവെക്കാം. ഒരു ട്രാൻസ്ഫോമറിന്റെ അണ്ടറിൽ ചിലപ്പോൾ 25 സോളാർ ഉണ്ട്, ആ 25 ബ്രാൻഡ് ആയിരിക്കും. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഒരേ ഒരു ട്രാൻസ്ഫോമറിന്റെ R-ലും Y-ലും B-ലേക്കും തന്നെയല്ലേ. അത് ലൈൻ കമ്പി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നീളമുണ്ട്, പല പല സ്ഥലത്താണെന്നേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം കൊടുത്തിരിക്കുന്ന ഒരിടത്ത് തന്നെയാണ്, ഒരേ പോയിന്റിൽ തന്നെയാണ്. അപ്പൊ ഒരു സൈറ്റിൽ പല ഇൻവെർട്ടർ വെക്കുന്നതും പല വീടുകളിൽ ഒരു ഇൻവെർട്ടർ വെക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. സാറേ, എക്സ്പോർട്ട് നടത്തുന്നത് ഫേസ് ഡിഫറൻസ് വെച്ചിട്ടാണെന്ന് ഒരു ക്ലാസ്സിൽ കേട്ടിരുന്നേ. ഇൻവെർട്ടറിന്റെ ഇൻവെർട്ടറിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യണത് ഗ്രിഡിലേക്ക്, അത് ഫേസ് ഡിഫറൻസ്, ലീഡിങ് ഫേസ് ഡിഫറൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വോൾട്ടേജും ഫ്രീക്വൻസി എപ്പോഴും സിങ്ക്രണൈസേഷൻ നടന്നുകൊണ്ടിരിക്കും എന്നൊക്കെ ഒരു ക്ലാസ്സിൽ കേട്ടിരുന്നേ. അതായത് പവർ ഫാക്ടർ ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലീഡിങ്ങും ലാഗിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ബേസിക്കലി ഇതിനൊരു വെള്ളത്തിന്റെ ഒരു ലൈനായിട്ട് കണക്കാക്കുക. അപ്പോൾ നമ്മൾ പ്രഷർ കൂടുതൽ ഇവിടുന്ന് പമ്പ് ചെയ്തിട്ടാണ് ആ ഒരു ലൈനിലേക്ക് നമ്മൾ ഇവിടുന്ന് വെള്ളത്തിന് പമ്പ് ചെയ്ത് കയറ്റുന്നത്. അതേപോലെ തന്നെയാണ് വോൾട്ടേജ് നമ്മൾ കൂട്ടിയിട്ടാണ് നമ്മുടെ ഗ്രിഡിലേക്ക് നമ്മൾ ഇവിടുന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത്. അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് പവർ ഫാക്ടർ കറക്ഷൻസ് ഉണ്ട്, ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെർട്ടേഴ്സിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അതില്ലെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പവറിന്റെ ക്വാളിറ്റി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ക്വാളിറ്റി കുറവുള്ള ഇൻജെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രിഡ് എന്ന് പറയുന്ന യൂട്ടിലിറ്റി നമ്മളെ ചാർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാത്തിലും ഇങ്ങനത്തെ ഫിൽറ്റേഴ്സും പവർ ഫാക്ടർ കറക്ഷൻസും എല്ലാം ഉള്ള ഇൻവെർട്ടേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കാറ്. ഈ സെൻട്രൽ ഗ്രിഡ് ആയിട്ടാണ് നമ്മൾ കണക്റ്റഡ്. എന്ന് പറഞ്ഞാൽ ഡൽഹിയിലുള്ള ഫ്രീക്വൻസി അതേ ഫ്രീക്വൻസി തന്നെയായിരിക്കും കേരളത്തിലും, അതേ ഫേസ് ആംഗിൾ തന്നെയായിരിക്കും കേരളത്തിലും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഗ്രിഡിൽ പല സോഴ്സുകളിൽ നിന്നുള്ള എനർജി വരുന്നുണ്ട്. വിൻഡിൽ നിന്ന് വരുന്നുണ്ട്, ഡാമുകളിൽ നിന്നുള്ള എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ വരുന്നുണ്ട്, തെർമൽ പവർ വരുന്നുണ്ട്, അങ്ങനെയുള്ള ഈവൻ ന്യൂക്ലിയർ പവർ എന്നുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്നുള്ള പവർ വരുന്നുണ്ട്. ഇതെല്ലാം ഈ ഗ്രിഡായിട്ട് സിൻക്രണൈസ് ചെയ്തിട്ടാണ് ഈ ഗ്രിഡിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഗ്രിഡ് ഇൻവേർട്ടേഴ്സ് മാത്രമല്ല, ഇതുപോലെ ഒത്തിരി പവർ ജനറേറ്റിംഗ് സോഴ്സസ് ആണ് ഈ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ലോഡുകളും, പല വീടുകളും പല ഇൻഡസ്ട്രികളും, ഇതെല്ലാം. അപ്പോൾ ഒരു പുഴയായിട്ട് നമുക്ക് ഇതിനെ സെൻട്രൽ ഗ്രിഡിനെ കൺസിഡർ ചെയ്യാം. ഈ പുഴയിൽ നിന്ന് വെള്ളം എടുക്കുന്നവരും ഉണ്ടാവും, പുഴയിലേക്ക് വെള്ളം വരുന്നതും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതെല്ലാം പുഴയുടെ താളത്തിനായിരിക്കും പോകുന്നത് മാത്രം. സാറേ, ഒരു ഡൗട്ട്. നമ്മുടെ സൗത്തിലേക്കല്ലേ നമ്മൾ സാധാരണ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുക, കുറച്ച് സ്ലോപ്പ് കൊടുക്കുക. നമ്മുടെ എയർപോർട്ടിൽ മറ്റു ഡയറക്ഷനിലേക്കും പാനൽ വെച്ചിട്ടുണ്ടല്ലോ. 2-3 കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ആവറേജ് പ്രൊഡക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പല ഡയറക്ഷനിലേക്ക് പാനലുകൾ വെക്കുന്നത്.
ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ഒരു 10 മിനിറ്റ് മുമ്പും ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. ജസ്റ്റ് ഒന്നുകൂടെ ഓടിച്ചൊന്ന് പറയാം. അതായത് നമ്മൾ സൈറ്റില് നമ്മൾ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് നോർത്തിലോട്ടും സൗത്തിലോട്ടും സൂര്യന്റെ പൊസിഷൻസ് മാറി വരുന്നുണ്ട്. അപ്പൊ കേരളത്തിലെ കണ്ടീഷനിൽ ഒരു വർഷത്തെ ഇയർലി ആവറേജ് ഏറ്റവും കൂടുതൽ കിട്ടാൻ 10 ഡിഗ്രി സ്ലോപ്പിൽ സൗത്ത് ഫേസിംഗിൽ വെക്കുന്നതാണ് നല്ലത്. ആവറേജ് ആണ് 10 ഡിഗ്രി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തും കാസർഗോഡും ഒരുപോലല്ല. ലാറ്റിറ്റ്യൂഡ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് എത്രയാണോ ആ ലാറ്റിറ്റ്യൂഡിന് ഈക്വലന്റ് ആയിട്ട് സൗത്തിലോട്ട് പാനൽ വെക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് റൂള്. എന്നാൽ നമുക്ക് സൈറ്റ് കണ്ടീഷനും സൺലൈറ്റ് അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ട് അധികം സ്ലോപ്പ് ഇല്ലാതെ 10 ഡിഗ്രിയിൽ താഴെ സ്ലോപ്പിൽ ഈസ്റ്റിലോട്ടോ വെസ്റ്റിലോട്ടോ നോർത്തിലോട്ടോ വെച്ചാലും പ്രൊഡക്ഷനിൽ കാര്യമായ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ചെറിയ 3%, 5% പ്രൊഡക്ഷൻ കുറവൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ സാറേ ഒരു കാര്യം കൂടി, നമ്മുടെ ഈ ഹാർമോണിക്സ് ഡിസ്റ്റോർഷൻ എങ്ങനെയാ അത് കൂടുതൽ വരുന്നത്? ചില സിസ്റ്റം വെക്കുമ്പോൾ ഹാർമോണിക്സ് കൂടിപ്പോയെന്ന് പറയുന്നുണ്ടല്ലോ ടെസ്റ്റിങ്ങിന് വരുമ്പോൾ. ഹാർമോണിക്സ് സിസ്റ്റത്തിന്റെ മാത്രമല്ല കാരണം, നമ്മുടെ ലോഡിന്റെ ആ ഗ്രിഡിൽ കണക്ട് ചെയ്തേക്കുന്ന ലോഡിന്റെയും കാരണം കൊണ്ട് അങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടില് ഒരു മെഷീൻ വർക്ക് ചെയ്യുക. അപ്പൊ ആ മെഷീൻ അൺഈവൻ ആയിട്ടാണ് ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു മില്ലി സെക്കൻഡിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഹൈ കറണ്ട് എടുക്കുക. അപ്പോൾ ഹൈ കറണ്ട് ഉണ്ടാവുമ്പോൾ വോൾട്ടേജ് ഹൈ ആയിട്ടുള്ള വേരിയേഷൻ എന്ന് പറയാൻ മില്ലി സെക്കൻഡ്സിൽ ഉള്ള സർജുകൾ ഈ ഗ്രിഡിൽ ഉണ്ടാവും. ഓക്കെ, അത് മുഴുവനും ചിലപ്പം ഈ ഇൻവേർട്ടറിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻവേർട്ടറിന് ആ വോൾട്ടേജ് സർജുകളും വോൾട്ടേജ് ഹാർമോണിക്സ് എന്ന് പറയുന്നത് ആ ഹാർമോണിക്സിനെ നമ്മുടെ ഇൻവേർട്ടറിന് സപ്രസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇതിനകത്ത് ഇൻബിൽഡ് ഹാർമോണിക് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഈ ഫിൽറ്ററിന് ആ ഹാർമോണിക്സിനെ സപ്രസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ ടെസ്റ്റിങ്ങിൽ പല സൈറ്റുകളിലും ഹാർമോണിക്സ് കാണാറ്. 100% മെഷീന്റെ അല്ല ഗ്രിഡിന്റെ ഫോൾട്ടാന്ന് പറയാൻ പറ്റില്ല. മെഷീന്റെ ഫോൾട്ടുള്ള കേസുകളും ഉണ്ട്. ചിലത് ബ്രാൻഡ് മാറുമ്പോൾ ശരിയാവുന്ന കേസുകളുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഓരോ കമ്പനികളിലും ഓരോ ഫിൽറ്റർ ഓരോ ഡിസൈനിലാണ്, ഓരോ ഫ്രീക്വൻസി, ഓരോ ഹാർമോണിക്സ് 1 to 50 ഉണ്ട്. ഈ ഓരോ സെർട്ടൻ ഹാർമോണിക്സിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയാണ് ഓരോ ഇൻവേർട്ടറിന്റെ ഫിൽട്ടർ ഡിസൈൻ. അപ്പോൾ ചിലപ്പോൾ ഫിൽറ്ററിന്റെ മേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ചിലപ്പോൾ സിസ്റ്റം ശരിയാവാറുണ്ട്. ഇത് രണ്ടും ശരിയാവാത്ത സൈറ്റുകളും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഹാർമോണിക്സിന്റെ സോഴ്സ് എവിടെയാണ്, എന്ത് കാരണം കൊണ്ടാണ് ഈ ഹാർമോണിക്സ് ഉണ്ടാവുന്നതെന്ന് നോക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു സാർ. സാറേ അതെ, ഇപ്പോ എന്താ പറയാ പാനലും ഇൻവെർട്ടറും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇപ്പോ മാർക്കറ്റിൽ നല്ല രീതിയിൽ അവൈലബിൾ ആണ്. സ്ട്രക്ചറും ഉണ്ട്, അവൈലബിൾ ആണ്. പക്ഷെ പൊതുവെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള സ്ട്രക്ചറിന്റെ ഒരു അഭാവം പോലെ തോന്നുന്നുണ്ട്. പൊതുവെ ഇതിപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടോ? എങ്ങനെ മനസ്സിലായില്ല? സ്ട്രക്ചർ മേടിക്കാൻ കിട്ടുന്ന സ്ഥലം ഉണ്ടോന്നാണോ എന്താ ചോദിച്ചത്? സ്ട്രക്ചർ എന്താ പറയാ നമുക്ക് വേഴ്സറ്റൈൽ ആയിട്ട് പല ടൈപ്പ്, ഇപ്പൊ ടിൽറ്റിംഗ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ പറയാ ഈ ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഇപ്പൊ റൂഫ് ടൈപ്പ്, അങ്ങനെ പല ടൈപ്പ് സ്ട്രക്ചേഴ്സ് വരുന്നല്ലോ. ഇപ്പൊ ബാംഗ്ലൂർ എക്സ്പോയിലൊക്കെ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ നമ്മുടെ നാട്ടിലൊന്നും കാണുന്നില്ല. സ്ട്രക്ചേഴ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ പല സൈറ്റുകളിലെ കണ്ടീഷൻ അനുസരിച്ചിട്ട് പല രീതിയിലുണ്ട്. ഇപ്പം ഫ്ലാറ്റ് റൂഫിനൊക്കെ ഉള്ള രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ എപ്പോഴും നമ്മുടെ രാഹുലിന്റെയിലൊക്കെ അവൈലബിളുകളാണ്. അതുപോലെ ട്രസ് വർക്ക് റൂഫുകളിലൊക്കെ ചെയ്യാനുള്ള അലൂമിനിയം റെയിൽസ് പോലുള്ള ഡിവൈസ്, അങ്ങനത്തെ രീതിയിലുള്ള സൊല്യൂഷൻസും ഇവരുടെയൊക്കെ കയ്യിൽ അവൈലബിൾ ആണ്. പക്ഷെ അല്ലാതെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു സൈറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ആ രീതിയിൽ വേണമെങ്കിൽ എല്ലായിടത്തും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കത്തില്ല. അതുപോലെ അത് നമ്മൾ ചിലപ്പം നമ്മുടെ മെഷർമെന്റുകൾ കൊടുത്താൽ ഒരു വലിയ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലേ ചിലപ്പം ചെയ്ത് കിട്ടാറുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ലോക്കലി ഫാബ്രിക്കേറ്റ് ചെയ്ത് ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ലോക്കലി ഫാബ്രിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സ്ട്രക്ചറിന് ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പം 1 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പ് ഒക്കെ ഇട്ടിട്ട് സോളാറിന് സ്ട്രക്ചറുകൾ ചെയ്യാറുണ്ട്. അതുപോലെ ഈ എൽ ഷേപ്പിലുള്ള അതിനെന്താ പറയുന്നത്, എൽ ഷേപ്പുള്ള ബാറുകൾ, സ്റ്റീൽ ബാറുകളൊക്കെ വെച്ചിട്ട് പെട്ടി പോലെ, അത് തന്നെ ആംഗ്ലൈൻ പെട്ടി പോലെ ആക്കിയിട്ട് അതിനകത്തൊക്കെ പാനൽ വെക്കുന്നുണ്ട്. അതൊക്കെ പഴയ രീതിയാണ്. അതൊക്കെ വളരെ
ഒരു ലോ ക്വാളിറ്റി ആണ്. ഒരു മിനിമം സ്ട്രക്ചറിന് ഒരു സ്റ്റാൻഡേർഡ് കണക്ക് ഞാൻ പറഞ്ഞാൽ ഒരു 16 ഗേജ് ഉള്ള പൈപ്പ് ആയിരിക്കണം. GI ആണെങ്കിൽ കൂടുതൽ നല്ലത്. ഇതിന് GI പറ്റിയില്ലെങ്കിൽ GP എങ്കിൽ GP. അത് നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഉള്ളൊരു കേസാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഹോട്ട് ഡിപ്പോ അലൂമിനിയത്തിന്റെ പ്രോഡക്റ്റോ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പം ഫാബ്രിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ 16 ഗേജിന്റെ മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്യുക. ഈ സ്ട്രക്ചറിന്റെ എല്ലാ സെക്ഷൻസിനും ഒരു മിനിമം ഒരു 1.5 into 2 അല്ലെ, സോറി 1.5 into 2 അല്ല, 1.5 into 2.5 അല്ലെങ്കിൽ ഇഞ്ചാവട്ടോ ഞാൻ പറയുന്നത്. 2.5 1.5 സ്ക്വയർ ട്യൂബുകൾ അല്ലെങ്കിൽ 1.5 ഇഞ്ചിന്റെ സ്ക്വയർ ട്യൂബ്സ്. ഒരു മിനിമം ഒരു 1.5 ഇഞ്ച് താഴോട്ടൊന്നും നമ്മൾ പോകരുത്. മാക്സിമം പർലിൻസിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വെക്കാം. ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൈറ്റ് അധികം ഇല്ലാത്ത സൈറ്റുകളിലാണെങ്കിൽ എല്ലാം 2.5 1.5 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് അതിന്റെ തൂണ് 2.5 1.5 തന്നെ, അതിന് മുകളിൽ വെർട്ടിക്കലി റാഫ്റ്റർ, നമ്മൾ കഴുക്കോലെന്ന് പറയും, റാഫ്റ്റർ 2.5 1.5, അതിന്റെ പുറത്ത് പാനൽ പിടിപ്പിക്കാനുള്ള പർലിൻസ് പട്ടിക, ഈ പർലിൻസും 2.5 1.5 തന്നെ സ്ക്വയർ ട്യൂബ്. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറ്. ഇനി പർലിൻ നമുക്ക് റാഫ്റ്റർ അടുത്താണെങ്കിൽ പർലിൻ വേണമെങ്കിൽ 1.5 ഇഞ്ചിന്റെ സ്ക്വയർ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഒരു അതുപോലെ ഹൈറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ പില്ലേഴ്സ് റൗണ്ട് പൈപ്പ് തന്നെ യൂസ് ചെയ്യണം. അപ്പൊ റൗണ്ട് പൈപ്പ് 2 ഇഞ്ചിന്റെ റൗണ്ട് അല്ലെ 2.5 ഇഞ്ചിന്റെ റൗണ്ട്, ഒരു 12 അടി 14 അടി ഹൈറ്റ് ഒക്കെ ആണെങ്കിൽ 3 ഇഞ്ചിന്റെ റൗണ്ട് പൈപ്പ് ഇട്ടിട്ട് ചെയ്യേണ്ടി വരും. ഒരു C ക്ലാസ് B ക്ലാസ് ഒക്കെ ഉള്ള പൈപ്പ്. എന്നിട്ട് പിന്നെ ഒരു കാര്യം ഇതിന്റെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് അതിന്റെ പെയിന്റിങ്, രണ്ട് അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കമ്പോണൻസ്. മാക്സിമം അലൂമിനിയം യു ക്ലാമ്പ് എൻഡ് ക്ലാമ്പുകൾ യൂസ് ചെയ്യുക. അല്ലാതെ ഈ പാനലിന്റെ അടിയിലുള്ള ഹോളിൽ നമ്മൾ സ്ക്രൂ ചെയ്താലും ഈ സ്ട്രക്ചർ ഒക്കെ തുരുമ്പിച്ച് കഴിയുമ്പോൾ വിട്ടു പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ പെയിന്റിങ്, നമ്മൾ വർക്ക് സ്ട്രക്ചർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കോട്ട് ഒരു അപ്പോക്സി പ്രൈമറും എല്ലാം അടിച്ചിട്ട് സ്ട്രക്ചർ വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വെൽഡ് ചെയ്ത പോയിന്റുകളെല്ലാം വീണ്ടും അപ്പോക്സി ടച്ച് ചെയ്യുക. അതിനുശേഷം ഒരു കോട്ടൂടെ അപ്പോക്സി പ്രൈമർ അടിക്കുക. അതിന് മുകളിൽ മെറ്റൽ പെയിന്റ് അടിക്കുക. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് ലാസ്റ്റിങ് ഉണ്ട് സ്ട്രക്ചറിന്. അതുപോലെ ഇതിന്റെ രണ്ടാമത്തെ പോയിന്റ്, സ്ട്രക്ചറിനകത്ത് യാതൊരു വിധത്തിലും സൈഡിൽ നിന്നോ നമ്മൾ ഈ SS നട്ട് ബോൾട്ടുകൾ വേണം യൂസ് ചെയ്യാൻ. ഈ നട്ട് ബോൾട്ട് ഇടുന്ന സ്ഥലത്തിലൂടെ ഒന്നും ഒരു വിധത്തിലും വെള്ളം കയറാതിരിക്കാൻ സൂക്ഷിക്കണം. സ്ട്രക്ചറിനകത്ത് വെള്ളം കയറാതിരിക്കാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് യു ക്ലാമ്പ് എൻഡ് ക്ലാമ്പ് ഇടുന്ന സ്ഥലങ്ങളിലുള്ള ഗ്യാപ്പുകൾ മാക്സിമം സിലിക്കോൺ അടിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. പക്ഷെ അതൊരു അത്ര നല്ല സൊല്യൂഷൻ അല്ല. അതുകൊണ്ട് നമ്മളിപ്പോ ഈ അടുത്തിടെ ഞങ്ങളൊരു പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഒരു നമ്മുടെ പഴയ ഷീറ്റ്, ആസ്ബസ്റ്റോസ് ഷീറ്റ് ഒക്കെ പിടിപ്പിക്കുന്ന J ബോൾട്ട് ഇല്ലേ, ആ J ബോൾട്ടിന്റെ ഷേപ്പിൽ SS നട്ട് ബോൾട്ടുകൾ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണെങ്കിൽ നമുക്ക് സ്ട്രക്ചറിനെ പഞ്ചർ ചെയ്യേണ്ട, സ്ട്രക്ചറിന്റെ ട്യൂബുകളിലൊന്നും കിഴുത്തില്ലാതെ ആ ക്ലാമ്പ് ഇട്ട് നമുക്ക് മൊത്തം ഫിറ്റിങ്ങുകൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ സ്ക്വയർ ട്യൂബ് ആണ് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നത് കൂടുതലും എല്ലാവരും. കാരണം കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നമുക്ക് കറന്റ്ലി വേറെ ഓപ്ഷൻസ് ഇല്ല. സ്ക്വയർ ട്യൂബിന്റെ നമുക്ക് പുറത്തെ പെയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അകത്ത് പെയിന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞ് പെയിന്റ് ചെയ്താലും നമുക്ക് അകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് തുരുമ്പെടുക്കാൻ തുടങ്ങും. അത് നമുക്ക് എന്ത് കാരണം വെച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എങ്ങനെ ചെയ്താലും. അപ്പോൾ എപ്പോഴും എൻഡും പെനിട്രേറ്റ്, ഇപ്പൊ ബോൾട്ട് ചെയ്തേക്കുന്ന സ്ഥലങ്ങളിൽ കൂടി വെള്ളം കയറാതെ ഇരിക്കുന്ന ഒരു രീതിയിൽ വേണം സ്ക്വയർ ട്യൂബിൽ ചെയ്യാൻ. അല്ലെങ്കിൽ CO അല്ലെങ്കിൽ ആംഗിൾ അയണിന് നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലമില്ല, അപ്പൊ നമുക്ക് എല്ലായിടത്തും പെയിന്റ് എത്തും. പക്ഷെ ആംഗിൾ അയണിൽ ചെയ്യുവാണെങ്കിൽ പാനൽ ഇറക്കി വെക്കുന്ന തരത്തിലുള്ള സ്ട്രക്ചർ ചെയ്യാതിരിക്കുക. കാരണം ഇറക്കി വെക്കുമ്പോൾ അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അല്ലാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം പാനൽ 20 കൊല്ലത്തേക്ക് ലൈഫ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ട്രക്ചറും 20 കൊല്ലത്തേക്ക് നിൽക്കണം. ആംഗുലർ ചെയ്യുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ കോസ്റ്റുമാണ്, പക്ഷെ കാലാകാലം കിടക്കുകയും ചെയ്യും, ബലം കൂടുതലാണ്. പിന്നെ പറഞ്ഞു സാറേ നമുക്ക് ഈ വെർട്ടിക്കൽ ആയിട്ട് ചില ഫ്ലാറ്റുകളിലൊക്കെ സൈഡിലെ പാനല് വെർട്ടിക്കൽ ആയിട്ട് വെക്കുന്ന ഒരു സംവിധാനം നമ്മുടെ അടുത്ത് ഉണ്ടോ? അത് അങ്ങനെ ചെയ്താൽ സക്സസ് ആവുമോ? അങ്ങനെ ചെയ്താൽ വെർട്ടിക്കൽ ആയിട്ട് പാനൽ വെക്കുന്ന ഭിത്തിയില്
ഞാൻ ഇവിടെ കണ്ടതാണ്. അത് എറണാകുളത്ത് എനിക്ക് തോന്നുന്നു കളമശ്ശേരിയിലാണെന്ന് തോന്നുന്നു. അവിടെ ഒരു സിസ്റ്റം നമ്മളൊരു സുഹൃത്തൊക്കെ തന്നെ അതിന്റെ പ്രൊഡക്റ്റ് കാര്യങ്ങൾ എടുത്ത് സപ്ലൈ ചെയ്ത് ഒരു 250-300 കിലോ വാട്ടൊക്കെ അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒന്ന് നമ്മൾ വെക്കുന്ന വാള് സൗത്ത് ഫേസിങ്ങിലുള്ള വാളാണെങ്കിൽ ഈ സൗത്ത് ടിൽറ്റ് സൂര്യനുള്ള സമയങ്ങളിൽ ഒരു നല്ല ശതമാനം വെയില് ആ വാളില് കിട്ടും. പക്ഷെ നോർത്ത് ടിൽറ്റ് പോകുന്ന സമയത്ത് ഫുൾ ഷെയ്ഡ് ആയിരിക്കും ആ വാളില്. അതുപോലെ ഈസ്റ്റ് ഫേസിംഗ് ഉള്ള വാളാണ് രാവിലെ തൊട്ട് ഉച്ചവരെ മാത്രമേ വെയിൽ കിട്ടത്തുള്ളൂ, അത് കഴിഞ്ഞ് ഒട്ടും വെയിൽ കിട്ടത്തില്ല. അപ്പൊ സൗത്ത് ഫേസിംഗ് ഉള്ള വാളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ പ്രൊഡക്ഷൻ ഭയങ്കര കുറവായിരിക്കും ഡെഫിനറ്റ്ലി. ഇപ്പം നമുക്ക് 5 യൂണിറ്റ് 10 ഡിഗ്രി സൗത്ത് ഫേസിംഗ് ഇട്ടിരിക്കുന്ന ഒരു പാനലിൽ കിട്ടുമ്പോൾ വെർട്ടിക്കലായിട്ട് വാളിൽ വെച്ചിരിക്കുന്ന ഒരു പാനലിൽ ഈ 5 യൂണിറ്റിന്റെ സ്ഥാനത്ത് ഒരു 3 യൂണിറ്റോ 2.5 യൂണിറ്റോ കിട്ടും. അപ്പം അങ്ങനെ പ്രൊഡക്ഷനിൽ നല്ല ഡ്രോപ്പ് ഉണ്ടാവും. പക്ഷെ ചിലരെ കാണാൻ ഭംഗിക്കോ അല്ലെങ്കിൽ മാക്സിമം സ്പേസിൽ നമുക്ക് സോളാർ ചെയ്തേക്കാം എന്നൊക്കെയുള്ള ഒരു തോട്ട് കൊണ്ടൊക്കെ ചെയ്യുന്നതാണ്. ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് നേരെ ഇരട്ടി പാനൽ വേണ്ടി വരും അല്ലേ? അല്ല, ഈസ്റ്റിലോട്ടും വെസ്റ്റിലോട്ടും വെച്ചാൽ ഭയങ്കര ഡ്രോപ്പ് ആയിരിക്കും. പ്രൊഡക്ഷൻ ഡ്രോപ്പ് ഭയങ്കര കൂടുതലായിരിക്കും വെർട്ടിക്കലായിട്ടാണ് വെക്കുന്നെങ്കിൽ. കാരണം ഒരു 12 മണി കഴിയുമ്പോൾ തൊട്ട് എൻറ്റയർ പാനലിൽ ഷെയ്ഡ് വീഴും, മൊത്തം പാനലിൽ ഷെയ്ഡ് വീഴും. അപ്പം നമുക്ക് നല്ല വെയിലുള്ള ഒരു ദിവസം 5 യൂണിറ്റ് കിട്ടേണ്ടിടത്ത് ഈസ്റ്റിലോട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 യൂണിറ്റ് 2 യൂണിറ്റ് ഒക്കെ കിട്ടിയാലായെന്ന് പറയാം കിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായി. ഹലോ, പാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് വീട്ടിൽ സാധാരണ ഇൻവെർട്ടർ ഉള്ള ഒരു വീടാണ്, അവിടെ നമ്മൾ ഓൺ ഗ്രിഡ് വെക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതായത് നിലവിലുള്ള ഇൻവെർട്ടറിനെ ബാധിക്കാതെ അല്ലെങ്കിൽ നിലവിലുള്ള ഇൻവെർട്ടർ അതേപോലെ വെച്ചുകൊണ്ട് ഓൺ ഗ്രിഡ് നമുക്ക് വെക്കാൻ പറ്റുമോ അവിടെ? ഞാൻ മുമ്പേ പറഞ്ഞൊരു സംഭവം ഇല്ല, അതായത് അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും അടുത്തടുത്ത 2 വീടുകൾ 10 കിലോ വാട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇപ്പം എന്റെ അയൽവക്കത്തെ വീട്ടില് 10 കിലോ വാട്ട് ഓൺ ഗ്രിഡ് വെച്ചാലും ഞാൻ ഇത് കണക്ട് ചെയ്യുന്നത് നേരെ നമ്മുടെ ലൈനിലേക്കാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഓൺ ഗ്രിഡ് വെച്ചാലും നമ്മുടെ DB-ലോട്ടോ നമ്മുടെ ഇന്റേണൽ ലൈനുകളിലോട്ടോ ഒന്നും കണക്ട് ചെയ്യാതെ നമ്മൾ വെളിയിൽ ഈ KCB മീറ്ററിന്റെ തൊട്ട് വെളിയിലുള്ള കട്ട് ഓഫ് ഫ്യൂസിലേക്കാണ് അത് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ഇൻവേർട്ടർ, മറ്റു ഡിവൈസസ്, അതിന്റെ ഉപയോഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാനില്ല. എന്നാൽ മുമ്പേ രാഹുൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്പേസിലുള്ള ലോഡ് ഹാർമോണിക്സ് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ചില വീട്ടിലെ ഇൻവേർട്ടേഴ്സ് ഒക്കെ ഭയങ്കര ഹൈ ഹാർമോണിക്സ് ഉണ്ടാക്കാൻ കാരണമാവും. അപ്പോൾ ടെസ്റ്റിംഗുകാർ പറയും വീട്ടിലെ ഡൊമസ്റ്റിക്കില് നോർമൽ ഇൻവേർട്ടർ ബാറ്ററി ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാവും ചോദിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ലോഡ് ക്വാളിറ്റി ഇല്ലാത്ത ഡിവൈസ് ആണെങ്കിൽ ഒരു പരിധി വരെ സിസ്റ്റത്തിന്റെ ക്വാളിറ്റീനെ ബാധിക്കുക, ഒരു ചെറിയ പരിധി വരെ ബാധിക്കാറുണ്ട്. പക്ഷെ അല്ലാതെ പ്രത്യേകിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കാനോ ഒന്നും തന്നെ ഇല്ല. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ സോളാർ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ പടുത്തുന്നുണ്ട്. അതായത് ഓൺ ഗ്രിഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഓഫ് ഗ്രിഡിനോട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൺ ഗ്രിഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഇൻവെർട്ടറിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെർട്ടർ ചാർജ് ആവില്ല, നിങ്ങൾ ബാറ്ററി ചാർജ് ആവില്ല എന്നൊക്കെ ഒരു പറച്ചില് നടക്കുന്നുണ്ട് ഈ ചെയ്യുന്ന ആൾക്കാർ തന്നെ. ഇല്ല, ഒന്നും തന്നെ ഇല്ല, അങ്ങനെ ഒരു യാതൊരു കുഴപ്പമില്ല. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി അല്ലെങ്കിൽ ഈ ഗ്രിഡിൽ തന്നെയുള്ള വേറെ ആൾ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഓൾറെഡി വെച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം നമുക്ക് വേറെ ഓഫ് ഗ്രിഡ് വെക്കാൻ പറ്റില്ല എന്നാണല്ലോ. അത് തന്നെ മുമ്പേ രാഹുൽ പറഞ്ഞ പോലെ ഈ ഇടുക്കി ഡാമിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ജനറേറ്ററിൽ വന്നിട്ട് 3 ഫേസ് ജനറേറ്റർ 11 kV ആക്കിയിട്ട് അവിടുന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് നമ്മുടെ ഗ്രിഡിലോട്ട് സപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും ജനറേറ്റ് ചെയ്യുന്നു, ലൈനിലോട്ട് വിടുന്നു. ആ ലൈനിന്റെ പാർട്ടാണ് നമ്മുടെ വീടും. അപ്പൊ അതിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ലോഡ് നമ്മുടെ വീടായോണ്ടാണ് വീട്ടിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് കറണ്ട് ഒഴുകുന്നത്, ഇല്ലെങ്കിൽ ലൈനിലോട്ട് പോകുന്നത്. അല്ലാതെ നമ്മുടെ ആ വീടിന്റെ വയറിങ്ങുമായിട്ട് യാതൊരു അല്ലാതെ ഒരു കണക്ഷൻ നമുക്ക് ഇതിനില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിലെ വേറെ എന്ത് കാര്യങ്ങളും വെക്കുകയോ ചെയ്യുകയോ ചെയ്യുന്നതിനകത്ത് യാതൊരു തടസ്സവും ഇല്ല. പക്ഷെ നമ്മൾ ജനറേറ്റർ വീട്ടിൽ വെച്ചാൽ സോളാർ കറണ്ട് ഇല്ലാത്തപ്പോൾ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് കൊണ്ട് സോളാർ ഓൺ ആകാത്തതുപോലെ ശ്രദ്ധിക്കണം. സോളാർ ഓൺ ആകുന്നത് പോലാണ് ചെയ്യുന്നതെങ്കിൽ റിവേഴ്സ് പവറിലെ ജനറേറ്ററിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി വെക്കണമെന്ന് മാത്രം. അത് മാത്രമേ
കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. സാർ ഒരു സംശയം, ഈ ഓൺ ഗ്രിഡ് ചെയ്യുമ്പോൾ നമ്മൾ മോണോ പാനൽ വെക്കുമ്പോഴും പോളി പാനൽ വെക്കുമ്പോഴും പ്രൊഡക്ഷനിൽ നമുക്ക് എത്ര ഡിഫറൻസ് വരുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള പാനല് പോളിയാണോ അതോ മോണാണോ? ശരിക്ക് മോണോ ക്രിസ്റ്റലൈൻ, പോളി ക്രിസ്റ്റലൈൻ രണ്ടും രണ്ട് ടൈപ്പ് പാനലുകളാണ്. ഈ രണ്ട് ടൈപ്പ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന രീതികൾ. മോണോ ക്രിസ്റ്റലൈൻ, മോണോ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന്. മോണോ ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ സിലിക്കോൺ ക്രിസ്റ്റലിനെ എക്സ്ട്രാക്ട് ചെയ്ത് വലുതാക്കി എടുക്കുന്നു. മറ്റേത് പല ക്രിസ്റ്റൽസ് മിക്സ് ചെയ്തിട്ട് അത് പരത്തി സെല്ലുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ അത് രണ്ടും ഉണ്ടാക്കുന്ന രീതിയുടെ ഡിഫറൻസ് കൊണ്ടാണ് ഈ പേരിനകത്ത് ഡിഫറൻസ് വന്നിരിക്കുന്നത് മോണോ പോളിന്ന്. മോണോ ക്രിസ്റ്റലൈൻ പാനലുകൾക്ക് സാധാരണഗതിയിൽ പോളി ക്രിസ്റ്റലൈൻ പാനലുകളെക്കാൾ എഫിഷ്യൻസി കൂടുതലാണ്. എഫിഷ്യൻസി കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉൽപാദനം കൂടുതൽ കിട്ടും എന്നല്ല. മോണോ ക്രിസ്റ്റലൈൻ പാനലുകൾ ഇപ്പം 17% എഫിഷ്യൻസി ഉള്ള ഒരു പാനലും 25% എഫിഷ്യൻസി ഉള്ള പാനലും എന്ന് പറഞ്ഞാൽ ഒരേ അളവില് ഒരേ വലിപ്പമുള്ള സ്ഥലത്ത്, ഇപ്പൊ ഉദാഹരണം നമുക്കൊരു 10 സെന്റ് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു 10 മീറ്റർ ഏരിയ ഉണ്ടെന്നിരിക്കട്ടെ, 10 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുള്ള ഒരു സ്ഥലം ഉണ്ടെന്നിരിക്കട്ടെ. അത്രയും സ്ഥലത്ത് നമ്മള് പോളിക്രിസ്റ്റലൈൻ പാനൽ വെക്കുമ്പോൾ നമുക്ക് 4 കിലോവാട്ടാണ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മോണോ ക്രിസ്റ്റലൈൻ ആണ് 1 കിലോവാട്ട് കൂടെ കൂടുതൽ വെക്കാം. അങ്ങനെ സ്പേസ് കുറവുള്ള സ്ഥലത്ത് സ്പേസ് സേവിങ്സിന് വേണ്ടി എഫിഷ്യൻസി കൂടുതലുള്ള പാനലുകൾ വെക്കാവുന്ന മാത്രം. അല്ലാതെ മോണോ പോളി തമ്മിൽ കാര്യമായ പ്രൊഡക്ഷൻ ഡിഫറൻസോ കാര്യമായ ക്ലൈമറ്റ് ബേസിലുള്ള ഒരു വലിയ ഡിഫറൻസോ ഇല്ല. ആ പ്രൊഡക്റ്റിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻസി അല്ലെങ്കിൽ NOCT എന്ന് പറയും, നോമിനൽ ഓപ്പറേറ്റിംഗ് ടൈമിലെ പവർ, അല്ലെ ആ ബ്രാൻഡിന്റെ ക്വാളിറ്റി, ആ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റിലുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഈ മോണോ ക്രിസ്റ്റലൈനിലും പോളി ക്രിസ്റ്റലൈനിലും ടെക്നോളജികൾ പലതുണ്ട്. ഇപ്പം ട്വിൻ പീക്ക് സെല്ലുകൾ അങ്ങനെയൊക്കെയുള്ള ടെക്നോളജീസ് ഉണ്ട്. അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് അഫക്ട് ചെയ്യുന്നത്. അല്ലാതെ മോണോ പോളി, ഇപ്പൊ മോണോ വെച്ച സൈറ്റ് കൂടുതലും പോളി വെച്ച സൈറ്റ് കുറവൊന്നും വലുതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇനി ഒരു കാര്യം ജനറലായിട്ട് നോക്കിയാൽ, ജനറലായിട്ട് എല്ലാ ബ്രാൻഡുകളുടെ ഒരു കമ്പാരിസൺ നോക്കിയാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻസി വാല്യൂ മോണോ ക്രിസ്റ്റലൈൻ പാനലുകൾക്ക് ഒരു പടി പോളിയേക്കാൾ ബെറ്റർ ആണ്. അതുകൊണ്ട് വളരെ എടുത്തു പറയാൻ മാത്രം ഇല്ല കേട്ടോ, വളരെ മൈന്യൂട്ട് ആയിട്ടൊരു ഡിഫറൻസ്. മറ്റേത് -0.41 ആണെങ്കിൽ ചിലത് മോണോ ആണെങ്കിൽ അതേ ബ്രാൻഡിന്റെ ചിലപ്പോൾ -0.39 ആയിരിക്കും. അപ്പൊ അങ്ങനെ വളരെ മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ഹീറ്റ് കൂടുതലുള്ളപ്പം ആ മൈന്യൂട്ട് ഡിഫറൻസ് കൊണ്ട് ഒരു 100 കിലോവാട്ടിൽ ചിലപ്പോൾ ഒരു 5 യൂണിറ്റ് കൂടുതൽ കിട്ടുമായിരിക്കും. അല്ലാതെ ഒരു വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷെ ഈ എഫിഷ്യൻസി കൂടുതലുള്ളത് കൊണ്ട് ഇപ്പൊ എല്ലാ ബ്രാൻഡുകളും കൂടുതലായിട്ട് മോണോ ക്രിസ്റ്റലൈനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം എഫിഷ്യൻസി കൂടുതലുള്ളത് നമുക്ക് പാനലിന്റെ എണ്ണവും കുറയ്ക്കാമല്ലോ. ഇപ്പം വാരിക്ക് 335ന്റെ പോളി ക്രിസ്റ്റലൈൻ ഉണ്ട്, അതിലെ ഗോൾഡ് ഡിഗ്രീൻ ഉണ്ട്. അതേ ബ്രാൻഡിന്റെ മോണോ ആണെങ്കിൽ ഈ സെയിം സൈസിൽ 380, 390 ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് കപ്പാസിറ്റി കൂടുതൽ ചെയ്യുമ്പോൾ പാനലുകളുടെ എണ്ണം കുറയ്ക്കാം. അപ്പൊ നമുക്ക് ഇൻസ്റ്റലേഷന്റെ എക്സ്പെൻസസും സ്ട്രക്ചറിന്റെ എക്സ്പെൻസസും എല്ലാം കുറയ്ക്കാം, സ്പേസ് സേവ് ചെയ്യാം, കൂടുതൽ കപ്പാസിറ്റി വെക്കാം. താങ്ക് യു സർ. സാറേ കഴിഞ്ഞ വട്ടം പറഞ്ഞതാണ് സാറ്, നെറ്റ് മീറ്ററിങ്. ഇപ്പൊ നെറ്റ് മീറ്റർ നമുക്ക് KCB കിട്ടല്ലോ. അപ്പൊ അതിപ്പോ മുമ്പൊക്കെ നമ്മൾ തന്നെ എടുക്കായിരുന്നു. ഇപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ട് നമ്മള് KCB ഏത് അപേക്ഷയാണ് കൊടുക്കേണ്ടത്? എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ ഒന്നും കൂടി ഒന്ന് പറയാമോ? നമ്മള് എല്ലാ സോളാറിന്റെ ആയ പ്രൊസീജിയർ എല്ലാം ആദ്യം പറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഈ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മുടെ സെക്ഷനിൽ എത്തുമല്ലോ. ഹാർമോണിക്സ് ടെസ്റ്റിംഗ് കഴിഞ്ഞ് ടെസ്റ്റ് പാസ്സായെന്നും പറഞ്ഞ് ഈ മീറ്റർ ടെസ്റ്റിംഗ് ടീമുകാർ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മുടെ സെക്ഷനിലോട്ട് അയക്കും. ഈ സെക്ഷനിൽ അയച്ചു കഴിയുമ്പോൾ നമ്മള് വെള്ള പേപ്പറിൽ നെറ്റ് മീറ്റർ റിക്വസ്റ്റ് എന്നും പറഞ്ഞ് കസ്റ്റമറുടെ കൺസ്യൂമർ നമ്പരും പേരും അഡ്രസ്സും എഴുതിയിട്ട് എൻ്റെ വീട്ടിലെ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെ കമ്മീഷനിങ്ങിനായിട്ട് എനിക്ക് നെറ്റ് മീറ്റർ KCBയിൽ നിന്ന് നൽകണമെന്നും പറഞ്ഞുകൊണ്ട് വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതി കസ്റ്റമർ ഒപ്പിട്ടിട്ട് സെക്ഷനിൽ എയുടെ കൊണ്ട് കൊടുക്കുക. എയുടെ കൊടുക്കുമ്പോൾ അത് ഡിവിഷനിലോട്ട് ഫോർവേഡ് ചെയ്യും. ഡിവിഷനിൽ നിന്ന് തിരുവനന്തപുരത്ത് റീസിലോട്ട് ഫോർവേഡ് ചെയ്യും. റീസിൽ നിന്ന് മീറ്റർ അലോക്കേഷൻ തിരിച്ച് ഡിവിഷനിൽ വരും. ഡിവിഷനിൽ നിന്ന് അത് സെക്ഷനിലോട്ട് വീണ്ടും മെയിൽ വരും. ആ മെയിലും പ്രകാരം സെക്ഷനിൽ നിന്ന് സബ് എഞ്ചിനീയറോ ഓവർസിയറോ ആരെങ്കിലും എങ്ങോട്ടാണോ അലോക്കേറ്റ് ആയ അവിടെ പോയി അവർ മീറ്റർ എടുത്തോണ്ട് വരും. ചിലപ്പോൾ അവർ തിരക്കാണെങ്കിൽ ചിലപ്പോൾ അവർ കുറെ ദിവസം താമസിച്ചെന്നിരിക്കും പോകാൻ. അപ്പം ചില എയ്മാര് പറയും നിങ്ങളുടെ ആളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിട്, ആളുടെ പേരിൽ മീറ്റർ അലോക്കേഷൻ ലെറ്റർ തരാമെന്ന് പറയും.
അപ്പൊ നമ്മുടെ സ്റ്റാഫിന്റെ പേരിൽ ലെറ്റർ തന്നാൽ നമ്മൾ ആ KSEBിയിലെ എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ള അവിടെ പോയി ആ മീറ്റർ എടുത്ത് സെക്ഷനിൽ കൊണ്ട് കൊടുത്താൽ മതി. ഇനി അത് മാത്രമല്ല, അനുബന്ധം 2ഉം 3ഉം പ്ലാന്റ് രജിസ്ട്രേഷനും ടെസ്റ്റിങ്ങിനുള്ള റിക്വസ്റ്റും വിടാൻ നേരം ഒരു ചോദ്യമുണ്ട്. ഈ മീറ്റർ നമ്മൾ സ്വന്തമായി മേടിക്കുവാണോ KSEBിന്ന് എടുക്കുവാണോ എന്ന്. ആ സമയത്ത് കൂടെ നമ്മൾ മേടിക്കുവാണോ വെക്കുവാണോ എന്നൊന്ന് പറഞ്ഞേക്കണം. അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്തു വരുമ്പോൾ അവസാനം പിന്നെ അതെല്ലാം വീണ്ടും തിരുത്തി വെക്കാൻ ഇച്ചിരി പാടാ. ആദ്യം നമ്മൾ സ്വന്തമായിട്ട് മേടിക്കുവാണെന്ന് പറഞ്ഞിട്ട് അവസാനം KSEB തരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഈമാര് വഴക്കുണ്ടാക്കാറുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ നല്ലത്? നമ്മൾ വാങ്ങുന്നതാണോ അതെയോ KSEBിന്ന് വാങ്ങുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും എന്റെ അഭിപ്രായത്തിൽ KSEBിന്ന് വാങ്ങുന്നതാണ് നല്ലത്. നമുക്ക് അതിന്റെ പേരിൽ ആ ഒരു കാര്യം കൂടെ തീരാൻ നമുക്കൊരു ആവറേജ് ഒരു 2 ആഴ്ച കൂടെ ടൈം എടുക്കും. ഒരു 1.5 ഏതായാലും 2-3 മാസം എടുക്കും ഓൺ ഗ്രിഡ് പ്രൊജക്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയും കൂടെ ഡിലേ വരത്തുള്ളൂ. അപ്പം ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ KSEBിന്ന് ഇവിടുന്ന് നെറ്റ് മീറ്ററിന് 20 രൂപ റെന്റേ ഉള്ളൂ. മറ്റേ നമ്മൾ 8,000 രൂപ 10,000 രൂപ മുടക്കി നെറ്റ് മീറ്റർ മേടിക്കുക. പിന്നെ നമ്മൾ മേടിക്കുന്ന മീറ്ററിന് കംപ്ലൈന്റ് വന്നാൽ നമ്മൾ തന്നെ വേറെ മേടിച്ചു കൊടുക്കണം, മാറാൻ പോകണം, ബാക്കി നോക്കണം. ഇവരുടെ മീറ്ററിന് കംപ്ലൈന്റ് വന്നാലും അവർ തന്നെ മാറി വെച്ചോളും. അതിന്റെ ഉത്തരവാദിത്വം അവർ നോക്കിക്കോളും. ഈ പറഞ്ഞ 20 രൂപ മാസം റെന്റ് മാത്രമേ നമുക്ക് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് KSEBിന്ന് മേടിക്കുന്നതാണ് നല്ലത്. എന്നാല് 20 കിലോവാട്ട് 30 കിലോവാട്ട് പോലുള്ള പ്രൊജക്ടുകളിൽ ചിലപ്പോൾ കസ്റ്റമർക്ക് മൊത്തം ഒരു ടേൺകി പ്രൊജക്ട് പോലെ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ നെറ്റ് മീറ്റർ ഉൾപ്പെടെ എല്ലാം വേണമെന്ന് ചിലപ്പോൾ കസ്റ്റമർ പറയും. അപ്പൊ അത് നമ്മൾ ചിലപ്പോൾ മേടിച്ച് കൊടുത്താലും ചിലപ്പോൾ കുഴപ്പമില്ല. വലിയ കപ്പാസിറ്റി ഒക്കെ ആണെങ്കിൽ KSEBിന്ന് അലോക്കേഷൻ ആയി വരാനൊക്കെ 2 ആഴ്ച 3 ആഴ്ച താമസിക്കുമ്പോൾ അത്രയും നാളത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല എമൗണ്ട് വരുമല്ലോ. വേറൊരു സംശയം മെയിൻ്റനൻസിനെ പറ്റിയാണ്. ഈ പാനലിൽ പൊടി ഇരുന്ന് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ എത്ര ശതമാനം കുറയാൻ സാധ്യതയുണ്ട്? അങ്ങനെ ഈ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ പാനൽ ഫിറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ്, അതിന് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടതുണ്ടോ? എങ്ങനെയാണ് ക്ലീനിങ്ങിന്റെ ഫ്രീക്വൻസി? തീർച്ചയായിട്ടും പാനൽ പൊടിയിരുന്ന് രാഹുൽ പറഞ്ഞു. ഇത് നമ്മുടെ കണ്ണിൽ വെക്കുന്ന കണ്ണട പോലെ. ഓക്കെ, നമ്മള് അത് എവിടെ വെക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, അതിനകത്ത് എന്തോരം പൊടിയുണ്ട് എന്നനുസരിച്ചാണ് നമ്മുടെ കാഴ്ചയുടെ അളവ്. ഓക്കെ, നമ്മുടെ ഒട്ടും പൊടിയില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പൊടി ഉണ്ടെങ്കിൽ കാഴ്ചയുടെ ഇത് കുറവായിരിക്കും. നമ്മൾ അഴുക്കുള്ള ഒരു സ്ഥലത്താണ്, നന്നായിട്ട് പൊടിയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പാനൽ വെച്ചേക്കുന്നതെങ്കിൽ നമ്മുടെ പാനലിലുള്ള അഴുക്കും കൂടുതലായിരിക്കും. അതനുസരിച്ച് നമ്മുടെ ക്ലീനിങ്ങിന്റെ ഫ്രീക്വൻസി കൂട്ടേണ്ടി വരും. എന്തോരം ക്ലീൻ ആയിരിക്കണോ അത്രയും പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടും. നന്നായിട്ട് പൊടി പിടിച്ചു കഴിഞ്ഞാൽ തീരെ പ്രൊഡക്ഷൻ ഇല്ലാണ്ടും ആവാൻ സാധ്യതയുണ്ട്. ഒരു സാധാരണ ഡൊമസ്റ്റിക് സൈറ്റുകളുടെയൊക്കെ ഒരു കേസ് എടുത്താൽ ഒത്തിരി റോഡ് സൈഡ് ഒന്നും അല്ലെങ്കിൽ വർഷത്തിലൊരു 2 തവണയോ 3 തവണയോ ക്ലീൻ ചെയ്യുന്നത് ഇനഫ് ആയിരിക്കും. എന്നാലും വലിയ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റുകൾ, ഒരു ഫാക്ടറിയോ ഒത്തിരി പൊടി അടിക്കുന്നതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മാസത്തിൽ 1-2 മാസത്തിലൊരിക്കലോ, അല്ലെങ്കിൽ വലിയ കപ്പാസിറ്റി ഒക്കെ ആണെങ്കിൽ മന്ത്ലി ട്വൈസ് പോലും ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ക്ലീൻ ചെയ്താലും അതനുസരിച്ച് അവർക്ക് റിസൾട്ട് കിട്ടിയെന്നിരിക്കും. ചെറിയ സൈറ്റുകളിൽ ആവറേജ് ഒരു 2-3 തവണ ഒരു വർഷം. അത് ക്ലീൻ ചെയ്യേണ്ടതിന്റെ ആവശ്യം നമുക്ക് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടുക എന്നുള്ളത് പോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാനലിന്റെ ലൈഫ്. അതായത് പാനലില് ഈ ബേഡ്സിന്റെ വേസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് ചെളി ഒരു പോർഷന് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുവാണെന്നിരിക്കട്ടെ, കുറെ കൂടുതലായിട്ട് അവിടെ ഇരുന്നാല് അത് കണ്ടിന്യൂസ്ലി ആ സെല്ലിന് ഷെയ്ഡായിട്ട് വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെല്ലിന്റെ ഒരു പോർഷന് ഷെയ്ഡ് ഇരുന്നാല് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് ആ സെല്ലിന് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ ആ പാനല് നശിച്ചു പോകും. അപ്പൊ അത് ഒഴിവാക്കാനും നമ്മൾ ഈ പറഞ്ഞ ഒരു ഇടവേളകളിലുള്ള ക്ലീനിങ് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. മറ്റൊരു കാര്യം, ഈ ക്ലീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? നമ്മൾ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഈ പാനലിന്റെ സർഫസിൽ കൂടുതൽ ടൊരയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പാനൽ എന്തെങ്കിലും ചെയ്യോ? എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക? അത് വെറുതെ വെള്ളം ഒഴിച്ചാൽ മതിയോ? എങ്ങനെയാണ് ക്ലീനിങ്ങിന്റെ ഒരു പ്രൊസീജിയർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ക്ലീനിങ് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരിക്കലും വെയിറ്റ് ഉള്ള ഒരു സാധനം ശക്തിയായിട്ട് പാനലിൽ ഇടുവോ പാനലിൽ ചവിട്ടുവോ ഒന്നും ഒരു കാരണവശാലും ചെയ്യരുത്. അതുപോലെ നമ്മുടെ കാർ വാഷറിന്റെ ഒക്കെ പോലത്തെ ഡിവൈസ് ഹൈ പ്രഷറിൽ പാനലിൽ അടിക്കരുത്. അതൊക്കെ ഭയങ്കര മിസ്റ്റേക്ക് ആണ്. വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യത്തിൽ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. വെള്ളം ഒഴിച്ചിട്ട് ഒരു മോപ്പ് വെച്ചിട്ട് തുടയ്ക്കുക. ഒരു നീളമുള്ള മോപ്പ് മേടിക്കാൻ കിട്ടും പാനൽ ക്ലീൻ ചെയ്യാൻ. മോപ്പ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് തുടയ്ക്കുക. അത് അതിലെ ചെളി എത്രമാത്രം ഉണ്ടോ അത് പോകുന്നത് പോലെ വൃത്തിയായിട്ട് തുടയ്ക്കുക. അത് ഏതെങ്കിലും സ്ഥലത്ത് ബേഡ്സിന്റെ വേസ്റ്റ് ഒക്കെ ഉണങ്ങി പിടിച്ച് പോകാത്ത പോലെ ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച്
നന്നായിട്ട് അവിടെ വേണേ തൂക്കാം. പക്ഷെ ഈ പാത്രം കഴുകുന്ന സ്റ്റീലിന്റെ പീസ് പോലത്തെ ഒത്തിരി ഇരുമ്പ് പോലത്തെ ഈ ഗ്ലാസ്സിന് പോറൽ വരുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും ഇട്ട് ഉരയ്ക്കരുത്. ഹാർഡ് വാട്ടർ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സോപ്പ് പൊടി ഉപയോഗിക്കാവോ? സോപ്പ് പൊടി ഉപയോഗിക്കാം, ചെറിയ മൈൽഡ് ആയിട്ടുള്ള. ഒരു സംശയം, ഈ ഗ്രിഡ് നമ്മൾ ഓഫ് ചെയ്തിട്ട് വേണോ ഇത് ചെയ്യേണ്ടത്? ഗ്രിഡ് ഓൺ ആയിരിക്കുന്ന സമയത്ത് ചെയ്യാമോ? ഓൺ ഗ്രിഡ് ആണെങ്കിൽ എപ്പോഴും ഓഫ് ചെയ്തിട്ട് ചെയ്യണമായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ പവർ സപ്ലൈ നമുക്ക് ഇത് വരാൻ ചാൻസ് ഉണ്ടാവില്ലേ? നോർമലി നമുക്ക് വരില്ല. പക്ഷേ ഇത് ഈ പറഞ്ഞ DC അല്ലേ, എല്ലാം ഇന്റർനെറ്റിലി കണക്റ്റഡ് ഒക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇത്രയും ഒരു വെയിൽ ഉള്ളപ്പോൾ പ്രൊഡക്ഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് എപ്പോഴും മെയിൻ്റനൻസ് എന്ത് ചെയ്യുമ്പോഴും സിസ്റ്റം ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് സേഫ്. അതായത് മെയിൻ്റെനൻസിന് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൗട്ട് ടാഗൗട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്ത് മെയിൻ്റെനൻസ് ചെയ്താലും നമ്മൾ ആ എക്യുപ്മെന്റിനെ ലോക്ക് ചെയ്യുക, അതായത് താഴെ നിന്ന് ലോക്ക് ചെയ്യുക, ഓഫ് ചെയ്യുക, ഷട്ട് ഡൗൺ ചെയ്തിട്ട് വേണം ഏതൊരു മെയിൻ്റെനൻസും ചെയ്യാൻ. അത് ഈവൻ ഒരു കൊച്ചു പവർ പ്ലാന്റ് ആയാലും ശരി, വലിയ പവർ പ്ലാന്റ് ആയാലും ശരി. കാരണം നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റിസ്കില്ല, അതായത് ഷോക്ക് ചെയ്യുന്ന കണ്ടീഷനില്ല. അതിൽ എപ്പോഴും പവർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ വർക്ക് ചെയ്യാവുള്ളൂ. അതിനൊരു ലോക്കൗട്ട് ആകൗട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ മെയിൻ്റെനൻസിന് തന്നെ. അപ്പൊ ആ ഒരു അത്യാവശ്യം അത്രയും ഫോളോ ചെയ്തില്ലെങ്കിലും അത്യാവശ്യം ഓഫ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അതായത് കമ്പൽസറി ആണ്, ഓഫ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഹലോ, അല്ല, ഇത് ഓഫ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഓൺ ഗ്രിഡ് ഒരു 500 kW ഒരു പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റിൽ നമ്മൾ ഇൻപുട്ട് AC സപ്ലൈ ഓഫ് ചെയ്താൽ മതിയോ, അതോ നമ്മൾ DC സൈഡിലെ ഫ്യൂസ് എന്തെങ്കിലും റിമൂവ് ചെയ്യണോ, എങ്ങനെയാണ്? ഈവൻ അതായത് നമുക്ക് വന്നേക്കുന്ന സിസ്റ്റമായിട്ട് അനുബന്ധമായിട്ടുള്ള ബ്രേക്കേഴ്സ് ഫുള്ളും ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ അതിനകത്തുള്ള ഒരു മെയിൻ്റെനൻസ് ചെയ്യാവുള്ളൂ എന്നാണ് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. നമ്മളത് ചെയ്യുമ്പോഴത്തേക്കിന് ആ ഒരു സ്റ്റാൻഡേർഡിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റലേഷൻ ആയാലും ശരി, മെയിൻ്റെനൻസ് ആയാലും ശരി, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ഒരു സേഫ്റ്റിയാണ്. അത് സേഫ്റ്റി പ്രൊസീജിയറാണ്. അതായത് ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം, പക്ഷെ അതൊരു സേഫ്റ്റി സ്റ്റാൻഡേർഡാണ്. അത് എന്തൊക്കെയാണോ ഉള്ളത് നമുക്ക് അതിനായിട്ട് അനുബന്ധമായിട്ട് വന്നേക്കുന്ന ഏതൊക്കെ സർക്യൂട്ട് ആണോ അതിനെ ഐസൊലേറ്റ് ചെയ്യുക, എന്നിട്ട് വർക്ക് ചെയ്യുക. അതിപ്പം വാഷിംഗ് ആയാലും ശരി, അതിനകത്ത് ലൈനിന് മെയിൻ്റെനൻസ് ആയാലും ശരി, എന്തായാലും ശരി, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഏറ്റവും മെയിനായിട്ട് AC ഓഫ് ചെയ്യുക, AC ഐസൊലേറ്റർ ഓഫ് ചെയ്തിടുക, അതുപോലെ DC ഐസൊലേറ്റേഴ്സും ഓഫ് ചെയ്തിടുക. ഫ്യൂസ് ഓപ്പൺ ചെയ്ത് വെക്കുന്നെങ്കിൽ ഫ്യൂസും കൂടെ ഓപ്പൺ ചെയ്ത് വെക്കുക. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് സാർ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു 500 kW ഒരു കണക്റ്റഡ് ലോഡുള്ള ഒരു സോളാർ പ്ലാന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഇൻവെർട്ടർ സൈഡിലുള്ള DC ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആ പ്രൊഡക്ഷൻ ഉണ്ടാവൂലേ അതിന്റെ മേളിൽ നിന്ന്? ഇൻവെർട്ടറിലെ DC ഓഫ് ചെയ്താ മേളിൽ നിന്നുള്ള പ്രൊഡക്ഷൻ നമുക്ക് വരൂ? എങ്ങനെയാണത് പാനലിൽ നിന്നുള്ള? ഇല്ല, ഇൻവെർട്ടറിൽ DC ഓഫ് ചെയ്താൽ ആ പ്ലാന്റിലോട്ട് ആ മെഷീനെ പ്രൊഡക്ഷൻ വരത്തില്ല. കാരണം DC ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ പാനലിൽ നിന്നുള്ള കണക്ഷൻ അവിടെ ബ്രേക്ക് ആയല്ലോ, അപ്പം അത് വരത്തില്ല. പക്ഷെ പാനലിൽ വോൾട്ടേജ് ഉണ്ട്. അപ്പം പാനല് വെയിലത്തിരുന്നാൽ ഒരു പാനൽ മാത്രം നമ്മൾ വെയിലത്തോണ്ട് വെച്ചാലും അത് 350 വാട്ടിന്റെ പാനലാണ്, അതിൽ അത്രയും വോൾട്ടേജ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പാനലിൽ വോൾട്ടേജ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ 500 kW പോലുള്ള പ്രൊജക്റ്റുകളിലൊക്കെ ഇൻവേർട്ടറിന്റെ അടുക്കലുള്ള DC ഐസൊലേറ്റർ അല്ല ഓഫ് ചെയ്യേണ്ടത്. മെയിൻ്റെനൻസ് പാനലെ ചെയ്യുമ്പോൾ പാനലിനോട് ചേർന്ന് ഒരു ഐസൊലേറ്റർ കാണും, AJB ഐസൊലേറ്റർ. അത് ഓഫ് ചെയ്യുമ്പോൾ ആ ഏരിയയിലുള്ള സ്ട്രിങ് മൊത്തം ഐസൊലേറ്റ് ആവും. രാഹുൽ സാറിനോട് ഒരു ഡൗട്ട് ഉണ്ട്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഫേസ് ആംഗിൾ ചോദിച്ചില്ല സാറേ, ഞാനത് cos 5 അല്ല ഉദ്ദേശിക്കുന്നത്, പവർ ഫാക്ടർ അല്ലാതെ നമ്മുടെ 120 ഡിഗ്രി അപ്പാർട്ട് ഉണ്ടല്ലോ RYB, അതിന്റെ ആംഗിൾ വ്യത്യാസം കൊണ്ടാണെന്ന് ഒരു ആർട്ടിക്കിളോ എന്തോ കണ്ടിരുന്നേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. രാഹുൽ അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു. അല്ലല്ലേ, സാറ് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഫേസ് ആംഗിളിന്റെ ഡിഫറൻസിൽ അല്ല എക്സ്പോർട്ട് നടക്കുന്നത്. എന്റെ അറിവ് വെച്ചിട്ട്, അതായത് എക്സ്പോർട്ട് നടക്കുന്നതിന് മുമ്പേ രാഹുൽ പറഞ്ഞില്ലേ, അതായത് നമ്മള്
എക്സൈറ്റേഷൻ ഇവിടുന്ന് കൂടുതൽ കൊടുക്കുക, ഇവിടുന്ന് തള്ളു കൂടുതൽ കൊടുക്കുക. അപ്പൊ ജനറേഷനും പവറും ഇവിടുന്ന് നമ്മൾ കൂടുതൽ കൊടുത്തിട്ട് അങ്ങോട്ട് ഒഴുക്കുവാണ്. ഇപ്പം വെള്ളം നമ്മൾ പുഴയിൽ ഒഴുക്കുന്നെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെരിഞ്ഞ സ്ഥലമാണെങ്കിൽ ഒഴുകത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വോൾട്ടേജ് ഇവിടുത്തെ റേസ് ചെയ്യുന്നു, ലൈനിലുള്ള വോൾട്ടേജിന് കൂടുതൽ ഇവിടെ റേസ് ചെയ്യുന്നു. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലോ ഉണ്ടാവും. അങ്ങനെ ഓക്കെ സാർ, അപ്പൊ നമുക്ക് ഒരു 2 വോൾട്ടിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത്ര മാത്രമല്ലേ നമുക്ക് ഫ്ലോ ഉണ്ടാവുള്ളൂ ഈക്വല്? അതിനനുസരിച്ച് ആ ഇൻവെർട്ടർ വോൾട്ടേജിനെ വേരി ചെയ്തോണ്ടേയിരിക്കും. അതെ, എപ്പോഴും അതിനെ വേരി ചെയ്തോണ്ടേയിരിക്കും. അതായത് നമുക്കിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഓവർ വോൾട്ടേജ് അടിച്ചു പോകാനായിട്ട് ഇപ്പം KCB 10% എന്ന് പറഞ്ഞ് നിജപ്പെടുത്തി വെച്ചേക്കുവാണ് ഓവർ വോൾട്ടേജ്. അപ്പൊ അവർക്കത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻവെർട്ടർ ഒരു 20% അതിന്റെ വോൾട്ടേജിന് അതിൽ വേരിയേഷൻ കാണിക്കും. ഇപ്പൊ നമ്മൾ അത് കൂട്ടി വെക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു 270 ചില ഏരിയകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കാണില്ല. ഡിമാൻഡ് കാണാതിരിക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു ഇപ്പം അവിടുത്തെ ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് അവിടുത്തെ സർവീസ് ലൈനിൽ അതിന്റെ അവിടെ റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ നമ്മളുടെ ഇൻവെർട്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷിംഗ് റേഷ്യോ കൂട്ടും. അതായത് ഇജക്ട് ചെയ്ത് വിടാനുള്ള വോൾട്ടേജിന്റെ റേഷ്യോ കൂട്ടിക്കൊണ്ടേയിരിക്കും. അത് കൂട്ടി എത്ര വരും? 165 അല്ലെ 164 വന്നു കഴിയുമ്പോഴത്തേക്കും ഇൻവെർട്ടർ ഓഫ് ആയിപ്പോകും. പിന്നെ ഓണാകും, പിന്നെ ഇത് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ അനുസരിച്ചാണ് ഇത് ഇൻവെർട്ടർ അതിനകത്തിൽ ആ LC കപ്പാസിറ്ററും പാസിവേറ്റഡ് കപ്പാസിറ്റേഴ്സും ആ ഒരു ഇതിൽ പ്രവർത്തിക്കുന്നത് ഈ ഒരു ഘടകം വെച്ചിട്ടാണ്. ഡിമാൻഡ് അനുസരിച്ച് വോൾട്ടേജിന്റെ ഇത് കൂട്ടിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും. അത് നോർമൽ കണ്ടീഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ നമുക്ക് പീക്ക് ടൈമിലൊക്കെ വരുവാണെങ്കിൽ നമുക്കതൊന്ന് നോക്കി നിങ്ങൾ അതിന്റെ ഒരു ഇതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ വല്ല വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറക്റ്റ് ഒരു ഡിഫറൻസ് കാണാനൊക്കെ സാധിക്കും. അതിന്റെ അങ്ങനെ ഒരു ഇപ്പം ഡിമാൻഡ് ഇല്ലാത്ത സ്ഥലത്ത് ഓവർ വോൾട്ടേജ് അടിച്ച് പോകുന്നുണ്ട്. അതിനും കാരണം ഇത് തന്നെയാണ്. അതായത് 11 kV കയറി തെളിവിടാനായിട്ട് നോക്കും. അന്നേരം എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഇത് ശേഷി നമ്മുടെ ഇൻവെർട്ടർ എന്ത് ചെയ്യും? വോൾട്ടേജിനെ അപ്പാക്കി കൊടുക്കും. അന്നേരം ആ അപ്പാകുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും? ഈ നമ്മൾ ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, അതിന് മണ്ടക്കോട്ട് പോകത്തില്ല. അപ്പൊ ഓവർ വോൾട്ടേജ് കണ്ടീഷനിൽ അത് ഓഫ് ആയി പോകും. സാധാരണ ക്ലാസ് കഴിയുമ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഫാക്കൽറ്റി എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോ കണ്ടിട്ട് ചോദിക്കാറുണ്ട്. അപ്പം അതുകൂടെ ഒന്ന് ടിൻഷു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ടിൻഷു എന്തൊക്കെ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന്? ഓക്കെ, ചങ്ങനാശ്ശേരിയിലാണ് എൻ്റെ ഫേം. നമ്മൾ 2 ഓഫീസുണ്ട്, ഒന്ന് ചങ്ങനാശ്ശേരിയിലും പിന്നെ ഒന്ന് കൊല്ലത്ത് ഓരോ ഓഫീസും ഉണ്ട്, അടൂര്. അപ്പം നമ്മളെ ടീം നമ്മളൊരു 25 പേരുള്ള ഒരു ടീമാണ്. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഇൻസ്റ്റലേഷനുകളാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓൺ ഗ്രിഡ് പ്രൊജക്റ്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഒരു 200-ന് മുകളിൽ പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. 2 കിലോവാട്ട് മുതൽ 100 കിലോവാട്ട് കപ്പാസിറ്റി വരെയുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 50, 60, 30, 100, 20, 10 അങ്ങനെ പല കപ്പാസിറ്റി ഉള്ള മെഷീൻ സിസ്റ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഞങ്ങൾ 5 ഡിസ്ട്രിക്റ്റുകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, ഈ 5 ഡിസ്ട്രിക്റ്റുകളിലാണ് കൂടുതലായിട്ട് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഡിസ്റ്റൻസ് തിരുവനന്തപുരമോ അല്ല തൃശ്ശൂരോ കാസർഗോഡോ പോലുള്ള പ്രൊജക്റ്റുകൾ യൂഷ്വലി നമ്മൾ എടുക്കാറില്ല. വലിയ കപ്പാസിറ്റി പ്രൊജക്റ്റുകളാണെങ്കിൽ മാത്രമേ ആ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. അതിന് സർവീസും മെയിൻ്റനൻസും ഒക്കെ കൊടുക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഓൺ ഗ്രിഡിൽ ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് പോളിക്യാബിന്റെ ഗ്രിഡ് ഇൻവേർട്ടറാണ്. അത് ഡൊമസ്റ്റിക് എന്നല്ല, ഒരു 30-40 കിലോവാട്ട് വരെയുള്ള കപ്പാസിറ്റികളിലൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത്. 50 കിലോവാട്ടും അതിന് മുകളിലോട്ടും വരുമ്പോൾ SMA കോർ 1 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് അലോൺ ഇൻവേർട്ടർ ഉണ്ട്. അതാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. 1-2 പ്രൊജക്റ്റുകളിൽ ABBയുടെ 50 കിലോവാട്ടിന്റെ ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാനൽസ് കൂടുതലായിട്ട് ഇപ്പം ഇമ്പോർട്ടഡ് പാനലുകളാണ് യൂസ് ചെയ്യുന്നത്. കനേഡിയൻ സോളാർ, പാനാസോണിക്കിന്റെ ഇമ്പോർട്ടഡ് മേക്ക്, സൺപവർ തുടങ്ങിയ ബ്രാൻഡുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ബ്രാൻഡുകളും കോസ്റ്റ് ഇച്ചിരി കുറഞ്ഞ രീതിയിൽ മതി എന്നൊക്കെ നിർബന്ധമുള്ള കസ്റ്റമേഴ്സിന് ഇന്ത്യൻ ബ്രാൻഡുകളും വിക്രം, വാരി, റിനെസിസ് ഒക്കെ പോലുള്ള ഗോൾഡി പോലുള്ള ഇന്ത്യൻ ബ്രാൻഡുകളും ചെയ്യാറുണ്ട്. പിന്നെ ഇതിനകത്ത് സോളാർ നമുക്കൊരു മിനിമം കപ്പാസിറ്റി വോളിയം നമുക്കുണ്ടല്ലോ, അതുകൊണ്ട് അതനുസരിച്ചിട്ട് എപ്പോഴും ഒരു മിനിമം സ്റ്റോക്ക് ACDB, DCDB പാനലുകൾ, DC കേബിളുകൾ, MC4 കണക്ടേഴ്സ്,
എൻഡ് ക്ലാമ്പ്, യു ക്ലാമ്പ്, അങ്ങനെയുള്ള കമ്പോണൻസും ഒരു മിനിമം ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കാണാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡീലേഴ്സ് നമ്മൾ ത്രൂ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഈ കമ്പോണൻസും പോളിക്യാബിൻ ഇൻവെർട്ടറോ ഇങ്ങനെയുള്ള കമ്പോണൻസും ഒക്കെ ട്രേഡിങ്ങും കുറച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2-3 രീതിയിലാണ് നമ്മുടെ മാർക്കറ്റിംഗ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓരോ ഏരിയകളിൽ ഡീലേഴ്സ്, ഈ ഇൻവെർട്ടേഴ്സ് ചെയ്യുന്നവര്, അതുപോലെ ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുന്നവര്, അങ്ങനെയുള്ള ആളുകൾ ഓരോ ഏരിയയിൽ നമ്മളുമായിട്ട് ഡീലർഷിപ്പ് പോലെ അസോസിയേറ്റ് ചെയ്തിട്ട് എൻക്വയറി വരുമ്പോൾ നമുക്ക് പാസ് ചെയ്തിട്ട് ഇൻഷുർ ചെയ്ത് അവർക്കൊരു ചെറിയ മാർജിൻ കൊടുക്കുന്ന രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് പല ഏരിയയിൽ ആളുകൾ നമ്മളോട് അസോസിയേറ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. നമ്പർ എന്ന് പറഞ്ഞേക്കണേ. നമ്മുടെ ഗ്രൂപ്പിലെ കമന്റിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഗ്രൂപ്പിലിട്ടേക്കാം. നമുക്ക് അരുൺ ഫ്രീ ആണോ? അതെ, പറഞ്ഞേട്ടെ. അരുൺ എന്തൊക്കെ സർവീസസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടോ? ഞാൻ ആക്ച്വലി ചെയ്യുന്നത്, എന്റെ കമ്പനിയുടെ പേര് ഇലക്ട്രി എന്നാണ്. ഞങ്ങൾ ഇവിടെ ചെങ്ങന്നൂര്, തിരുവല്ല, കോഴിക്കോട്, പിന്നെ തൃക്കൊടിത്താനം, ഇവിടെ കുറെ ഇടത്താണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. അപ്പം ഞങ്ങൾ കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 3 എഞ്ചിനീയേഴ്സ് ആണ്. അപ്പം 3 പേരും 3 വിങ്ങിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ ആക്ച്വലി എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ആണ്. അപ്പം കൺസൾട്ടന്റ് ആയിട്ട് ഞാനാണെങ്കിൽ ആക്ച്വലി ഇപ്പോൾ കുറച്ച് വർക്കുകളുടെ കൺസൾട്ടന്റ് ആണ്. അതായത് 150 അങ്ങനെയുള്ള കുറച്ച് വർക്കുകളുടെ കൺസൾട്ടന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, കമ്പനി എടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ സോളിസ് എന്ന് പറഞ്ഞൊരു ഇൻവെർട്ടറിന്റെ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് നമുക്ക്. അതായത് ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിന്റെ, അതായത് നമ്മുടെ പോളിക്യാബിന്റെയും ലൂമിനസിന്റെ ഒക്കെ ഇൻവെർട്ടേഴ്സ് വരുന്നത് നമ്മുടെ സോളിസിന്റെ ആണ്. അതിന്റെ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ നമ്മളാണ്, അതിന്റെ സർവീസ് നമ്മൾ തന്നെയാണ്. പിന്നെ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന BOM, അത് ആക്ച്വലി നമ്മളാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ കേരള ഇപ്പൊ നമ്മളൊരു ചെയിൻ പോലെ ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഡീലർമാരുടെ ആയാലും ഒരു ഇത് ചെയ്തു, കാരണം അവർക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാവുന്നുള്ള, അതായത് നമുക്ക് മേടിച്ചിട്ട് സപ്ലൈ ചെയ്യാവുന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് ACDB DCDB ആയാലും അവർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽസ് കമ്പോണൻസ്. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രൊജക്ട് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതലും ഓൺ ഗ്രിഡ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺ ഗ്രിഡ് ആണ്. ഇപ്പൊ നമ്മളത് മാറ്റിയിട്ട് ഹൈബ്രിഡിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ കൂടുതലും ഹൈബ്രിഡ് ചെയ്യുന്നുണ്ട്. അത് DC കപ്ലിങ്ങും ചെയ്തുകൊണ്ട് AC കപ്ലിങ്ങും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതെല്ലാം കൂടെ മാറ്റിയിട്ട് നമ്മളാണെങ്കിൽ ഇപ്പൊ എക്സിസ്റ്റിംഗ് ഓൺ ഗ്രിഡിനെ ഹൈബ്രിഡ് ആക്കുന്ന ഒരു മെത്തേഡിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അത് 2 രീതിയിൽ, ലോ കോസ്റ്റിലും നമ്മൾ വന്നിട്ടുണ്ട്, ഹൈ റെന്റിലും വന്നിട്ടുണ്ട്. അതായത് ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓൺ ഗ്രിഡ്, അവർക്ക് ഈ കറണ്ട് പോകുന്ന സമയത്തും ഈ പറയുന്ന ഓൺ ഗ്രിഡിനെ വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പൊ നമ്മൾ R&D തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. പക്ഷെ അത് അപ്രൂവൽ ആയിട്ടില്ല, അത് ഒഫീഷ്യലായിട്ട് അപ്രൂവൽ ഉള്ളതല്ല. അപ്പം അത് നമ്മൾ R&Dയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ 2-3 ഇടത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആണ്, വളരെ നല്ല സക്സസ് ആണ്, നല്ല റിസൾട്ടാണ്. പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞ ഈ ഓൺ ഗ്രിഡിനെ, ആ ഓൺ ഗ്രിഡിൽ നിന്ന് തന്നെ നമുക്ക് DC കപ്പിൾ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കറണ്ട് പോകുമ്പോൾ മാത്രം ഈ നമുക്ക് വീട്ടിലേക്ക് സപ്ലൈ എടുക്കുക. അതായത് ഇപ്പൊ പ്രളയം വന്നപ്പോഴത്തേക്കിന് കുറെ ഈ ഓൺ ഗ്രിഡ് എല്ലാം ഉപയോഗശൂന്യമായിട്ട് കുറെ ഇടത്ത് ഞാൻ ആലപ്പുഴയാണ്, അപ്പം ഒരുപാട് ഇങ്ങനെ പ്രശ്നം കണ്ടു. അങ്ങനെ മനസ്സിൽ കുറെ കാര്യങ്ങൾ നിന്ന് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ഞാൻ DC കപ്ലിംഗ് വെച്ചിട്ട് നമ്മുടെ ഓൺ ഗ്രിഡിനെ ഇപ്പം ഫുൾ ഷട്ട് ഡൗൺ വന്നാലും ആ വീട്ടിലൊരു ഇത് വരാത്ത രീതിയിൽ അവർക്ക് എക്സിസ്റ്റിംഗ് ഇൻവെർട്ടർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ സിസ്റ്റം കൊടുത്തിട്ടോ നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു R&Dയിൽ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അത് നമ്മൾ പുറത്തും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഞാൻ എഞ്ചിനീയറിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പിന്നെ ഡിസ്ട്രിബ്യൂഷനിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഈ സോളിസിന്റെ ആണ് ഡിസ്ട്രിബ്യൂഷൻ ആക്ച്വലി നോക്കുന്നത്, സോളിസ് ഇൻവെർട്ടറിന്റെ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ബാക്കിയുള്ളത് ഓൺ ഗ്രിഡ് പ്രൊജക്ട്സ് നോക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഇതാണ്. അരുൺ, താങ്ക് യു. ഉണ്ട്. ഓക്കെ, രാഹുലിന്റെ സർവീസ് എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഞാനിപ്പോ ഒരു 10 വർഷമായി സോളാറിൽ നിൽക്കുന്നു. ആദ്യം പ്രോജക്ട്സ് ആയിരുന്നു, ഓയിൽ ആൻഡ് ഗ്യാസിന്റെ സോളാർ വിൻഡ് ഹൈബ്രിഡ് പ്രോജക്ട്സ് ആയിരുന്നു. അതിനുശേഷം 2016 റിം പ്രോജക്ട്സ് എന്ന് പറഞ്ഞ് ഒരു കമ്പനി കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. കോർ ബിസിനസ് ഡിസ്ട്രിബ്യൂഷനും കൺസൾട്ടൻസി ആണ്. ഇപ്പോൾ പ്രോജക്റ്റിലേക്ക് കടന്നിട്ടുണ്ട്.
കറന്റ്ലി ഒരു 1 മെഗാവാട്ടിന്റെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ മെറ്റീരിയൽ സപ്ലൈ ഇൻക്ലൂഡിങ് ടാറ്റയ്ക്ക് നമ്മൾ BOM സപ്ലൈ ചെയ്യുന്നുണ്ട്, BOS എന്താ പറയാ, ബാക്കി സ്വിച്ച് ഗിയേഴ്സും എർത്തിങ് കേബിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ DB മാനുഫാക്ചറിങ് ഉണ്ട്. ഞാനൊരു തിരിച്ച് എൻ്റെ വീഡിയോ ഞാൻ ഓണാക്കാം. ഓക്കെ ഓക്കെ, കാണാമല്ലോ. ഈ DBs ആണ് നമ്മളിവിടെ കേരളത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈറ്റൺ ഉണ്ട്. ഈറ്റൻ്റെ സ്വിച്ച് ഗിയേഴ്സിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. സീറ്റൽ SPD ഉണ്ട്. സീറ്റലിന്റെ SPD ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അതേപോലെ സാൽസറിന്റെ ആണ് ഈ സ്വിച്ചസ്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ ഫൈൻഡർ SPD അതിൻ്റെത്. ഇതിനകത്ത് വരുന്ന DC കേബിള് CKM അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ട്രിനിറ്റി ട്രൈബോക്സ് ഈ എൻക്ലോഷറിന്റെ എൻക്ലോഷർ മാത്രമല്ല, ഒരു DIN rail അങ്ങനെ ഒത്തിരി കമ്പോണൻസ് ഉണ്ട്. സ്കാഡ ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഇത് നമ്മുടെ DC കമ്പൈനർ ബോക്സ് ആണ്. ഇതൊരു പാർട്ടിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇത് ACDB പറഞ്ഞു നമുക്ക് ഓർഡർ അനുസരിച്ച് ഇങ്ങനത്തെ എൻക്ലോഷേഴ്സിലുണ്ട്. മെറ്റൽ എൻക്ലോഷറിൽ വേണമെങ്കിൽ മെറ്റൽ എൻക്ലോഷേഴ്സ്. ഇത് മീറ്റർ ബോക്സ് ആണ്, IP65 റേറ്റഡ്, സിംഗിൾ ഫേസിനുള്ളത്. ഇത് 3 ഫേസിന്റെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ടൈപ്പ്. പിന്നെ ABBയുടെ ഒരു മിസ്ത്രാൽ എന്ന് പറഞ്ഞിട്ട് ബോക്സ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഉള്ള അഡ്വാൻറ്റേജ്, നമ്മൾ അതിന്റെ കമ്പോണൻസ് വയറിംഗ് ഒന്നും കാണില്ല, ക്ലീൻ ആയിരിക്കും. ആക്സസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡോറ് തുറന്നാൽ മതി. മറ്റേതുപോലെ സ്ക്രൂ അഴിക്കണ്ട, അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ചെറിയ കമ്പോണൻസ്, ലെഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ലെഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ലെഗുകൾ. പിന്നെ എൻ സ്ലീവ് എന്ന് പറയണേ, ഇതും ലെഗാണ്, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള. നോൺ ഇൻസുലേറ്റഡ് ആയിട്ടുള്ളതാണ് നേരത്തെ കാണിച്ചത്. പിന്നെ MC4 കണക്ടേഴ്സ് ഇതേപോലെ. ഈ MC4 കണക്ടേഴ്സ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരട്ടെ, ഇതിന്റെ ഫങ്ഷൻ എന്താണെന്നും ഹിസ്റ്ററി എന്താണെന്നും. മേ ബി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. ഒരു നിമിഷം വയറ് വേണേ. ഓക്കെ, ഈ MC4 എന്ന് പറഞ്ഞാൽ മൾട്ടി കോണ്ടാക്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് MC4 ഉണ്ടാക്കിയത്, ഡിസൈൻ ചെയ്തത്. അതുകൊണ്ടാണ് അതിനെ MC4 എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെറ്റീരിയൽ പോളികാർബണേറ്റ് ആണ്. പോളികാർബണേറ്റ് ആയിരിക്കണം. ഇതിന്റെ മോഡിഫൈഡ് ABSും കിട്ടുന്നുണ്ട്, ചീപ്പറാണ്. പോളികാർബണേറ്റ് ആണെങ്കിൽ വെയിലത്ത് പൊടിയാതെ കിടക്കുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പൊടിഞ്ഞു. ഓക്കെ, ഒന്ന് ആകാശ് ഒന്ന് പിടിച്ചാൽ ഇത് ക്യാമറ ഒന്ന് ഫോക്കസ്. ഓക്കെ, ഇത് അതിന്റെ ക്യാപ്പാണ്, ഗ്ലാൻഡ് എന്ന് പറയും. അതിനകത്ത് ഒരു സീലുണ്ട്, ഇതിന്റെ ഉള്ളിലും ഒരു റബ്ബറിന്റെ സീലുണ്ട്. ഓക്കെ, ഇതിന്റെ പർപ്പസ് നമ്മുടെ കേബിള് ഇതിലേക്ക് കയറ്റുമ്പോൾ അതിനകത്ത് വെള്ളം കയറരുത്. മെയിനായിട്ട് നമ്മൾ പുറത്തിടുന്ന കേബിൾ അത്. ഇത് നമ്മുടെ സോളാർ കേബിളാണ്. സോളാർ കേബിൾ എപ്പോഴും ഡബിൾ ഇൻസുലേറ്റഡ് ആയിരിക്കും, ടിൻഡ് ആയിരിക്കണം. ടിൻഡ് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ക്ലാവ് പിടിക്കും. ഇതിലേക്ക് കയറ്റുക. ഈ ഡബിൾ ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞാൽ 1800 വോൾട്ട് DC ആണ്, AC അല്ല. ഇതിന്റെ പ്രോപ്പർട്ടി 120 ഡിഗ്രിയിൽ 120 ഡിഗ്രി റേറ്റഡ് ആയിരിക്കണം ഈ കേബിള്. XLPO ക്രോസ് ലിങ്ക് പോളിയോളിഫിൻ. ഓക്കെ, TUV 2PFG ആണ് അതിന്റെ സ്റ്റാൻഡേർഡ്. ഇത് 4 സ്ക്വയർ mm ആണ്. ഓക്കെ, നമ്മൾ ഈ കേബിൾ ഇതിനകത്ത് കയറ്റി, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അറ്റത്ത് ലെഗ്, ഇത് സിൽവർ കോട്ടഡ് ആണ്, സിൽവർ പ്ലേറ്റഡ് ആണ്. ഇത് നമ്മൾ വെച്ചിട്ട് നമ്മുടെ MC4 ക്രിമ്പിംഗ് ടൂൾ ഉണ്ട്, അത് വെച്ച് ക്രിംപ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ MC4 കണക്ടറിലേക്ക് ഇങ്ങനെ കയറ്റുക. ഇപ്പൊ ഞാൻ ആ പിന്ന് കയറ്റി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം കേബിൾ മാത്രമാണ് കയറ്റുന്നത്. ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പർപ്പസ് വെള്ളം കയറല്, മെക്കാനിക്കലി ഈ കേബിളിനെ ഹോൾഡ് ചെയ്യണം. അതാണ് ഈ ഗ്ലാൻഡിന്റെ ഫസ്റ്റ് പർപ്പസ്. അപ്പൊ ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഇതിൽ വരാൻ പാടില്ല. ഓക്കെ, നമ്മളിവിടെ ക്രിമ്പ് ചെയ്തില്ല, ലോക്ക് ചെയ്തില്ലെങ്കിലും ഈ കേബിൾ ഇതിൽ വരാൻ പാടില്ല. അപ്പോൾ ഇതിലെ കൂടി വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ് ആ റബ്ബറിന്റെ സീല്. ഓക്കെ, അതേപോലെ തന്നെ ഈ അറ്റത്തും ഈ ചുമന്ന് കാണുന്നത് ഒരു ഓറിംഗ് ആണ്. ഈ ഓറിങ്ങും ഇതിന്റെ ഉള്ളിൽ വെള്ളം കയറാതെ പ്രിവെന്റ് ചെയ്യും. ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഇത് ലോക്കായിട്ട് അതിന്റെ ഇടയിൽ കൂടി വെള്ളം കയറാതെ അത് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് രണ്ട് സൈഡും, മെയിലും ഫീമെയിലും. ഇത് അഴിക്കാനായിട്ട് നമുക്ക് MC4ന്റെ ടൂൾ ഉണ്ട്. ഓക്കെ, ഒരു സ്പാനർ ഉണ്ട്, പ്ലാസ്റ്റിക്കിന്റെ സ്പാനർ ആണ്. സ്പാനറിന് രണ്ട് പർപ്പസ് ഉണ്ട്. ഒന്ന് ഫാസ്റ്റനിങ്, ഈ ബോൾട്ട് നമ്മൾ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യാനായിട്ട് ആണ് ഫസ്റ്റ് പർപ്പസ്. ഇത് നമ്മൾ പ്ലെയർ വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവാനും അല്ലെങ്കിൽ അത് അതിന്റെ ഗ്രിപ്പ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ഈ ടൂൾ ഉപയോഗിക്കുന്നത്. സോറി. ഓക്കെ, ഇതിലേക്ക് കയറ്റി ഇത് കഴിഞ്ഞാൽ ഈ ഹോളിൽ കൂടിയാണ് ഇത് കയറുക. ഇത് രണ്ട് വെച്ചാണ് ടൈറ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് അഴിക്കാം, ഇത് വെച്ച് അഴിക്കാം, കേബിൾ ഊരിപ്പോരും. രണ്ടാമത്തെ പർപ്പസ്, ഇപ്പം നമ്മൾ MC4 ക്ലിപ്പ് ചെയ്തു. ഓക്കെ, ഇത് ലോക്കായി. ഇനി ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ടൂൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഊരിയെടുക്കാം. ഓക്കെ, ഇതാണ് MC4 അതിന്റെ പർപ്പസ്. ഷോർട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് അതിന്റെ ക്രിമ്പിംഗ് ടൂള് പൊട്ടിച്ചാണ്ട് ഇതിനകത്ത് 2.5, 4, 6 ഈ മൂന്ന് സൈസാണ് നമുക്ക് ക്രിമ്പ് ചെയ്യാവുന്നത്. ഇതിനകത്ത് വെച്ചിട്ട് വയറ് നേരെ അതിനകത്ത് ഇൻസുലേറ്റ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഇതിൽ വെച്ച് ഞെക്കിയാൽ മതി. ഈ പിന്ന് ഈ ഹോളിലേക്ക് കയറ്റാം, മുകളിലേക്ക് ഇരിക്കണം. എന്നിട്ട് വയർ ഇൻസേർട്ട് ചെയ്തിട്ട് ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും MC4 ക്രിമ്പിംഗ് ടൂൾ വെച്ച് ചെയ്യുവാണെങ്കിൽ രണ്ടാമത് സോൾഡർ ചെയ്യേണ്ട, അത് പിടിച്ചിരുന്നോളൂ, അത് ഊരിപ്പോരില്ല പ്രോപ്പർ ആയിട്ടുള്ള ക്രിമ്പിംഗ് ആണെങ്കിൽ. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ള ടൈപ്പ് കണക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2-in-1 കണക്ടേഴ്സ്, 3-in-1 കണക്ടേഴ്സ്. ഇതിന് Y ബ്രാഞ്ച് എന്ന് പറയണേ. ഇത് സാധാരണ പാനലുകൾ തമ്മിൽ പാരൽ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിനകത്ത് വയർ ഇല്ലാത്ത ടൈപ്പ് ഉണ്ട്. ഇതിന് വയറില്ല, പക്ഷെ രണ്ടെണ്ണത്തിന് നമുക്ക് പാരൽ ചെയ്യാം. ഇത് മൂന്നെണ്ണത്തിന് പാരൽ ചെയ്യാനുള്ള 3-in-1 കണക്ടേഴ്സ്. ഓക്കെ, പിന്നെ ഇതൊക്കെ ഗ്ലാൻസ് ടൂൾസ്. കൂടുതലും നമ്മൾ SS-ന്റെ ഫാസ്റ്റനേഴ്സ് ഉപയോഗിക്കുന്നത്. കാരണം എല്ലാ സാധനവും ഒരു പ്ലാന്റിൽ തന്നെ എല്ലാ സാധനവും 25 കൊല്ലം നിൽക്കണം. അതാണ് ബേസിക് ഇന്റൻഷൻ. ഇതെല്ലാം നമ്മൾ ബസ് ബാറിന് പകരം ഉപയോഗിക്കുന്നതായിട്ടുള്ളതാണ്. ടെർമിനൽ ബ്ലോക്ക് എന്ന് പറയും, DBL. ഇത് ABBയുടെ ആണ്. എൻട്രിയിലേക്ക് എന്ന് പറയും മാനുഫാക്ചർ. ഇതിനകത്ത് നമുക്ക് ഇപ്പം ഫേസ്, ന്യൂട്രൽ അല്ലെങ്കിൽ RYB അങ്ങനെ ഇത് 6ന് പല വയറുകൾ 6ലേക്ക് പാരൽ ചെയ്യാം. ഒരു വയർ ഔട്ട് എടുക്കാം, അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടി ഇത്. അതേപോലെ തന്നെ DCയും നമുക്ക് അതിനകത്ത് ചെയ്യാം. അപ്പോൾ വിരൽ അതിനകത്ത് കയറില്ല, സേഫാണ്. അതിനുവേണ്ടി അങ്ങനത്തെ കണക്ടേഴ്സ്, അതിന്റെ പല സൈസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇത് DC ചേഞ്ച് ഓവർ ആണ്, 1000 വോൾട്ട് റേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് 2 DC സോഴ്സ് ഉണ്ട്, അതിനെ ഒരെണ്ണത്തിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതെല്ലാം ABBയുടെ 1000 വോൾട്ട് 250 amps അങ്ങനെയുള്ള പല റേറ്റിംഗിലുള്ള ഇതാണ് MPPT. പിന്നെ ABBയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് സോളാർ ഇൻവേർട്ടേഴ്സിന്റെ. ഡെൽറ്റയുടെ ഉണ്ട്, ഇത് ഡെൽറ്റയുടെ ഇൻവേർട്ടേഴ്സ് ആണ്. ഇത് 3 kW വിത്ത് വൈഫൈ. ഇത് പോളിക്യാബിൽ ഒരു സ്റ്റിക്കാണ് വൈഫൈക്ക് വരുന്നത്.
10 കിലോവാട്ടിന് മുകളിൽ ഇങ്ങനത്തെ കണക്ടേഴ്സ് ആയിരിക്കില്ല എ സിക്ക്, ടെർമിനൽസ് ആയിരിക്കും നേരെ ഇൻവെർട്ടറിലേക്ക് എ സി കേബിൾ കണക്ട് ചെയ്യാവുന്ന വിധത്തിൽ. അതേപോലെ ഗുഡ് വി ഉണ്ട്, ABB. ഇവിടെ മീറ്റേഴ്സ് ആണ്, നെറ്റ് ടെസ്റ്റഡ് മീറ്റേഴ്സ്, സിംഗിൾ ഫേസ്, 3 ഫേസ് അങ്ങനെയുള്ള. മുകളിലിരിക്കുന്ന ലിഥിയം ബാറ്ററി, അത് നമ്മളത് ചെയ്തത് പുറകിലാണ്. അവിടെ റേഞ്ചിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവിടെ കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇത് നമ്മുടെ മിഡ് ക്ലാംസ്, എൻ ക്ലാംസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ ഒരു ഡെമോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വരണേന്നുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു സാമ്പിൾ ചെയ്തോ. നമ്മുടെ ശ്രീറയില് ഇത് നേരെ പർലിങ്ങിലേക്ക് പിടിപ്പിക്കുക. അതിന് സെൽഫ് ഡ്രില്ലിംഗ് ബോൾട്ട് നമ്മൾ പർലിങ്ങിലേക്ക് നേരെ സ്ക്രൂ ചെയ്തേക്കുക. കണ്ടു കഴിഞ്ഞാൽ ഇതതിൻ്റെ സ്പ്രിംഗ് നെറ്റ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ്. ഈ സ്പ്രിംഗ് നെറ്റ് ഒരു ഡയറക്ഷനിലേക്ക് ഇരിക്കുകയുള്ളൂ, ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തോരം ടൈറ്റ് ചെയ്താലും പിന്നീട് ഇത് ഇളകി പോവില്ല. അതേപോലെ തന്നെ ഇത് പാനൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് എൻ ക്ലാമ്പ്, ഇത് അതിൻ്റെ മിഡ് ക്ലാമ്പ്. ഇപ്പൊ 2 പാനൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഈ എൻഡ് ക്ലാമ്പിന് വരെ മിഡ് ക്ലാമ്പ് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഒന്നില്ല അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും. അപ്പോൾ അത് 25 ഇയേഴ്സ് ലൈഫ് കിട്ടുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതൊരു പുതിയ ഡിസൈൻ നമ്മൾ ട്രയൽ നോക്കുവാണ്. അലൂമിനിയം ഹോട്ട് ഡിപ്പ് ആയിട്ടുള്ള കോമ്പിനേഷൻ ചെറിയ സിസ്റ്റത്തിന്, സിംഗിൾ പാനൽ 2 പാനലൊക്കെ ചെയ്യാൻ വേണ്ടി. ഇത് നമ്മുടെ ഹോട്ട് ഡിപ്പ് ഗാലനൈസ്ഡ് 4 പാനൽ സ്ട്രക്ചറിന്റെ ലെഗാണ്. ഇതേപോലെ 4 ലെഗിലാണ് 4 പാനൽ വെക്കുന്നത്. അപ്പോൾ ഒരു ലെഗ് വലുതും ഒരു ലെഗ് ചെറുതായിരിക്കും. എന്നിട്ട് 4 ഇന്റർ കണക്ട് ചെയ്തിട്ട് പർലിങ്സ് ഉണ്ട്. പർലിങ്സ് അപ്പുറത്താ കിടക്കണേ. അങ്ങനെ എല്ലാ സാധനങ്ങളും. പിന്നെ ഉള്ളത് കൺസൾട്ടൻസി ആണ്. കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10 കിലോവാട്ട് സൈറ്റിൽ ചെയ്യണം എന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റിന്റെ ലൊക്കേഷൻ അറിയാം, കസ്റ്റമർക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇതിന്റെ ലേ ഔട്ട് എങ്ങനെയായിരിക്കും 3Dയിൽ, പാനലിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഷെയ്ഡിങ് ഉണ്ടാവുമോ, ഷെയ്ഡിങ് ഉണ്ടാവുകയാണെങ്കിൽ എത്ര അതിന്റെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു 10-15 പേജിൽ ഒരു റിപ്പോർട്ടായിട്ട് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് കസ്റ്റമറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും. ഇന്ന സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഇത്ര പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇൻവെർട്ടർ ആഡ് ചെയ്യാം, പാനൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ എല്ലാം ചെയ്യാം. അതൊരു ബിസിനസ്സാണ് നമ്മുടെ. പിന്നെ ഇപ്പോൾ കേരളത്തിന്റെ പുറത്തേക്കും മിക്ക പ്രോഡക്ട്സിന്റെയും സൗത്ത് ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈൻഡർ എടുത്തു കഴിഞ്ഞാൽ ഫൈൻഡറിന്റെ സൗത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ട്രിനിറ്റി ബോക്സ് എൻക്ലോഷേഴ്സിന്റെ സൗത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഇതിരിക്കുന്ന ABB, സെക്കൻഡ്, ഇത് ABB 27.6. ഇപ്പൊ ഫീമർ എന്ന് പറഞ്ഞില്ലേ, അവരുടെ 27.6 ആണ്. ഇതിനകത്ത് ADCDB ഒറ്റ ഇത് ബോക്സാണ്. ഓക്കെ, നമ്മൾ കൂടുതൽ ചെയ്യുന്ന റിന്യൂ ഉണ്ട്. പാനസോണിക്കിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഹാങ്കർ പാനസോണിക്. അങ്ങനെ ഇത് റെയിൽസ് ആണ്, അലൂമിനിയം വേറെ. അപ്പൊ അത് ടാർണിഷ് ആവില്ല. വെള്ളം രാഹുലെ റേഞ്ച് ഇച്ചിരി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഉള്ളടുത്ത് വീഡിയോ തന്നെ കളറ് മാറണം. അപ്പം ചിലർക്ക് കുഴപ്പമില്ല, ചിലർക്ക് കുറവ്. രാഹുലെ വീഡിയോ കിട്ടുന്നില്ല കേട്ടോ, റേഞ്ച് കുറവുണ്ടെന്നു. വീഡിയോ കിട്ടുന്നില്ല, റേഞ്ച് ഇപ്പൊ ഓക്കെ. അത് വൈഫൈയുടെ പുറത്തേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം. ഇപ്പൊ ഓക്കെ. ഓക്കെ, ഇത് നമ്മൾ സർവീസിങ് ഉണ്ട് ഇവിടെ. ഇത് എനിക്ക് തോന്നുന്നു ABB 5 കിലോവാട്ടിന്റെ ബോർഡാ. അപ്പുറത്ത് പുറകിലാണ് നമ്മുടെ സർവീസ് സെന്റർ. അവിടെ വൈഫൈയുടെ റേഞ്ച് കുറവാണ്. ഇത് വിക്ട്രോൺ എന്ന് പറഞ്ഞ ഒരു ഇൻവെർട്ടർ, അതിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മൾ. ഇത് അതിന്റെ ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. ഇതിന്റെ അകത്ത് കേബിൾ ഉൾപ്പെടെ ഇൻബിൽറ്റാ. MC4 കണക്ടർ നേരെ ഔട്ട്പുട്ട് ഉണ്ട്, ഇൻപുട്ട് ഉണ്ട്. ഇത് അതിന്റെ കമ്മ്യൂണിക്കേഷന്റെ. ഇതിനകത്ത് ELCB ഇൻബിൽറ്റ് ആണ്. നമുക്ക് പല ലൈൻ ഔട്ട്സ് ഉണ്ട്, 1, 2, 3 അങ്ങനെ.
നമുക്ക് വേണമെങ്കിൽ ഇത് ബോയിലർ എന്ന് പറഞ്ഞാൽ മെയിൻ ഉണ്ടെങ്കിൽ മാത്രം ഈ ഇതിൽ കൂടി ഔട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ കോൺഫിഗർ ചെയ്യാം. ന്യൂട്രൽ ഐസൊലേറ്റഡ് ആണ്. ഒരു കാരണവശാലും ഗ്രിഡിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വില കുറഞ്ഞ ഇൻവേർട്ടേഴ്സ് വെക്കുമ്പോൾ KCBക്കാർ ലൈൻ ഓഫ് ആക്കിയതാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഇൻവേർട്ടറിൽ നിന്ന് തിരിച്ച് ന്യൂട്രൽ വഴി പവർ പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ ഇൻവേർട്ടറുകളിൽ. അതൊരു ഹെൽത്ത് ഹസാർഡാണ് KCB അങ്ങനെയുള്ളവർക്ക്. അപ്പോൾ ഇതിന് ന്യൂട്രൽ ഐസൊലേറ്റഡ് ആണ് ഈ സിസ്റ്റം. ഇതിന്റെ വലുത് എല്ലാം വെയർ ഹൗസിലാണ്. ഇതതിൻ്റെ അക്സസറീസ്, ഡിസ്പ്ലേ, ബാറ്ററി കറന്റ് സെൻസേഴ്സ് അങ്ങനെയുള്ള. ഈ റിലേ വെച്ചിട്ട് നമുക്ക് സീറോ എക്സ്പോർട്ട് ആക്കാം. വിക്ട്രോണിന്റെ ആണിത്. അതേപോലെ ഫ്രോണിയസിനുണ്ട് ഇതേപോലത്തെ റിലേ. അപ്പം നമുക്ക് ഇപ്പം എക്സ്പോർട്ട് ചെയ്യേണ്ട, കറണ്ട് നമ്മുടെ സെൽഫ് കൺസംഷന് വേണ്ടി മാത്രം മതിയെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇതൊരു സ്കാഡയുടെ ബോർഡാണ്. എന്ന് പറഞ്ഞാൽ സ്ട്രിങ് കറണ്ട് സെൻസ് ചെയ്യാനായിട്ടുള്ള ബോർഡാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഓരോ സ്ട്രിങ്ങിൽ നിന്നുള്ള കറണ്ട് ഇപ്പോൾ 12 ചാനലാണ്, 12 സ്ട്രിങ്ങുകളിൽ നിന്നുള്ള കറണ്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട്. ഓക്കെ, അതാ മെയിനായിട്ട്. ഇത്രയൊക്കെ തന്നെ നമ്മൾ ചെയ്യണം മെയിനായിട്ട്. പിന്നെ മെഗാവാട്ട് പ്രോജക്റ്റ് വരുമ്പം ഇങ്ങോട്ട് മെറ്റിൽ വരാറില്ല, നേരെ സൈറ്റിലേക്കാണ് പോവാറ്. അങ്ങനെ. പത്ത് കിലോ വാട്ടിന് മേലുള്ള സിസ്റ്റത്തിന് ഈ ഇൻസ്പെക്ടറേറ്റിന്റെ പെർമിഷൻ ആവശ്യമുണ്ടോ? ഉണ്ട്. എന്താണ് അവരുടെ നിബന്ധനകൾ? പ്രത്യേകിച്ച് 10 കിലോ താഴെയുള്ളതും 10 കിലോട്ട് മേലെ ആയിട്ടുള്ള വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? വയറിങ്ങിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എർത്തിങ്ങിലോ എന്തെങ്കിലും? എർത്തിങ്ങിലാണ് മെയിൻ ആയിട്ട് അവർ ഇൻസിസ്റ്റ് ചെയ്യണത്. ഒന്ന് 50 സ്ക്വയർ mm ഏരിയ ക്രോസ് സെക്ഷൻ വേണം എർത്തിങ്ങിൽ നിന്നാണ്. എനിക്ക് ടിൻസുവിന് അത് കറക്റ്റ് ആയിട്ട് ഇത്രയും കൂടി ഇലാബറേറ്റ് ആയിട്ട് പറയാൻ കഴിയുമായിരിക്കും. ഞാൻ നമ്മള് ചെറിയ പ്രൊജക്ട്സ് അധികം ചെയ്യാറില്ല. ഇൻസ്പെക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് 10 കിലോ വാട്ട് മുതൽ 30 കിലോ വാട്ട് വരെയുള്ള ഇൻസ്റ്റലേഷൻസിൽ 10 വേണ്ട കേട്ടോ, 10 മുകളിലാണ്. 10 മുകളിൽ തൊട്ട് 30 വരെയുള്ള ഇൻസ്റ്റലേഷൻസിന് ഇൻസ്പെക്ടറേറ്റിന്റെ കംപ്ലീഷൻ റിപ്പോർട്ട് നമ്മൾ KSEBയിൽ കൊടുക്കണം. ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുത്ത് അവർ ഇൻസ്പെക്ട് ചെയ്ത് അതിന്റെ സാങ്ഷൻ ഓർഡർ കിട്ടി ഇത് KSEBയിൽ കൊടുത്താലേ നമ്മുടെ പേപ്പർ വർക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ KSEBയിൽ നിന്ന്. 30 കിലോ വാട്ടിന്റെ മുകളിലാണെങ്കിൽ സ്കീം അപ്രൂവൽ കൂടി എടുക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്തൊക്കെ പ്രോഡക്റ്റുകൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് A3 ഷീറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് ഡ്രോയിങ്ങുകൾ ആ ബിൽഡിങ്ങിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിലെ എൻറ്റയർ ഇലക്ട്രിക്കൽ ഡ്രോയിങ് സഹിതം വേണം സബ്മിറ്റ് ചെയ്യാൻ. നമ്മൾ സോളാറിന്റെയും പാനലിന്റെയും ഡ്രോയിങ് മാത്രം പോരാ. ജനറേറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ ഡ്രോയിങ്, ട്രാൻസ്ഫോമർ റൂമിന്റെ, ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ, ഈ പറഞ്ഞൊക്കെ അവർ ചോദിക്കും. അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്പെക്ടറേറ്റിന്റെ അണ്ടറിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും, അതായത് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ്, ജനറേറ്റർ, ലിഫ്റ്റ്, ഫയർ, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുടെ ടെസ്റ്റിങ്ങോ അപ്രൂവലോ പീരിയോഡിക് ഇൻസ്പെക്ഷൻ, വർഷത്തിൽ ഒരിക്കൽ ഇൻസ്പെക്ഷൻ ഉണ്ടല്ലോ ജനറേറ്ററിനും സോളാറിനും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പീരിയോഡിക് ഇൻസ്പെക്ഷൻ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വർഷത്തിൽ ഒരിക്കൽ ഇൻസ്പെക്ഷൻ ഉണ്ടല്ലോ ഇൻസ്പെക്ടറേറ്റ് ചെയ്ത്, അതിലേതെങ്കിലും ഇൻസ്പെക്ഷൻ പെൻഡിങ് ആയി കിടക്കുമോ, ആ ഇൻസ്പെക്ഷനിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിലോ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലേ അവർ നമ്മൾ വെച്ച സിസ്റ്റത്തിനെ നോക്കാൻ തുടങ്ങത്തുള്ളൂ. നമ്മൾ വെച്ച സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞാല് അവർക്ക് സിസ്റ്റം എത്ര വലുതാണോ അതനുസരിച്ചിട്ടാണ് എർത്തിങ്ങിന്റെ ഒക്കെ എണ്ണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. മിനിമം 3 എർത്തിങ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന്റെ രാഹുൽ പറഞ്ഞതുപോലെ IEC 62305 സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ചെയ്യേണ്ടത്. ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നമുക്ക് കോപ്പറോ അലൂമിനിയോ GIയോ ഇതിലേതെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ 50 സ്ക്വയർ mm ക്രോസ് സെക്ഷൻ ഉള്ള കമ്പോണൻസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഈ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ്, എല്ലാ സ്ട്രക്ചറുകളും മെറ്റൽ പാർട്സുകളും എർത്തിങ്ങുകളും എല്ലാം ഇന്റർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അവര് ഈ 10 ഡിഗ്രി സൗത്ത് ഫേസിങ് എന്നൊക്കെ ഉള്ളത് അവർ നിർബന്ധം നോക്കുന്നുണ്ട്. സൗത്ത് ഫേസിങ് 10 ഡിഗ്രി അല്ലെങ്കിൽ നമ്മള് കസ്റ്റമറെ നമ്മള് വേണമെങ്കിൽ ഉദാഹരണം ഒരു സൈറ്റിൽ 10 ഡിഗ്രി സൗത്ത് ഫേസിങ് വെക്കാം, പക്ഷെ നമുക്ക് ഇൻസ്റ്റലേഷനിലെ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ വെക്കാതെ ഈസ്റ്റ് ഫേസിങ് വെച്ചെന്നിരിക്കട്ടെ, അങ്ങനെ വെച്ചതാണോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ കസ്റ്റമറുടെ കൺസെന്റ് അവർ കൊടുക്കാൻ പറയും. നമ്മൾ സൗത്ത് അല്ലാതെ വെച്ചാല് അങ്ങനെ കസ്റ്റമറുടെ കൺസെന്റ് അവർ ചോദിക്കും.
അതുപോലെ അവർ ഇൻസ്പെക്ഷന് വരുമ്പം ഇപ്പം മിക്ക ഇൻസ്പെക്ടറേറ്റും KSEB ചെയ്യുന്ന ഹാർമോണിക്സ് ടെസ്റ്റിംഗ് ഉൾപ്പെടെ ചെയ്യാറുണ്ട്. അതും അവർ നോക്കും. എർത്തിങ്, ഇലക്ട്രിക്കലിന്റെ മൊത്തത്തിലുള്ള സേഫ്റ്റി, വർക്കിന്റെ ക്വാളിറ്റി, ഹാർമോണിക്സ്, അതുപോലെ പ്രോഡക്റ്റുകളുടെ സർട്ടിഫിക്കേഷൻസ്, BIS സർട്ടിഫിക്കേഷൻസ് ഉള്ള പാനലുകളാണോ ഉപയോഗിച്ചിരിക്കുന്നത്, ഇതെല്ലാം അവർ ചെക്ക് ചെയ്യും. ഇത് നമ്മുടെ ABBയുടെ UNO 5 എന്ന് പറഞ്ഞ ഇത് പഴയ സീരീസ് ആണ്. ഇതിനകത്ത് ഇപ്പോൾ ഡിസ്പ്ലേ ഉള്ള മോഡലാണ്. ഇപ്പോൾ വരുന്നതിൽ ഡിസ്പ്ലേ ഇല്ല, എല്ലാം വൈഫൈയിൽ ഫോൺ വഴി നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഇപ്പോൾ ഇൻവെർട്ടർ നോക്കിയാൽ ഇതിനകത്ത് ഐസൊലേറ്റർ ഉണ്ട്, സർജ് പ്രൊട്ടക്ഷൻ MOV ഉണ്ട്. ഈ MOVs ആണ് സാധാരണ ഫെയിൽ ആവാറ്. അപ്പോൾ അതുകൊണ്ട് വാറണ്ടി കിട്ടില്ല MOV ഫെയിൽ ആയിട്ട്, മെഷീൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. കസ്റ്റമറിൻ്റെ അടുത്തും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാ. ഇൻവെർട്ടർ MOV ഫെയിൽ കാരണം പോയി കഴിഞ്ഞാൽ വാറണ്ടിയിൽ കവേർഡ് അല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയാം. അതിന്റെ വൈഫൈ ആന്റിനയാണ്. ഈ വൈഫൈ ആന്റിനയ്ക്കും റേഞ്ച് ലിമിറ്റഡ് ആണ്. എപ്പോഴും കസ്റ്റമർ കംപ്ലൈന്റ് ചെയ്യണ ഒരു കാര്യം ഇതിന്റെ ഡാറ്റ അവൈലബിൾ അല്ല, അങ്ങനെ ഇങ്ങനെ, അപ്പൊ മെഷീനിന്റെ കംപ്ലൈന്റ് ആണെന്ന് പറയാം. പക്ഷെ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇൻവെർട്ടേഴ്സിനും ഒരു 10 മീറ്റർ ആ റേഞ്ചിൽ നമുക്ക് വൈഫൈ കിട്ടുള്ളൂ. ഒന്നില്ലെങ്കിൽ നമ്മൾ വൈഫൈ അടുത്ത് വെക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ കേബിള് ഓൺലൈൻ ഒരു 10-300 കൊടുത്താൽ കിട്ടും. ഇതിനകത്ത് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഇട്ടിട്ട് ഈ ആന്റിന നമ്മുടെ വീടിന്റെ അടുത്തേക്ക് വൈഫൈ എവിടെ ഇരിക്കണേ അതിനകത്തേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേഞ്ച് മെച്ചപ്പെടും. അപ്പൊ നമുക്ക് ഓൺലൈൻ ഡാറ്റ കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതെല്ലാം ഫേസ് ചെയ്യുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് സൈറ്റില്. ഓക്കെ, പിന്നെ ഉള്ളത് ഇത് വിക്ട്രോണിന്റെ 5 kW. ഇത് നമുക്ക് 185 kW വരെയും പാരലൽ ചെയ്തെടുക്കാം. ഇതിന്റെ 15 kW ആണ് ഏറ്റവും വലിയ സിംഗിൾ മെഷീൻ. നമുക്ക് ഇത് 3 വെച്ച് കഴിഞ്ഞാൽ 3 ഫേസ് ആക്കാം. 3 വേണമെങ്കിൽ 15 3 വേണമെങ്കിൽ 45 kW സിംഗിൾ ഫേസ് വേണമെങ്കിൽ ആക്കാം. എല്ലാ കോൺഫിഗറേഷനും ഈ മെഷീനിൽ നമുക്ക് ചെയ്യാം. ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ സോഫ്റ്റ് കോൺഫിഗർ ചെയ്യുവാണ് ഇതിനകത്ത്. ഇത് ലിഥിയം ബാറ്ററി പാനസോണിക്കിന്റെ. നമ്മൾ ചെക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇതാ. ഇത് സ്നൈഡറിന്റെ MPPT ആണ്. ഇത്തിരി എക്സ്പെൻസീവ് ആ, 35,000 പ്ലസ് ടാക്സ് ആ റേഞ്ചിലേക്ക് വരും. ഇതെല്ലാം വിക്ട്രോണിന്റെ ഈസി സോളാർ എന്ന് പറഞ്ഞ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് ആണ്. ഇത് 3 kW 5 kW അങ്ങനെയുള്ളത്. ഇത് വിക്ട്രോണിന്റെ MPPT. ഇതും ഇത്തിരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇത് 5 year വാറന്റി ഉണ്ട്. ഇതിനകത്ത് ടെർമിനൽ ഉള്ള മോഡലുണ്ട്, ഇല്ലാത്ത മോഡലുണ്ട്. ഇത് ഏകദേശം 35,000 40,000 ആ റേഞ്ചിലേക്ക്. ഇതിന്റെ ആംപിയറേജ് അനുസരിച്ച് അതിന്റെ റേഞ്ച്. ഇതൊക്കെ പോളിക്യാബ്. ഇത് നമ്മൾ തന്നെ ചെയ്യണ മീറ്റർ ബോക്സ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ബാറ്ററി കൊടുക്കാവുന്നതാണോ? അത് ബാറ്ററിയും കൊടുക്കാം, എക്സ്പോർട്ടും ചെയ്യും. എക്സ്പോർട്ടും ചെയ്യും. അപ്പൊ KCB പോകുമ്പോൾ ഓട്ടോമാറ്റിക് ഐസൊലേറ്റ് ആവും? അതെ അതെ. ഓക്കെ. 3 kW ഒക്കെ എന്ത് വില ഒരു മെഷീൻ? ജസ്റ്റ് ഒന്ന് പറയാൻ. 3 kW എനിക്ക് 1 lakh സംതിങ് എന്തോ വരും. ഇതെല്ലാം ട്രാൻസ്ഫോമർ ബേസ്ഡ് ആ ഇൻവെർട്ടേഴ്സ്. ഇതിന്റെ ഉള്ളില് ഇത് അത്ര ഹെവിയാ, ഇത് ഒരാളെ കൊണ്ട് പൊക്കാൻ പറ്റില്ല. ഇത് 5 kW ആ, പക്ഷെ ഇൻബിൽറ്റ് 2 ടൊറോയിഡൽ ട്രാൻസ്ഫോമർ 2 സൈഡിലുണ്ട് ഇതിന്റെ. അങ്ങനെ അപ്പം ഒത്തിരി റോബസ്റ്റ് ആയി ഈ മെഷീൻ. ഇത് MPPT ഇപ്പൊ തുറന്നതാ. ഇതും ഇത്തിരി ഹെവി ആയിട്ടുള്ള സാധനമാണ്. പുറയിൽ ഫുൾ ഹീറ്റ് സിങ്ക് അതിന്റെ. നമ്മളൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഒരു ABB 3 kW ഈ സിസ്റ്റം ഹൈബ്രിഡ് 3 kW വെക്കുമ്പോൾ എന്ത് കോസ്റ്റ് അഡീഷണൽ വരും ഇതിനാണെങ്കിൽ? ടോട്ടൽ കോസ്റ്റില് ടിൻസോ അതിന്റെ ഞാൻ സെയിൽസിൽ നിൽക്കാത്തതുകൊണ്ട് എനിക്ക് വില കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്നെ ഒന്ന് പിങ് ചെയ്താൽ മതി. പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ ഞാൻ അതിന്റെ കോസ്റ്റിംഗ് കറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ. ഇതെല്ലാം K-സ്റ്റാറിന്റെ. ഇതിനൊക്കെ കംപ്ലൈന്റ് വന്നിട്ട് നമ്മൾ തിരിച്ചെടുത്ത മെഷീനാണ്. അപ്പം അങ്ങനെയും പണിയുണ്ട്. ഇതൊരു 10-15 ഇരിപ്പുണ്ട് ഇങ്ങനെ. മെഷീൻ കമ്പനി റീപ്ലേസ് ചെയ്ത് തന്നില്ല. അപ്പൊ ചൈനീസ് എടുക്കുമ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. എനിക്ക് ഒരു പാടായിരുന്നു, നിങ്ങൾക്കും ഒരു പാടായിരിക്കട്ടെ. ഇത് ഡെൽറ്റ ഇൻവെർട്ടേഴ്സ്, ABB, ഇവര് കൈപൊക്കിയതാ. നമ്മൾ അവിടെ പോയി അടിയുണ്ടാക്കി വാങ്ങാൻ പറ്റില്ല. ഇതെല്ലാം AC കേബിളാ, HRFR, ഹീറ്റ് റെസിസ്റ്റന്റ് ഫയർ റിട്ടാർഡന്റ്. നമ്മൾ അത് ആണ് എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. PVC കേബിൾസ് PVC ആണെങ്കിലും ഹീറ്റ് റെസിസ്റ്റന്റ് ഫയർ റിട്ടാർഡന്റ്. അപ്പം അതിൽ കുറഞ്ഞ കേബിൾ നമ്മൾ സപ്ലൈ ചെയ്യാറില്ല.
പിന്നെ UG കേബിൾ. ഈ കോൺഡ്യൂട്ടേഴ്സ് നിങ്ങൾ നോക്കിയാൽ ഇത് പോളി അമൈഡ് എന്ന് പറയുന്നത് നൈലോണിന്റെ ഇതാ. ഈ സാധനം നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന അപ്പൊ നമ്മളൊരു പ്ലാന്റ് ഉണ്ടാക്കുന്നത് 1 മാസത്തേക്കല്ല, 25 കൊല്ലത്തേക്കാ. അപ്പൊ അതിൽ ഇപ്പൊ നിങ്ങളുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കേബിൾസ് ആൻഡ് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഇങ്ങനത്തെ കോൺഡ്യൂട്ട്സ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് വിൽക്കുന്ന ഒരു ഒത്തിരി എല്ലാവരും വാങ്ങുന്ന ഒരു മെറ്റീരിയലാണ്. അതേപോലെ തന്നെ നമ്മുടെ കേബിൾ ട്രേ, ഈ കേബിൾ ട്രേയും ട്രിനിറ്റിയുടെയാ. സാധാരണ ഇത് ഒടിച്ചിൽ വീഴാറുണ്ട് മാർക്കറ്റിൽ കിട്ടുന്നത്. ഇത് നമ്മൾ എങ്ങനെ വളച്ചാലും അങ്ങനെ ഒടിച്ചിൽ വീഴാറില്ല. അപ്പൊ അത് അതിന്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയത് തോന്നിയോണ്ടാണ് നമ്മൾ ഇച്ചിരി വില കൂടുതലാണെങ്കിലും അങ്ങനത്തെ പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ. ഇത് ഷാൽസറിന്റെ ആണ്. ഇതിന് സ്ലോട്ട് ഇല്ലാത്ത ടൈപ്പാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സ്ലോട്ട് ഇടാം, കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യാം. ബ്ലാക്ക് ആണെന്ന് മാത്രം. ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്, ഇത് എർത്തിങ് റോഡാ, ഇത് ABBയുടെ എർത്തിങ് റോഡാ ഇരിക്കുന്നത്. നമുക്കിത് അതിന്റെ ജോയിന്റിങ് ഇതുണ്ടെങ്കിൽ ഇതിപ്പോ 1 മീറ്റർ സംതിങ് പ്ലസ് നമുക്ക് 2 മീറ്റർ ആക്കാം. അങ്ങനെ ഒരു ഇതുണ്ട്. ഇതെല്ലാം എക്സൽ എർത്തിങ്ങിന്റെ. ഇതിനകത്തും 2 ക്വാളിറ്റി ഉണ്ട്. ഇത് 250 മൈക്രോൺ. ഇത് ശരിക്കും MS റോഡ് വിത്ത് കോപ്പർ ബോണ്ടിങ് ചെയ്ത സാധനമാണ്. എന്ന് പറഞ്ഞാൽ കോപ്പർ പ്ലേറ്റിംഗ്, സിമ്പിൾ വേർഡിൽ പറഞ്ഞാൽ കോപ്പർ പ്ലേറ്റഡ് ആണിത്. ഈ കോപ്പർ പ്ലേറ്റിംഗിന്റെ തിക്നെസ് 100 mm ഉണ്ട്, മൈക്രോണും ഉണ്ട്, 250 മൈക്രോണും ഉണ്ട്. ഇത് 250 മൈക്രോൺ ആണ്. അതുകൊണ്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് 2 കളർ കൊടുത്തേക്കുന്നത്. 100 മൈക്രോണിന്റെ വിലയും കുറവാണ്. ആ ഒരു ഡബിൾ കളർ ഉണ്ടാവില്ല, സിംഗിൾ കളർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പാനലും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സോളാർ കേബിൾസാ, 4 square mm ഒക്കെ. പിന്നെ വലിയ സൈസ് എല്ലാം പുറത്താ. 16 വരെ നമുക്ക് DC കേബിൾസ് ഉണ്ട്. ഇത് എർത്തിങ് കോമ്പൗണ്ട്, അതിനകത്തും 2 റേറ്റിന്റെ ഉണ്ട്. ഇത് OPOയുടെ കിറ്റാ. ഇത് വിത്ത് ലൈറ്റ്നിങ് എർത്തിങ്ങിന്റെ റോഡ് പ്ലസ് കോമ്പൗണ്ട് ഇതിനകത്ത് സെറ്റാണ്. ഒരു 5 കിലോയുടെ കോമ്പൗണ്ട് റോഡും കൂടിയുള്ള സെറ്റാണ് OPOയുടെ. ഇത് നമ്മുടെ ഡിസൈൻ ചെയ്ത. പിന്നെ ഞാൻ ഇത് നമ്മൾ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിന് കട്ടി കുറവാണ്. ആ ഒരു നമുക്കൊരു എല്ലാ കമ്പനിക്കും ഒരു യുണീക്നെസ് ഉണ്ടാവണമല്ലോ. അപ്പൊ എന്റെ സ്പെഷ്യാലിറ്റി ഒരുവിധം ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുക്കണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഷീറ്റിന്റെ തിക്നെസ് ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യണം. അത് പൗഡർ കോട്ടഡ് ആണ്. പൗഡർ കോട്ടിങ്ങിലും ടെക്സ്ചേർഡ് അല്ല, സ്മൂത്ത് ഫിനിഷ് ആണ്. ടെക്സ്ചേർഡ് ഫിനിഷ് കൊടുക്കണത് എന്തിനാന്ന് വെച്ചാൽ തിക്നെസ് തോന്നിക്കാനാണ്. നമ്മളത് വേണ്ട ഒഴിവാക്കിയിട്ട് സ്മൂത്ത് ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. കാരണം എന്റെ ഷീറ്റിന് ഓൾറെഡി തിക്നെസ് ഉണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാ കൂടുതലും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് UG കേബിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചെറിയ മീൻ കൃഷി ഉണ്ട്. പിന്നെ ഉള്ളത് ഇത് മറ്റേ 6 square mm, 10-16 square mm കേബിൾസ്. പിന്നെ സോളാർ പാനൽസും പല സൈസ് ഉണ്ട്. എനിക്ക് അവിടെ വരെ റേഞ്ച് കിട്ടുമെന്ന് അറിയില്ല. ഇത് കനേഡിയന്റെ, റിന്യൂസിന്റെ, പിന്നെ ഇവിടെയൊക്കെ ഇരിക്കണ ഞാൻ നേരത്തെ പറഞ്ഞ പാനസോണിക്, അങ്ങനെയുള്ളത്. എനിക്ക് ഒരു സെക്കൻഡ് ചിലപ്പോൾ ഇപ്പൊ കട്ടാവും. ഓക്കെ, ഇത് 100 വാട്ടിന്റെയാ. ഇതിനെ കുറിച്ച് ഒരു ക്ലാസ് വേണമെങ്കിൽ സെപ്പറേറ്റ് ഞാൻ തരാം. എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയെന്ന്, എവിടെ നിന്നാണ് സോളാർ തുടങ്ങിയെന്നും നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലേക്ക് MPPTയും ഗ്രിഡ് ടൈയിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണെന്നുള്ളത് ഒരു മേ ബി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ രാഹുൽ, നല്ലതാണ് അത്. എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആണ് അത്. റേഞ്ച് പോയ രാഹുൽ? റെഡായി സാറേ. അതുപോലെ തന്നെ ഒരു 10 കിലോവാട്ട് സിസ്റ്റത്തില് എന്ത് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഏതാണ്ട് എന്ത് കോസ്റ്റ് വരുന്നുണ്ട് പെർ കിലോവാട്ടിന്? നമ്മള് കസ്റ്റമർക്ക് കൊടുക്കുന്ന കോസ്റ്റ് ആണോ? അല്ല, ഞാൻ പറഞ്ഞ കസ്റ്റമർക്ക് കൊടുക്കുന്ന കോസ്റ്റ് അല്ല, ആക്ച്വൽ അതിന്റെ ഒരു നമുക്ക് വരുന്ന എക്സ്പെൻസോ?
അതെ ഓൺ ഗ്രിഡ് ഓൺ ഗ്രിഡ് നമ്മളൊരു നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും സൈറ്റിലെ കണ്ടീഷനും നമ്മൾ വർക്ക് ചെയ്യുന്ന ക്വാളിറ്റിയും അനുസരിച്ചിട്ട് പ്രൈസിങ്ങിൽ ഡിഫറൻസ് വരും. ഏത് റേഞ്ചിൽ ഒരു ആവറേജ് പറഞ്ഞാൽ 4 to 4.5 ലാക്ക് വരെയൊക്കെ എക്സ്പെൻസ് വരും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ന്യായമായ ഒരു ക്വാളിറ്റിയിൽ ചെയ്താൽ 4 തൊട്ട് 4.5 ലക്ഷം രൂപ വരെ 10 കിലോവാട്ടിന്. അതെ. അപ്പം രാഹുലിന്റെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ മനോഹരമായിരുന്നു. ഞാൻ വളരെ നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല എക്സ്പ്ലനേഷൻ ആണല്ലോ എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് സജയൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇതിലുള്ള വ്യക്തി പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹൗ ഇൻട്രസ്റ്റിംഗ് എന്നും പറഞ്ഞ് അയച്ചിരിക്കുന്നു. അപ്പൊ അത് ശരിക്കും MC4 ഇങ്ങനെയും കണക്ട് ചെയ്യാന്ന് നമ്മൾ ഇപ്പോഴാണ് ചിന്തിച്ചത്. പിന്നെ പിന്നെ അവിടുത്തെ ഒരു അയ്യപ്പാസിന്റെ പരസ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് വന്നത്. അല്ല, ഇത് ബേസിക്കലി നമ്മള് ബിസിനസ് ആയിട്ട് തുടങ്ങിയതല്ല. ഞാൻ എന്റെ വീട്ടില് വെക്കാനായിട്ട് ഞാൻ പ്രൊജക്ട് ചെയ്ത് എന്റെ സർപ്ലസ് ആയിട്ട് കുറച്ച് സൺപവറിന്റെ മോഡ്യൂൾസ് ഉണ്ടായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു 2015 ഞാൻ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയപ്പം എനിക്ക് കുറച്ച് മോഡ്യൂൾസ് ഉണ്ടായി. അപ്പൊ ഇത് മോഡ്യൂള് വീടിന് പിടിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പിടിപ്പിക്കാനായിട്ട് കമ്പോണൻസ് ക്വാളിറ്റി ഉള്ള ഒന്നും കിട്ടില്ല. അവസാനം ഞാനൊരു PVC ബോക്സിലൊക്കെയാണ് ജംഗ്ഷൻ ബോക്സ് ഉണ്ടാക്കി വെച്ചത്. അന്ന് വിചാരിച്ചത് അത് ഇതിന് പറ്റിയ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കണം, ഇവിടെ കൊണ്ടുവരണം, ജംഗ്ഷൻ ബോക്സ് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹം തുടങ്ങി. അതിന്റെ ഒരു റിസൾട്ടായത്. അപ്പൊ ഇതൊരു ബിസിനസ് ആയിട്ട് കണ്ടിട്ടല്ല, എനിക്ക് അതൊരു പാഷൻ ആയിട്ടായിരുന്നു. കാരണം 10 വർഷം ഇതിനകത്ത് ഇപ്പൊ. അപ്പൊ അതൊരു നല്ല രീതിയിലുള്ള ഒരു സാധനം എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാ. താങ്ക് യു രാഹുൽ, വളരെ നന്ദി. ഇന്ന് ഒരു 20 മിനിറ്റ് കൂടി പോയി നമ്മുടേത്. എന്തായാലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയിരുന്നു. ഇന്ന് നല്ല പുതിയ വിഷയങ്ങള്, പുതിയ കാര്യങ്ങള്, അനേകം ഡൗട്ട്സ് ഒക്കെ വന്നായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്തു. ടിൻഷു വളരെ നന്ദി, നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. രാഹുലിന്റെ പ്രസന്റേഷനും വളരെ നന്നായിരുന്നു. അതേപോലെ അരുൺ വളരെ നന്ദിയുണ്ട്. ഇനി അടുത്ത ആഴ്ച നമ്മൾ നോക്കുന്നത് എർത്തിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു നേരത്തെ തന്നെ ആ ഗ്രൂപ്പിലേക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ചോദ്യങ്ങളെന്ന് ഇടുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ഇതിന് ഫാക്കൽറ്റിക്ക് ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ അത് സിമ്പിളായിട്ട് എങ്ങനെ പറയാമെന്നുള്ളത് മുന്നമേ ഒന്ന് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. കാര്യങ്ങൾ എന്താണെന്ന് അപ്പോൾ തന്നെ ചോദിച്ചാലും പറയാം. പക്ഷെ അത് ലളിതമായിട്ട് വിശദീകരിക്കാനും കാരണം സോളാറിന്റെ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പോൾ എത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലിടുക. ഗ്രൂപ്പിലിട്ട വേറൊരു പ്രയോജനം കൂടെ ഉണ്ട്. മറ്റ് ഉള്ള വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ആ ചോദ്യം കണ്ടിട്ട് അവർക്ക് അത് വളരെയധികം പ്രയോജനകരമായിരിക്കും. ശരി, ഇന്നത്തെ ക്ലാസ്സിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എല്ലാവർക്കും കാണാം. ഒരിക്കൽ കൂടി ടിൻഷു താങ്ക്സ്, രാഹുൽ താങ്ക്സ്. വേറെ എന്തെങ്കിലും അഭിപ്രായം, നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ക്ലാസ് എന്തെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിലേക്ക് മാറ്റണം എന്ന് പറയാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ, ചുരുക്ക സമയം കൊണ്ട്. പ്രാക്ടിക്കലൂടെ വെക്കാൻ പറ്റിയ കൊള്ളായിരുന്നു. ഉദ്ദേശിച്ചത് ഒരു വീഡിയോ പ്രസന്റേഷൻ ആണോ? ഇപ്പം ഒരു ഇൻവെർട്ടർ എങ്ങനെ ചെയ്യുന്നു അങ്ങനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അത് കൊള്ളാം. പിന്നെ സൈറ്റിലൊക്കെ ചെയ്യാൻ പറ്റിയാൽ അതും കൊള്ളായിരുന്നു. ഒരു ഇൻവെർട്ടേഴ്സിന്റെ കോൺഫിഗറേഷൻ ഞങ്ങൾ ആവുന്ന അനുസരിച്ച് ഞങ്ങളുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത്ര വലിയ പ്രസന്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ബട്ട് ടു ദ പോയിന്റ് ആണ് അതിനകത്ത്. അപ്പോൾ മേ ബി ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. എല്ലാത്തിന്റെ ആയിട്ടില്ല, അവിടെ അനുസരിച്ച് ഇൻവെർട്ടേഴ്സിന്റെ കോൺഫിഗറേഷൻ അയച്ചു തരാം. ഓക്കെ, അത് നമുക്ക് ട്രൈ ചെയ്യാം. വേറെ എന്തെങ്കിലും സജഷൻ? നല്ല ക്ലാസ് ആയിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഓക്കെ, താങ്ക്സ്. കേട്ടില്ല. അപ്പൊ ശരി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.